Hello, hi, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam ചാനലിലേക്ക് സ്വാഗതം. It's me, Lerin Davis, your physics master teacher. മക്കളെ അപ്പം വേഗം വന്നവരൊക്കെ ജോയിൻ ചെയ്താണല്ലോ. ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഐ തിങ്ക് നമ്മുടെ ഓഡിയോ വീഡിയോ എല്ലാം പെർഫെക്റ്റ് ആണ്, ക്ലിയർ ആയിട്ട് നമ്മുടെ സ്ലൈഡ്സും അതുപോലെ തന്നെ എന്നെയും ഞാൻ പറയുന്നതും എല്ലാം കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറയാം കേട്ടോ. ഓക്കെ, യെസ്. ആൻഡ് യെസ്, നമ്മുടെ മായ ഇവിടെ ഉണ്ട്, വെയിറ്റിംഗ് ആയിരുന്നു. ആൻഡ് മായ, ഞാനും ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. ആൻഡ് ഓൾസോ യെസ്, മോട്ടീവ് മെഡിക്കോ, ഇറ്റ്സ് 6 PM. യെസ്, വി ആർ ഹിയർ. മോട്ടീവ് മെഡിക്കോ, ഹായ്. സോ മോട്ടീവ് മെഡിക്കോ പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വിളിച്ചുകൊണ്ട് പോയോ കേട്ടോ. പെട്ടെന്ന് ഫ്രണ്ട്സിനൊക്കെ വിളിച്ചുകൊണ്ട് വരണം. നമുക്ക് ഇന്നത്തെ സെഷനിൽ ഇത്രയും ചാപ്റ്റേഴ്സ് ഫിനിഷ് ചെയ്യാനുണ്ട്. സോ അധികം സമയമൊന്നും നമുക്ക് സ്പെൻഡ് ചെയ്യാനില്ല, കളയാനില്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. നല്ല രീതിയിൽ പെട്ടെന്ന് പഠിക്കണം. സോ വന്നവർ ജസ്റ്റ് ഒന്നൊരു ഹായ് പറയുവാണെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു. അതുപോലെ തന്നെ വന്നവർക്കൊക്കെ സുഖമാണോ? നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെ പോകുന്നു? മോട്ടീവ് മെഡിക്കോ എങ്ങനെയുണ്ട് എക്സാം പ്രിപ്പറേഷൻസ് ഒക്കെ? ആൻഡ് ഓൾസോ മായ, എങ്ങനെയുണ്ട് എക്സാം പ്രിപ്പറേഷൻസ് ഒക്കെ? അടിപൊളിയായിട്ട് പോകുന്നോ? ജുബി ഹായ്. ജുബിയുടെ പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെ പോകുന്നു? പറയും, നിങ്ങളൊന്ന് പറയും, അപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, കുട്ടികളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇന്ന് ഈ ഒരു 5 ചാപ്റ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, 6 ചാപ്റ്റർ, യെസ് 6 ചാപ്റ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വർത്ത് ആണ്. കാരണം നമ്മൾ ഈ ഒരു ലെക്ചറിൽ നമ്മൾ കൂടുതലും നമ്മൾ കണ്ടന്റ് വളരെ കുറച്ചേ പറയുള്ളൂ. കാരണം ഓൾറെഡി നമ്മൾ ഇത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് എടുത്തതാണ്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് PYQs, ഓക്കെ, വൺസ് നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്റെ കൂടെ ഇരുന്ന് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, പെട്ടെന്ന് ഒരു നോട്ട്ബുക്കും പെന്നൊക്കെ എടുത്തിട്ട് വേഗം ഓടി വായോ. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തുടങ്ങണം. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നമുക്ക് അധികം സമയമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസും ഒരുപാട് റെക്കോർഡഡ് സെഷൻസ് എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ മാക്സിമം ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാട് പേര് നല്ല റിവിഷൻ ക്ലാസ് ഒക്കെ ഇല്ലാതെ ഇരിപ്പുണ്ട് കേട്ടോ. ഓക്കെ, സെറ്റ് ആണ് മിസ്. എങ്കിൽ ജുബി പറഞ്ഞ പോലെ തന്നെ നമ്മൾ തുടങ്ങുവാണ് കേട്ടോ. എടാ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മോട്ടീവ് മെഡിക്കോ, നീ 6 മണി ആയിട്ടൊക്കെ പറഞ്ഞിട്ട് നീ അങ്ങ് ഓടി പോയല്ലോ. ഞാൻ കൃത്യം ഒരു 6:01 വന്നിട്ടുണ്ട്, 1 മിനിറ്റ് ഡിലേ വന്നു. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് ഇപ്പൊ കാണുന്ന പോലെ തന്നെ നമ്മൾ ഇന്ന് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സും സോളിഡ്സും ഗ്രാവിറ്റേഷനും സിസ്റ്റം ഓഫ് പാർട്ടിക്കൽസ് ആൻഡ് റൊട്ടേഷണൽ മോഷനും തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററും തെർമോഡൈനാമിക്സും എല്ലാം നമ്മൾ ഇന്നത്തെ ദിവസം പഠിച്ചിരിക്കും. ഓക്കെ, അതിലൊരു സംശയമില്ല, നമ്മൾ പഠിച്ചിരിക്കും. ഓക്കെ അല്ലേ? അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം ലൈക്ക് ചെയ്യണം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല ക്ലാസ് ആണ് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്, പുതിയ പിള്ളേരോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പഴയ പിള്ളേരൊക്കെ അറിയാം നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് എന്താണ്, നമ്മുടെ വൈബ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ പുതിയത് വന്ന കുട്ടികളെ പെട്ടെന്ന് നിങ്ങൾക്ക് ഓക്കെ നല്ല ക്ലാസ് ആണെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഫ്രണ്ട്സിനോടൊക്കെ എത്തിക്കണം കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് പതുക്കെ. ഫസ്റ്റ് ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആണ്. നമ്മുടെ വോളിയം 2 ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. സോ എന്തുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ എടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്താ പറയുക, ക്രിസ്മസ് എക്സാം വലിയൊരു ഭാരമല്ല. അതെ, എന്നെ കൊണ്ടും സാധിക്കുമെന്നൊരു ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് സോളിഡ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സോളിഡ്സ് ഇപ്പൊ എടുക്കാൻ കാരണം വളരെ ഈസി ക്വസ്റ്റ്യൻസ്, അത്യാവശ്യം ചെറിയ ചാപ്റ്റർ, അതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. നമുക്ക് അത്യാവശ്യം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻഡ് ആ സംഭവങ്ങളെല്ലാം, അത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ എടാ മക്കൾ, ആരെങ്കിലൊക്കെ ഇനിയും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഓക്കെ, ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഇതുവരെയും പറഞ്ഞിട്ടില്ല, ഫ്രണ്ട്സിന്റെ അടുത്ത് ഇതുവരെയും ഞാൻ ഈ ഒരു ചാനലിൽ വീഡിയോസ് കണ്ടു തുടങ്ങി, നല്ല ക്ലാസ് ആടാന്നൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ പെട്ടെന്നൊന്ന് പറയാ. യെസ്, അപ്പൊ നമ്മൾ പതുക്കെ തുടങ്ങിട്ടോ. സോളിഡ്സ് ആണ്. സോളിഡ്സിൽ നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് സ്ട്രെസ്സും സ്ട്രെയിനും ആണ്. അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ആൻഡ് ഇതെല്ലാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. So first of all, the restoring force is developed per unit area of the body ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. എന്താണ്, നമ്മളൊരു ഡീഫോമിംഗ് ഫോഴ്സ് നമ്മളൊരു ബോഡിയിൽ കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഒരു ഡീഫോമിംഗ് ഫോഴ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബോഡി എന്ത് ചെയ്യും, അതിന്റെ ഒറിജിനൽ ഡയമെൻഷനിലോട്ട് വരാനായിട്ട് ട്രൈ ചെയ്യും അല്ല. അപ്പം അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ഡീഫോമിംഗ് ഫോഴ്സ് വന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ടിങ് ഇൻ യൂണിറ്റ് ഏരിയ ആണ് എന്തെന്ന് പറയുന്നത്, സ്ട്രെസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ്സിനെ നമുക്ക് എങ്ങനെ പറയാം, മാത്തമാറ്റിക്കൽ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം F/A. ഈ F എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് റീസ്റ്റോറിംഗ് ഫോഴ്സ് കേട്ടോ. ഡീഫോമിംഗ് ഫോഴ്സ് അല്ല, റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. ഓക്കെ അല്ലടാ. ഇനി ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ, ന്യൂട്ടൺ ആണ് അല്ലെ. ഏരിയയുടെ യൂണിറ്റ് എന്താ, മീറ്റർ സ്ക്വയർ. സോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ക്ലിയർ? ആൻഡ് ഡയമെൻഷൻ പഠിച്ചു വെക്കുക, കാരണം നിങ്ങൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇതെന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കാരണം നമ്മുടെ ഈ ഒരു +1 നിങ്ങൾ പഠിക്കുന്ന ഓരോ ക്വാണ്ടിറ്റീസിന്റെയും നമ്മൾ എന്ത് പഠിക്കണം, ഡയമെൻഷൻ പഠിച്ചിരിക്കണം. നമ്മുടെ അടുത്ത് ചോദിക്കും.
ആൻഡ് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് പറയുമ്പോൾ നമുക്ക് കൂടുതൽ പറയാം കേട്ടോ അതിനെ കുറിച്ചിട്ട്. സോ ഇതാണ് നമ്മുടെ ഡയമെൻഷൻ വരുന്നത്. ആൻഡ് സ്ട്രെസ് തന്നെ 4 ടൈപ്പ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ടെൻസൈൽ സ്ട്രെസ്, കംപ്രസീവ് സ്ട്രെസ്, ടാൻജൻഷ്യൽ ഓർ ഷിയർ സ്ട്രെസ് ആൻഡ് ഹൈഡ്രോളിക് സ്ട്രെസ്. ഓക്കെ അല്ലടാ. അപ്പം ഈ സ്ട്രെസ് പറയുമ്പോൾ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, അതായത് നമ്മൾ ഇപ്പം നമ്മുടെ റീഫോമിംഗ് ഫോഴ്സ് ഇങ്ങനെ കൊടുത്തതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടായത്, ഇതിന്റെ ലെങ്ത് കൂടുക ചെയ്തത് അല്ലേ. അപ്പം ആ കേസിൽ നമ്മൾ എന്ത് പറയും, ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയും. ഓക്കെ, ഇവിടെ ഡെവലപ്പ് ആയിട്ടുള്ള സ്ട്രെസ്സിന് നമ്മൾ എന്ത് പറയും, ടെൻസൈൽ സ്ട്രെസ്. ഇനി അതേസമയം കംപ്രസീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇങ്ങനെ ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ അതിന്റെ ലെങ്ത് എന്തായി കുറഞ്ഞു പോയി അല്ലേ, അത് നമ്മൾ പറയും കംപ്രസീവ് സ്ട്രെസ്. ഇനി ഷിയർ അല്ലെങ്കിൽ ടാൻജൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ടാൻജൻഷ്യൽ ആയിട്ട് നമ്മൾ ഈക്വലന്റ് ഓപ്പോസിറ്റ് ഫോഴ്സ് കൊടുക്കും ആൻഡ് അതിന്റെ ബേസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. ഓക്കെ അല്ല, അപ്പൊ അതിന് ടാൻജൻഷ്യൽ ആയിട്ട് ഒരു ഡീഫോർമേഷൻ സംഭവിക്കും. ഹൈഡ്രോളിക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു വെള്ളത്തിൽ ഒരു ബബിൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, ആ വെള്ളം അല്ലെ, അത് ആ ബബിളിന്റെ സർഫസിൽ എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഓക്കെ അല്ല, ത്രസ്റ്റ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ ത്രസ്റ്റ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ എന്താ പറയുക ഡയമെൻഷൻ മാറും. അപ്പൊ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആരുണ്ടാവും, റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടായിരിക്കും. ക്ലിയർ? So next one is strain ആണ്. strain എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ കോൺഫിഗറേഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ കോൺഫിഗറേഷൻ ആണ്. ഓക്കെ അല്ലേ, അല്ലെങ്കിൽ നമുക്ക് പറയാം ചേഞ്ച് ഇൻ ഡയമെൻഷൻ, രണ്ടും സെയിം തന്നെ അല്ലേ. ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്ന് പറയുന്നത് തന്നെയാണ് ചേഞ്ച് ഇൻ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. സോ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ എന്ന് പറയാം. ഓക്കെ, ആൻഡ് ആ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോടാ, ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ ഡയമെൻഷനാണ്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ത് തന്നെയാണ്, സെയിം കൈൻഡ് ഓഫ് ഇതല്ലേ വരുന്നത്. അതായത് ഏത് ഡയമെൻഷൻ ആണോ അതേ ഡയമെൻഷൻ താഴെ വരുന്നത്. ദാറ്റ് മീൻസ് ഇതിന് യൂണിറ്റ് ഇല്ല. ഓക്കെ, ഇതിന് യൂണിറ്റ് ഇല്ല, അതാണ് ഫസ്റ്റത്തെ പോയിന്റ്. ആൻഡ് ഇതിന് ഡയമെൻഷൻ ഉണ്ടാവില്ല അല്ലെ, ഡയമെൻഷൻ ഉണ്ടാവില്ല. ആൻഡ് ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ, ഷിയർ സ്ട്രെയിൻ, വോളിയം സ്ട്രെയിൻ, ഇങ്ങനെ 3 ടൈപ്പ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ ലെങ്ത് വൈസ്, അതായത് നമ്മൾ ലെങ്ത് വൈസ് ആണ് നമ്മുടെ ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തതെങ്കിൽ അവിടെ എന്താണ്, ഇപ്പൊ ഫസ്റ്റ് ഇതിന്റെ ലെങ്ത്, ഒറിജിനൽ ലെങ്ത് L ആയിരുന്നു. ഓക്കെ അല്ലെ, ഇനി നമ്മൾ ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് L പ്ലസ് ഡെൽറ്റ L ആയത്. ദാറ്റ് മീൻസ് ഡെൽറ്റ L ഇൻക്രീസ് ആയി. ജുബി ഞാൻ ഒരു കാര്യം എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത്, നമുക്ക് ഫുൾ മാർക്ക് കിട്ടുമോ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഓൾറെഡി വൺസ് ക്രിസ്മസ് സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ആ സീരീസ് മുതൽ നിങ്ങൾ കാണുവാണെന്നുണ്ടെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും. കാരണം അവിടെ നമ്മൾ ലൈൻ ബൈ ലൈൻ എല്ലാത്തിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്കറിയാം നമ്മൾ റിവിഷൻ ആണ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു A+ വരെ ടാർഗറ്റ് ചെയ്യാനുള്ളത് ഈ ഒരു A+ നിങ്ങൾക്ക് എന്തായാലും ഈ ലെക്ചേഴ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ കിട്ടും, ഒരു സംശയവും വേണ്ട, എന്തായാലും കിട്ടും. കാരണം അത്രത്തോളം നമ്മൾ ക്വസ്റ്റ്യൻസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, അത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ഞാൻ ഈ ചെയ്യുന്നതിന്റെ ഒപ്പം നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. പക്ഷെ നിങ്ങൾ മടി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫുൾ മാർക്ക് കിട്ടുമോ അല്ലെങ്കിൽ എനിക്ക് എന്താ പറയാ A+ കിട്ടുമോ എന്നൊക്കെ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല, അത് നിങ്ങളുടെ പൊട്ടൻഷ്യൽ അനുസരിച്ചിട്ടിരിക്കും. സോ ഞാനിവിടെ ചെയ്യുമ്പോൾ ഓരോ പ്രോബ്ലംസ് ചെയ്യുമ്പോഴാണ്, ഓരോ ക്വസ്റ്റൻസ് ചെയ്യുമ്പോഴാണെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്ത് പോവാ. ആൻഡ് ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ ഇപ്പോഴേ കവർ ചെയ്ത് വെക്കുന്ന എന്തിനാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് വീണ്ടും റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇത് പക്കാ റിവിഷൻ ആണ്, പ്ലസ് മാക്സിമം നമ്പർ ഓഫ് PYQs. ഓക്കെ അല്ലേ രാജുബി? യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞു ലെങ്ത് വൈസ് ഇത് ഇൻക്രീസ് പോകുന്നു. അപ്പൊ അതായത് ഡെൽറ്റ L ഇവിടെ ഇൻക്രീസ് ആയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ L പ്ലസ് ഡെൽറ്റ L ആണ് ഇവിടെ ടോട്ടൽ വന്ന, അല്ലെങ്കിൽ ഡെൽറ്റ L ആണ് ഇവിടെ വന്ന ചേഞ്ച് ഇൻ ഡയമെൻഷൻ. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്, ദിസ് ഇസ് എന്താണ് ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ. ഇനി ഷിയർ സ്ട്രെയിൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇതിന്റെ ഈ ബേസ് ഫിക്സഡ് അല്ലേ. സോ ഇതാണ് അതിന്റെ ഫസ്റ്റത്തെ രൂപം എന്ന് പറയുന്നത്. സോ ഞാൻ ഇവിടേക്കും F കൊടുത്തു, ഇവിടേക്കും F കൊടുത്തു അല്ലെ, ഇവിടെയും F കൊടുത്തു. സോ ഡെഫിനറ്റ്ലി എന്തായും ടാൻജൻഷ്യൽ ഡയറക്ഷനിൽ ഇതിനൊരു ഡീഫോർമേഷൻ സംഭവിക്കും. സോ ഈ ആംഗിൾ ഞാൻ തീറ്റ എടുത്തു, ആൻഡ് ഈ ഒരു ചേഞ്ച് വന്ന ഡെൽറ്റ X എടുത്തു, ഇതിന്റെ ഒറിജിനൽ ലെങ്ത് L ആയിട്ട് എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എടാ നോക്കിക്കാൻ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ദാറ്റ് ഇസ് X ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ ദാറ്റ് ഇസ് L. ഓക്കെ, അതാണ് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ചുമ്മാ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ടാൻ തീറ്റ നോക്കുവാണ്. ടാൻ തീറ്റ നോക്കി കഴിയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്, സോ ദാറ്റ് ഇസ് ഡെൽറ്റ X by L. ആൻഡ് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0, tan theta by theta which is equal to 1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീറ്റ വളരെ ചെറുതാണെങ്കിൽ നമുക്ക് ടാൻ തീറ്റനെ എന്തായിട്ട് പറയാം, തീറ്റ ആയിട്ട് പറയാം അല്ലേ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടുത്തെ ഷിയർ സ്ട്രെയിനെ എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, തീറ്റ എന്ന് പറഞ്ഞിട്ടും റെപ്രസെന്റ് ചെയ്യാം. ക്ലിയർ അല്ലടാ? ഓൾ സെറ്റ് അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ത്രൂ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, നിങ്ങൾ ചോദിച്ചാലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. സിമ്പിൾ ചാപ്റ്റർ ആണ്, എന്നിരുന്നു കഴിഞ്ഞാലും നമ്മൾ നല്ല രീതിക്ക് പഠിക്കേണ്ടതുണ്ട്. സോ ടാൻ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ X by L, അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ എന്ന് പറഞ്ഞിട്ട് എഴുതാം. സോ ഇതാണ് ഷിയർ സ്ട്രെയിൻ വരുന്നത്. ഇനി വോളിയം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, യെസ് ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം.
ക്ലിയർ അല്ലടാ? ഇനി നമ്മൾ നേരെ ഹുക്സ് ലോയിലോട്ട് വന്നു. 1 മാർക്ക് 2 മാർക്ക് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. നമുക്ക് എന്താ പറയുക, ഈ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും വരാം. ഓക്കെ അല്ലേ? സോ ഇവിടെ നമ്മൾ ഹുക്സ് ലോ എന്താ പറയുന്നത്? വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്, അല്ലെങ്കിൽ ഡീഫോർമേഷൻ വളരെ സ്മോൾ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട്? സ്ട്രെയിൻ. ഓക്കെ അല്ലേ? വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ക്ലിയർ? യെസ്. അതർവൈസ് നമുക്ക് പറയാം ഇഫ് ദ ഡീഫോർമേഷൻ ഇസ് സ്മോൾ then stress is proportional to strain. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുവാണ് സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ, എടാ ഞാൻ എഴുതുന്ന ഈ പെന്നിന്റെ കളർ നിങ്ങൾക്ക് വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്ക് പെന്നിന്റെ കളർ ഞാൻ മാറ്റിയേക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ which is equal to a constant value. And ആ constant value നെയാണ് നമ്മൾ പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അങ്ങനെ 3 ടൈപ്പ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പ്രത്യേകം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ? അപ്പൊ നമ്മൾ ഹുക്സ് ലോയും നമ്മൾ സ്റ്റേറ്റ് ചെയ്തു കേട്ടോ. ജസ്റ്റ് എഴുതി വെക്കാം. ഹുക്സ് ലോ എന്താണ്? സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ്, അല്ലെങ്കിൽ ഇഫ് ദ ഡിഫോർമേഷൻ ഇസ് സ്മോൾ വി ക്യാൻ സേ ദിസ്. ക്ലിയർ അല്ലടാ? ആൻഡ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് എന്തെന്ന് പറയുന്നത്, യെസ്, നമ്മുടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിൽ നമ്മളൊരു ഗ്രാഫ് വരച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും തരുന്നത്? ഇപ്പം ലെറ്റ്സ് സേ ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് വിചാരിക്കുക. സോ ഇതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും തരുന്നത്? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലേ? സോ അതെന്തായിരിക്കും? ദാറ്റ് ഇസ് സിംപ്ലി നമ്മുടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ അല്ലേ? ക്ലിയർ? യെസ്. അടുത്തതാണ് ഇവിടെ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തിലോട്ട് വന്നു. 1 മാർക്ക് മുതൽ 2 മാർക്ക് മുതൽ 3 മാർക്ക് വരെ നമുക്ക് ചോദിക്കാം. മേ ബി നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ട് ചോദിക്കാം ഈ പോയിന്റ് എന്താണ്, ഈ പോയിന്റ് എന്താണെന്നുള്ളത് ചോദിക്കാം. ക്ലിയർ? സോ ഇവിടെ നമ്മൾ പറയാൻ പോവാണ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്ട്രെസ്സും സ്ട്രെയിനും കൂടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഗ്രാഫ് വരച്ചു. ഇനി നമുക്കറിയാം ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പോയിന്റിലുള്ള എന്താ പറയാ, ആ ഓരോ കർവിലുള്ള എന്താ പറയാ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ നമുക്ക് കാണാനായിട്ട് പറ്റും. ക്ലിയർ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒ എ എന്ന് പറയുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ അല്ലെ? സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. ആൻഡ് അതിന്റെ സ്ലോപ്പ് എന്ത് തരും? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി തരും. ക്ലിയർ അല്ലടാ? ആൻഡ് സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്? ഹുക്സ് ലോ ഒബേ ചെയ്യും അല്ലെ? ഹുക്സ് ലോ ഒബേ ചെയ്യും. ആൻഡ് ഓൾസോ നമുക്ക് പറയാൻ പറ്റും എന്താണ്? അവിടെ ഇലാസ്റ്റിക് ബിഹേവിയർ ആണ് കാണിക്കുന്നത് അല്ലെ? ഇലാസ്റ്റിക് ബിഹേവിയർ ആണ് കാണിക്കുന്നത്. ക്ലിയർ അല്ലെങ്കിൽ അത് പറയണം കേട്ടോടാ. അതുപോലെ വരുന്നവർ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ആയിട്ട് ചോദിക്കുക, എങ്കിലല്ലേ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. ഇനി എ എന്ന് പറയുന്ന പോയിന്റിന് ഞാൻ പറയുവാണ്, ഈ എ എന്ന് പറയുന്ന പോയിന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, അതായത് സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണൽ അല്ല അല്ലേ? അത് കണ്ടാൽ നമുക്കറിയാം എ ടു ബി നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ സ്ട്രെസ്സും സ്ട്രെയിനും എന്തല്ല? പ്രൊപ്പോർഷണൽ അല്ല. സോ ദാറ്റ് മീൻസ് എ എന്ന് പറയുന്നത് നമുക്ക് എന്ത് വിളിക്കാം? പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയാം. ഓക്കെ, പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയാം. ഇനി ഞാൻ എ ടു ബിയിലോട്ട് വന്നു കേട്ടോ. എ ടു ബിയിലോട്ട് വരുമ്പോൾ സ്ട്രെസ് ഇസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഹുക്സ് ലോ അവിടെ ഒബേ ചെയ്യുന്നില്ല. ആൻഡ് ബി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യത്തില്ല? ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കത്തില്ല. ഓക്കെ, ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കത്തില്ല. ദാറ്റ് മീൻസ് അതിനെ നമുക്ക് എന്ത് പറയാം? ഒന്നുകിൽ നമുക്ക് വിളിക്കാം yീൽഡ് പോയിന്റ്, അതർവൈസ് നമ്മൾ വിളിക്കും ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് വിളിക്കും. ക്ലിയർ അല്ലടാ? ഇതൊക്കെ ആയിരിക്കും നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് കേട്ടോ. yീൽഡ് പോയിന്റ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദിസ് പോയിന്റ് ബി. ക്ലിയർ? യെസ്. ഇനി അടുത്തത് നമ്മൾ ഈ ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നതെന്ന് അറിയാവോ? അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഒരു റിജിഡ് സപ്പോർട്ട്, അവിടെ നമ്മളൊരു സ്ട്രിങ് കണക്ട് ചെയ്തു, അവിടെ നമ്മളൊരു മാസ് അല്ലെങ്കിൽ ഒരു വെയിറ്റ് നമ്മൾ കൊടുത്തു, ഒരു ലോഡ് നമ്മൾ കൊടുത്തു. ഓക്കെ, ആ ലോഡ് mg ആണെന്ന് വിചാരിക്കുക. എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആ സ്ട്രിങ്ങിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ടെൻഷൻ. അതായത് ഇതിന് ഈക്വൽ ആയിട്ടുള്ള ടെൻഷൻ എക്സ്പീരിയൻസ് ചെയ്യും. സോ വൺസ് ഈ ടെൻഷൻ എന്ന് പറയുന്നത് ഇതിന് അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഇലാസ്റ്റിക് ലിമിറ്റിനെക്കാട്ടിലും ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും അല്ലെ? അതൊക്കെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, യെസ്. മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് ചോദിക്കാട്ടോടാ. മനസ്സിലാവുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കുക, കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടല്ലോ. ഓക്കെ, സോ yീൽഡ് പോയിന്റ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ഇവിടെ എന്താണ്? യെസ്, നമ്മുടെ mg താഴത്തോട് ആക്ട് ചെയ്യുന്നു, ടെൻഷൻ മുകളിലോട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ? അപ്പം ഇവിടെ ഏതെങ്കിലും പോയിന്റിൽ, അതായത് ഇവിടെ നമ്മളിങ്ങനെ ലോഡ് ഇട്ടുകൊണ്ടേ ഇരിക്കുവാണ്, ലോഡ് ഇട്ടുകൊണ്ടിരുന്നു. അപ്പം അവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സും സ്ട്രെയിനും നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ബി എന്ന് പറയുന്ന പോയിന്റ് വരെ എത്തി. അതിനുശേഷം എന്താണ്? യെസ്, ഇത് തിരിച്ച് ഇതിന്റെ ഒറിജിനൽ ഡയമെൻഷനിലോട്ട് പോകുന്നില്ല. ഓക്കെ അല്ലേ? സോ അറ്റ് പോയിന്റ് സിയിൽ എന്താ കാണിക്കുന്നത്? ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് കാണിക്കുന്നുണ്ട് അല്ലേ? അതായത് ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ ഈ ലോഡ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇവിടെയുള്ള ഡീഫോമിംഗ് ഫോഴ്സ് ആണ് ലോഡ് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു ലോഡ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് സംഭവിക്കുക? യെസ്, ഇതൊരിക്കലും തിരിച്ചു, അതായത് ആ സ്ട്രിങ്ങില് ഒരിക്കലും അത് തിരിച്ചു അതിന്റെ ഒറിജിനൽ ഡയമെൻഷനിലോട്ട് വരത്തില്ല. അവിടെ ഒരു പെർമനന്റ് സെറ്റ് സംഭവിക്കും. ഓക്കെ അല്ലേ? പെർമനന്റ് സെറ്റ് സംഭവിക്കും. ക്ലിയർ?
യെസ്. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് C2D. ഓക്കെ, C2D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് സ്ട്രെസ്സിന് ചെറിയ സ്ട്രെസ്സാണ് ഉണ്ടാവുന്നത് അല്ലെ, ചെറിയ സ്ട്രെസ് ആണ്, പക്ഷെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സ്ട്രെയിന്റെ വാല്യൂ ഉണ്ടല്ലോ അത് ഭയങ്കര വലുതാണ്. ഓക്കെ, അതായത് ചെറിയ സ്ട്രെസ്സിന് വലിയ സ്ട്രെയിൻ ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ് പ്ലാസ്റ്റിക് ബിഹേവിയർ ആണ് കാണിക്കുന്നത്. ആൻഡ് ഡി എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അതായത് മാക്സിമം വാല്യൂ ഓഫ്, അതായത് ആ ഒരു മെറ്റീരിയലിന്, ഈ ഒരു സ്ട്രിങ്ങിന്റെ മെറ്റീരിയലിന്റെ മാക്സിമം വാല്യൂ, മാക്സിമം സ്ട്രെസ്സിന്റെ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത് ഈ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ആൻഡ് ആ പോയിന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, യെസ്, സ്ട്രെസ്സിന്റെ വാല്യൂ താഴത്തോട്ട് വരും. ക്ലിയർ? യെസ്. അപ്പൊ നമ്മുടെ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് പറഞ്ഞു. ആൻഡ് D to E എന്ന് പറയുന്ന പോയിന്റ്, E എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടെങ്കിൽ പൊട്ടുന്നു. അതായത് ഇവിടെ നമ്മൾ ലോഡ് ഇട്ട് കൊടുത്തതിന്റെ ഭാഗമായിട്ട് സ്ട്രെസ് കൂടി എന്താണ് വരുന്നത്, യെസ്, നമ്മുടെ ഈ ഒരു സംഭവം പൊട്ടിപ്പോകുന്നു. അതായത് ഇതിന് താങ്ങാൻ പറ്റുന്നില്ല, ഇതിന് ബിയോണ്ട് ഇതിന്റെ ഇലാസ്റ്റിക് ലിമിറ്റിലോട്ട് വന്നിട്ട് പിന്നെയും നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതെന്തെയും പൊട്ടിപ്പോകും. ഇനി ഈ ഡിയും ഇയുടെയും പൊസിഷൻ വെച്ചിട്ട് നമുക്ക് ഇത് ഡക്ടൈൽ ആണോ അല്ലെങ്കിൽ ബ്രിട്ടിൽ ആണോ എന്ന് പറയാൻ പറ്റും. അതെങ്ങനെയാ പറയാൻ പറ്റുന്നത്? ഡക്ടൈൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വലിച്ചു നീട്ടാൻ പറ്റുന്നതിനാണ് അല്ലെ, അതായത് പെട്ടെന്ന് അത് പൊട്ടാൻ പാടില്ല. അപ്പം ഈ ഫ്രാക്ചർ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഡിയിൽ നിന്ന് ഒരുപാട് അകലെയായിരിക്കണം. ഓക്കെ അല്ലേ? അങ്ങനെയുള്ള മെറ്റീരിയൽസിനാണ് നമ്മൾ പറയുന്നത് ഡക്ടൈൽ ആണെന്ന് പറയുന്നത്. ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോ അല്ലെ, അതായത് ഇപ്പം ഡിന്റെ തൊട്ടടുത്തായിരിക്കും എന്ത് ഈ വരുന്നത്, ഫോർ ബ്രിട്ടിൽ മെറ്റീരിയൽ. ഓക്കെ, യെസ്. അപ്പോൾ അതാണ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ആൻഡ് അതിന്റെ സ്ലോപ്പിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. ഇവിടെയുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ കവർ ചെയ്തു. ആൻഡ് ഇത് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരും കേട്ടോ. ആൻഡ് ദിസ് ഇസ് ഇലാസ്റ്റോമേഴ്സിന്റെ എന്താ പറയാ ഗ്രാഫ് ആണ്, സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ് വരുന്നത്. അത് ഒരു പാരാബോളിക് ഷേപ്പ് ആയിരിക്കും വരുന്നത് കേട്ടോ. ഇൻ ദിസ് ഗ്രാഫ് ഓൾ ദ ഇലാസ്റ്റിക് റീജിയൻ ഇസ് വെരി ലാർജ്, ദ മെറ്റീരിയൽ ഡസ് നോട്ട് ഒബേ ഹുക്സ് ലോ ഓവർ മോസ്റ്റ് ഓഫ് ദ റീജിയൻ. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. യെസ്, ക്വസ്റ്റ്യൻസിലോട്ട് വന്നു കേട്ടോ. എ ടിപ്പിക്കൽ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഓഫ് മെറ്റാലിക്കൽ വയർ ഇസ് ഷോൺ ബിലോ. ഓക്കെ, ഒരു വയറിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് കേരള ബോർഡ്സ് 2018 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. റൈറ്റ് ദ നെയിം ഓഫ് ദ പോയിന്റ് ബി ലേബിൾഡ് ഇൻ ദ ഗ്രാഫ്. ഓക്കെ, അതായത് ബി എന്ന് പറഞ്ഞിട്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള പോയിന്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് നമ്മളിപ്പോ പഠിച്ചല്ലേ ഉള്ളൂ, യെസ്, ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു yielded പോയിന്റ് എന്ന് പറയുന്നത്. അത് എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്, ബിയോണ്ട് ദിസ് പോയിന്റ് എന്തല്ല, അവിടെ ഇലാസ്റ്റിക് ബിഹേവിയർ അല്ല കാണിക്കുന്നത്. ലൈക്ക് ചെയ്യാൻ മറക്കരുതിട്ടോടാ, ലൈക്ക് ചെയ്യാൻ മറക്കരുതിട്ടോ, കാരണം പിന്നീട് എപ്പോഴെങ്കിലാണെങ്കിൽ, കാരണം നിങ്ങൾക്കറിയാം ഇത്രയും നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ എല്ലാം നിങ്ങളെ കൊണ്ട് ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നിങ്ങൾ മേ ബി ഇൻ ബിറ്റ്വീൻ ആയിരിക്കാം വരുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തിടുവാണെങ്കിൽ എക്സാം ടൈമിൽ നിങ്ങൾ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഫോർ ദ മെറ്റീരിയൽസ് ലൈക്ക് കോപ്പർ ദ പോയിന്റ്സ് ഡി ആൻഡ് ഇ ആർ ക്ലോസ് ഓർ ഫാർ അപ്പാർട്ട്. അതാണ് നമ്മൾ പറഞ്ഞ ഡക്ടൈൽ അല്ലെ. ഈ പറയുന്ന കോപ്പർ ഒക്കെ എന്താണ്, ഡക്ടൈൽ ആണ് അല്ലെ, നമുക്ക് വലിച്ചു നീട്ടാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് എന്താ പറയാ കോപ്പർ എന്നൊക്കെ പറയുന്നത്. സോ തീർച്ചയായിട്ടും ഈ ഡിയും ഇയും എന്തായിരിക്കും, ഡക്ടൈൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് പെട്ടെന്ന് പൊട്ടാൻ പാടില്ല. ഇ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രാക്ചർ പോയിന്റ് ആണ് അല്ലെ. അപ്പൊ ആ ഫ്രാക്ചർ പോയിന്റ് മാക്സിമം അകലെയാണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് വലിച്ചു നീട്ടാനായിട്ട് പറ്റത്തുള്ളൂ. സോ ദിസ് വിൽ ബി ഫാർ അപ്പാർട്ട്. ക്ലിയർ ആണോ? മനസ്സിലായെങ്കിൽ ഒന്ന് ജസ്റ്റ് പറഞ്ഞാൽ മനസ്സിലായി എന്നൊന്ന് പറഞ്ഞേടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിന്റെ ആൻസർ ആണ് ഡിറൈവ് ടേംസ് ടെൻസൈൽ സ്ട്രെസ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, യെസ്, നമ്മളൊരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തു, അപ്പൊ അതിന്റെ ഡയമെൻഷൻ മാറി, തിരിച്ച് അതിന്റെ ഒറിജിനൽ ഷേപ്പ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒറിജിനൽ ഡയമെൻഷൻ ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ ഒരു ബോഡിന്റെ ഉള്ളിൽ വരുന്ന അല്ലെങ്കിൽ എക്സാക്ട്ലി ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ഡീഫോമിംഗ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡെവലപ്പ് ആകുന്ന ഫോഴ്സ് ആണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ. അതായത് നമ്മൾ പറഞ്ഞു നമ്മൾ ലെങ്ത് വൈസ് ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുമ്പം, ഓക്കെ, ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ലെങ്ത്തിൽ എന്ത് വരും, യെസ്, ഒരു ഇൻക്രീസ് വരും അല്ലെ. അതായത് എല്ലായിരുന്നു ലെങ്ത് എങ്കിൽ ഇപ്പം അതെന്താണ്, എൽ പ്ലസ് ഡെൽറ്റ എൽ ആണ്. ക്ലിയർ അല്ലടാ? സോ എൽ പ്ലസ് ഡെൽറ്റ എൽ ആയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷനെയാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ക്ലിയർ? യെസ്. For small deformations, the stress strain are proportional to each other. The statement is. എടാ ഇത്രയും ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി ഒരൊറ്റ ലോയും നമ്മളെ ബാധിക്കത്തില്ല. ഒന്ന് പറഞ്ഞു ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ, വേഗം പറ. എല്ലാവർക്കും അറിയാം, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇതിന്റെ ആൻസർ അറിയാം. സിമ്പിൾ ആയിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഇതാണ് മിസ് ഈ ഒരു ലോയാണ് ഇതിനെ കുറിച്ച് പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? ഓക്കെ, യെസ്.
So the answer is Hooke's law. അല്ലെ, സ്ട്രെസ്സിനെയും സ്ട്രെയിനിനെയും കുറിച്ച് പറയുന്ന ലോ ആണ് ഹുക്സ് ലോ എന്ന് പറയുന്നത് കേട്ടോ. Next one is for small deformations, the stress strain are okay, same question, answer Hooke's law എന്ന് എഴുതിയിരിക്കുന്നതാണ്. State Hooke's law, again elastic limit അല്ലെങ്കിൽ ചെറിയ deformation എന്നുള്ളത് നമ്മൾ ആദ്യം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. And along with that നമ്മൾ എന്തും കൂടെ പറയണം, യെസ് ആ സമയത്ത് അതായത് ഇലാസ്റ്റിക് ലിമിറ്റില് സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. ഓക്കെ, മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും, സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്താണ്, which is equal to a constant value that is modulus of elasticity. And draw a typical stress strain curve for a metal and mark the proportional limit. എടാ ഇത്രയും നമ്മൾ പറഞ്ഞല്ലോ, ഇത്രയും നേരം നമ്മൾ ആ ഗ്രാഫിനെ കുറിച്ച് പറഞ്ഞല്ലേ, സോ നിങ്ങൾക്ക് അതിൽ സംശയം ഉണ്ടാവില്ലല്ലോ. സംശയം ഉണ്ടോ? വളരെ ഈസി ആയിട്ട് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നല്ലേ. ഓക്കെ, യെസ്. എടാ നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ജസ്റ്റ് റെസ്പോണ്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എനിക്കും കുറച്ചുകൂടെ എനർജിയിൽ ക്ലാസ് എടുക്കാൻ പറ്റും. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഈ റേഡിയോ പറയുന്ന പോലെ ആയി പോവില്ലേ. നിങ്ങളിൽ നിന്ന് ഞാൻ നല്ല റെസ്പോൺസ് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നമ്മൾ എക്സാം പഠിക്കാൻ, ക്രിസ്മസ് എക്സാം ആയടാ, നമ്മൾ ഫുൾ പവറിൽ നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ അല്ലടാ. സോ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ്, യെസ് ഒരു പോയിന്റ് വരെ എന്താണ്, അത് പ്രൊപ്പോർഷൻ ആണ്, സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ, ഹുക്സ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആ സ്ഥലത്ത് എന്തില്ല, സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണൽ അല്ല, അല്ലെ, സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണൽ അല്ല, പക്ഷെ അവിടെ ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നത് എന്താണ്, മാക്സിമം സ്ട്രെസ്സിന്റെ വാല്യൂ ആണ്. മാക്സിമം സ്ട്രെസ്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, യെസ് ആ പോയിന്റ് ആണ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ബിറ്റ്വീൻ സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. സി എന്ന് പറയുന്ന പോയിന്റ് എന്താ ഉദ്ദേശിക്കുന്നത്, യെസ് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല, ഇത് ഒരിക്കലും ഇതിന്റെ ഒറിജിനൽ ഡയമെൻഷനിലോട്ട് എത്തത്തില്ല. ക്ലിയർ അല്ലടാ, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആൻഡ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രാക്ചർ പോയിന്റ് ആണ്. സോ ഇതിൽ എല്ലാ പോയിന്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, ആ റീജിയൻസ് ഒക്കെ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം കേട്ടോ. ഇനി അടുത്താണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു 3 ടൈപ്പ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, യെസ് നമുക്കറിയാം ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്, അല്ലെ, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സോ ഇവിടെ യങ്സ് മോഡുലസ് ആണ് വരുന്നതെങ്കിൽ, ഓക്കെ യങ്സ് മോഡുലസ് ആണ് വരുന്നതെങ്കിൽ ടെൻസൈൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ ആണ്. ദാറ്റ് മീൻസ് നമുക്കറിയാം ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ, എഫ് ബൈ എ, ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡെൽറ്റ എൽ ബൈ എൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഫ് എൽ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ എൽ അല്ലേ ഈ പറയുന്ന സംഭവം, അല്ലെ, എഫ് ബൈ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ. ഓക്കെ, അപ്പം ഈ എല്ലും മേളിക്ക് വന്നു ആൻഡ് ഡെൽറ്റ എല്ലും എയും കൂടെ അവിടെ ഇരുന്നു. ക്ലിയർ, സെറ്റ്, യെസ്. അടുത്തത് ഷിയർ മോഡുലസ്. ഷിയർ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താടാ, യെസ് നമ്മൾ പറഞ്ഞു ടാൻജൻഷ്യൽ ഡയറക്ഷനിൽ വരുന്നതാണ്. അപ്പം ടാൻജൻഷ്യൽ സ്ട്രെസ് ദാറ്റ് ഇസ് അഗൈൻ എഫ് ബൈ എ. ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ബൈ എൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജി എന്നോ ഈറ്റ എന്നോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഷിയർ മോഡുലസിനെ നമ്മൾ ഈറ്റ എന്നും റെപ്രസെന്റ് ചെയ്യും, ജി എന്നും റെപ്രസെന്റ് ചെയ്യും. സോ അങ്ങനെയാണെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത് എഫ് ബൈ എ divided by delta x by L. So this will be F into L divided by A delta x വരും. So നമ്മൾ ഇവിടെ L by delta x, delta x by L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീറ്റയാണ്. So this will be F by A theta. അല്ലേ, ഇവിടെ ഡെൽറ്റ എക്സ് ബൈ എൽ എന്ന് പറയുന്നത് തീറ്റയാണ്. സോ 1 by theta will be equal to L by delta x. ക്ലിയർ ആണോ? എടാ നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ എനിക്കൊരു അവസ്ഥ മനസ്സിലാവുന്നില്ല, എന്താണ് സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടോ ഇല്ലയോ, എന്താണ് നിങ്ങളുടെ ഒരു സ്റ്റാൻഡ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയേ. ഓക്കെ, യെസ്. സോ അടുത്തതാണ് നമ്മൾ പറയുന്നത് ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ഫ്ലൂയിഡ്സ് ആണ്, അല്ലെങ്കിൽ വോളിയം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇവിടെ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ബൾക്ക് മോഡുലസ് ഓക്കെ ബി എന്നാണ് കേട്ടോ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു വോളിയമെട്രിക് സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയം സ്ട്രെയിൻ. വോളിയമെട്രിക് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദാറ്റ് ഇസ് എഫ് ബൈ എ, അല്ലെ, എഫ് ബൈ എ. ഇനി വോളിയമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഡെൽറ്റ വി ബൈ വി ആണ്. സോ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണമായിരുന്നു, ഇവിടെ മൈനസ് നമ്മൾ ആഡ് ചെയ്യും, അതായത് മൈനസ് ഡെൽറ്റ വി ബൈ വി എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. എന്തുകൊണ്ടാണ്, അതായത് ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ വോളിയം ചെറുതാവുക ചെയ്യുന്നത്, ഓക്കെ അല്ലെ, വോളിയം റെഡ്യൂസ് ആവുക ചെയ്യുന്നത്. അതുകൊണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു മൈനസ് സൈൻ അവിടെ ഇടും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോട്ടെ, ബൾക്ക് മോഡുലസ് വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ബൈ എ ഡിവൈഡഡ് ബൈ മൈനസ് ഡെൽറ്റ വി ബൈ വി. സോ ദിസ് വിൽ ബി മൈനസ് എഫ് വി ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ വി എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി നമുക്കറിയാം എഫ് ബൈ എ എന്ന് പറയുന്നത് എനിക്ക് വേണമെങ്കിൽ പ്രഷർ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റും. അത് എപ്പോഴാണ് എനിക്ക് പ്രഷർ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാൻ പറ്റുക, വെൻ ദിസ് ഫോഴ്സ് ഈസ് ത്രസ്റ്റ് ഫോഴ്സ് ആണെങ്കിൽ. ഓക്കെ, ത്രസ്റ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതായത് ഇപ്പൊ നമ്മൾ ഈ പ്രഷർ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത്തരം ഫോഴ്സിന് നമ്മൾ എന്ത് പറയും, ത്രസ്റ്റ് ഫോഴ്സ് എന്ന് പറയും.
ഓക്കെ, സോ ആ ത്രസ്റ്റ് ഫോഴ്സ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നതെങ്കിൽ, എപ്പോഴും നമ്മൾ പറയാൻ പറ്റത്തില്ല റീസ്റ്റോറിംഗ് ഫോഴ്സ് ത്രസ്റ്റ് ഫോഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ത്രസ്റ്റ് ഫോഴ്സ് ആണെങ്കിൽ ഫ്ലൂയിഡ്സിന്റെ കേസിൽ എന്താണ്, അല്ലെങ്കിൽ ലിക്വിഡ്സ് എന്തായിരിക്കും, എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാത്രമേ ഫോഴ്സ് അപ്ലൈ ചെയ്യത്തുള്ളൂ അല്ലെ. സർഫസിന്, അതായത് ലിക്വിഡിന്റെ ഉള്ളിൽ നമ്മളൊരു എയർ ബബിളോ സംതിങ് ഉണ്ടെങ്കിൽ അത് എക്സാക്ട്ലി സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാത്രമേ ആക്ട് ചെയ്യത്തുള്ളൂ. സോ ഡെഫിനറ്റ്ലി അവിടെ എന്ത് സംഭവിക്കും, യെസ് അവിടെ അത് ത്രസ്റ്റ് ഫോഴ്സ് ആണ്. സോ എനിക്ക് എഫ് ബൈ എ എന്നുള്ളത് ഞാൻ എന്ത് എഴുതും, മൈനസ് പി വി ഇൻറ്റു എ ഡെൽറ്റ വി എന്ന് വരും. ക്ലിയർ? യെസ്. അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ദ ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എൻ ഇലോങ്ങേഷൻ ഓഫ് 0.1 centimeter in a steel wire of radius 1 millimeter and length 2 meter. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം നോക്കാം, ഇലോങ്ങേഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, അല്ല കാൽക്കുലേറ്റ് ഫോഴ്സ് ആണ്, എഫ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇലോങ്ങേഷൻ ഡെൽറ്റ എൽ തന്നിട്ടുണ്ട്, ദാറ്റ് 0.1 centimeter. ഓക്കെ അല്ലെ. ഇനി റേഡിയസ് തന്നിട്ടുണ്ട്, സ്റ്റീൽ വയറിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് 1 millimeter. ഇനി ലെങ്ത്, ഒറിജിനൽ ലെങ്ത് തന്നിട്ടുണ്ട് 2 meter. ആൻഡ് യങ്സ് മോഡുലസിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 20 into 10 to the power 10 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാലോ യങ്സ് മോഡുലസിന്റെ വാല്യൂ എന്താണ്, ദാറ്റ് ഈസ് എഫ് ഇൻറ്റു ഒറിജിനൽ ലെങ്ത് ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ എൽ അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എഫ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്യുവാണ്, എല്ലാത്തിനും ഇപ്പുറത്തേക്ക് കൊണ്ടിട്ട് എഫിനെ മാത്രം ഇവിടെ നിർത്തുവാണ് കേട്ടോ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എഫ് ഇൻറ്റു എ ഇൻറ്റു ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. വൈന്റെ വാല്യൂ നമുക്കറിയാം അല്ലെ. ഇനി എന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, ഇവിടെ 6 തന്നിട്ടുണ്ട്, ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് സ്റ്റീൽ ആണ്. സോ ഇവിടെ നമുക്ക് എങ്ങനെ എടുക്കാം, എ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എന്ന് എടുക്കാം. അങ്ങനെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. സോ നമ്മൾ ഇവിടെ ഏരിയയും കണ്ടുപിടിച്ചു. ഇനി ഡെൽറ്റ എല്ലിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഒറിജിനൽ ലെങ്ത്തിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കിട്ടി. ക്ലിയർ? Next one, the stress strain graph of two materials A and B are shown below. Okay, ഇവിടെ നമുക്ക് രണ്ട് ഗ്രാഫ് തന്നിട്ടുണ്ട്, രണ്ട് മെറ്റീരിയൽ ആണ് എയും ബിയും. ഇതിലാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, സ്റ്റേറ്റ് ദ ലോ വിച്ച് റിലേറ്റ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ഒന്ന് പറഞ്ഞേ അതിന്റെ ആൻസർ. ഓക്കെ, ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ സംസാരിച്ചുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ, നിങ്ങൾക്ക് തന്നെ കുറച്ചും കൂടെ ഗുണം ഉണ്ടാവത്തേ ഉള്ളൂ. സോ ഇഫ് യു വാണ്ട് യു ക്യാൻ ടോക്ക്. നിങ്ങൾക്ക് അത് മീൻസ് ഒരു പ്രാവശ്യം നിങ്ങൾ അത് ഫീഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ബ്രെയിനിൽ നിങ്ങൾ ഒന്നും കൂടെ രജിസ്റ്റർ ചെയ്യുക ചെയ്യുന്നത്. സോ ഇഫ് പോസിബിൾ നിങ്ങൾക്ക് ആൻസർ പറയാം കേട്ടോ. സ്റ്റേറ്റ് ദ ലോ വിച്ച് റിലേറ്റ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ഹുക്സ് ലോ. ഓക്കെ, ഹുക്സ് ലോ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് ഹാസ് ദ ഗ്രേറ്റർ യങ്സ് മോഡുലസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഓഫ് ദ മെറ്റീരിയൽ ഹാസ് ദ ഗ്രേറ്റർ യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ അനുസരിച്ചിട്ട് എഫ് ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ എൽ അല്ലേടാ. സോ ഇവിടെ നമുക്കറിയാം ഈ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ അല്ലേ. അല്ലെ, സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ് യങ്സ് മോഡുലസ്. സോ സ്ലോപ്പ് കൂടുതൽ ഏതിനാണോ അല്ലെ, അതിനായിരിക്കും എന്ത് വരുന്നത്, യങ്സ് മോഡുലസിന്റെ വാല്യൂ കൂടുതൽ വരുന്നത് അല്ലെ. സ്ലോപ്പ് ആണ് യങ്സ് മോഡുലസ്. അപ്പൊ സ്ലോപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, യങ്സ് മോഡുലസ് കൂടുതലായിരിക്കും. ക്ലിയർ അല്ലേ. ആൻഡ് വിച്ച് ഓഫ് ദീസ് മെറ്റീരിയൽ ഇസ് മോർ ഡക്ടൈൽ. മോർ ഡക്ടൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്, യെസ് നമ്മുടെ അൾട്ടിമേറ്റ് സ്ട്രെസ്സിന്റെ മാക്സിമം സ്ട്രെസ്സിന്റെ വാല്യൂം ഫ്രാക്ചർ പോയിന്റും തമ്മിൽ ഒരുപാട് അകലം വേണം. ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാണ് മാക്സിമം വാല്യൂ, ഇതാണ് നമ്മുടെ ഫ്രാക്ചർ പോയിന്റ്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ദിസ് ഇസ് ഫാർ അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ബി ആണ് ഇവിടെ ഡക്ടൈൽ ആയിട്ടുള്ളത്. സംശയമുള്ളത് ചോദിച്ചു പോവാട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ലൈവ് സെഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ നമുക്ക് പ്രിമിയർ ചെയ്താൽ പോരെ. ലൈവ് സെഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സോ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു പറയാം. ആൻഡ് ഇത്രയും നമ്മൾ പറഞ്ഞതിന്റെ ഒരു സമ്മറി ആണ്, ഒരു ബ്രീഫിംഗ് ആണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ടെൻസൈൽ ഓർ കംപ്രസീവ് സ്ട്രെസ്. ഓക്കെ അല്ലേ. ദാറ്റ് മീൻസ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് പെർപെൻഡിക്കുലർ ടു ഓപ്പോസിറ്റ് ഫേസസ്. ആൻഡ് ഇവിടെ സ്ട്രെയിൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു സംഭവം നിങ്ങൾ എക്സാമിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവാം. കാരണം ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, യെസ്. ആൻഡ് റൈറ്റ് SI യൂണിറ്റ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്. ഓക്കെ, എന്താണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ യങ്സ് മോഡുലസ് ഞാൻ എടുത്തു. ഓക്കെ അല്ലേ. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് എന്താ പറയുക, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് അല്ലെ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സോ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. ആൻഡ് സ്ട്രെയിനിന് പ്രത്യേകിച്ച് യൂണിറ്റ് ഒന്നുമില്ല. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ആൻഡ് ഏരിയന്റെ യൂണിറ്റ് വരുന്നത് മീറ്റർ സ്ക്വയർ ആണ്. സോ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും, പാസ്കൽ എന്ന് പറയും. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് പാസ്കൽ. ഇനി a steel wire of diameter 4 millimeter has a breaking stress of 4 into 10 to the power 5 Newton. Find the breaking stress for a similar wire of diameter 2 millimeter. ഓക്കെ അല്ലേ. സോ ഇവിടെ ബ്രേക്കിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ഓക്കെ ബ്രേക്കിംഗ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു ബ്രേക്കിംഗ് സ്ട്രെസ് ഇൻറ്റു ക്രോസ് സെക്ഷണൽ ഏരിയ. ഓക്കെ അല്ലടാ. സോ ഇവിടെ ബ്രേക്കിംഗ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ഫോഴ്സ് വിച്ച് ഇസ് ഈക്വൽ ടു ബ്രേക്കിംഗ് സ്ട്രെസ്. അതെ, ഒന്നുമില്ലടാ. അതായത് നമ്മളിപ്പോൾ പഠിച്ചല്ലോ, സ്ട്രെസ് വിച്ച് ഇസ് ഈക്വൽ ടു force divided by A.
ഓക്കെ, ഇതിൽ ഈ സംഭവത്തിനെയാണ് നമ്മൾ പറയുന്നത് എന്താണ് ബ്രേക്കിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ അല്ല, ബ്രേക്കിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ നമുക്കത് കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? ബ്രേക്കിംഗ് സ്ട്രെസ് ഇൻറ്റു എ ചെയ്താൽ പോരെ? ബ്രേക്കിംഗ് സ്ട്രെസ് ഇൻറ്റു എ. ഓക്കെ, സോ ഞാൻ അതിനെ എസ് എന്ന് റെപ്രസെന്റ് ചെയ്തു. ഇൻറ്റു എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഡയമീറ്റർ തന്നിട്ടുള്ളത് അല്ലെ, ഡയമീറ്റർ തന്നിട്ടുള്ളത്. അപ്പം എനിക്ക് എന്താ ചെയ്യേണ്ടത്? ഇത് ഈ പറയുന്ന വയർ ആണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? പൈ ആർ സ്ക്വയർ ആയിരിക്കും. എനിക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഡയമീറ്റർ. സോ ഞാൻ എന്ത് ചെയ്യണം? പൈ ഇൻറ്റു ഡി ബൈ ടു ദ ഹോൾ സ്ക്വയർ അല്ലെ. സോ ദിസ് വിൽ ബി ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? പൈ ഇൻറ്റു ഡി സ്ക്വയർ ബൈ 4 ആയിരിക്കും. ക്ലിയർ അല്ലടാ? സോ ബ്രേക്കിംഗ് സ്ട്രെസ് ഇൻറ്റു പൈ ഇൻറ്റു ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 വരും. ക്ലിയർ അല്ലടാ? യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇതേ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? എസിന്റെ വാല്യൂ നമുക്ക് അറിയാം ആൻഡ് ഇവിടെ നമുക്ക് വയറിന്റെ ഡയമീറ്റർ അറിയാം. ഓക്കെ, ഇനി നമ്മളിത് ചോദിച്ചിട്ടുള്ളതൊന്നുമല്ല. നമ്മളിത് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഫസ്റ്റത്തെ ബ്രേക്കിംഗ് സ്ട്രെസ് നമുക്ക് അറിയാം. സെക്കൻഡതിന്റെ ആണ്, അതായത് 2 മില്ലിമീറ്റർ ആക്കിയിട്ടുണ്ടെങ്കിൽ സിമിലർ വയർ, ഓക്കെ, സിമിലർ വയറിന്റെ ഡയമീറ്റർ 2 മില്ലിമീറ്റർ ആക്കിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ ഏരിയ കുറഞ്ഞു പോകും അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ബ്രേക്കിംഗ് സ്ട്രെസ് ആണ് അറിയേണ്ടത്. അങ്ങനെ വരുന്ന ക്വസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് ജസ്റ്റ് റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ അല്ലെ? റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. റേഷ്യോ കണ്ടുപിടിക്കാം. ക്ലിയർ? അതുപോലെ ലൈക്ക് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കേട്ടോ. സോ നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റത്തെ ബ്രേക്കിംഗ് സ്ട്രെസ്സും രണ്ടാമത്തേതിന്റെ ബ്രേക്കിംഗ് സ്ട്രെസ്സും തമ്മിൽ നമ്മളൊരു എന്താ പറയുക, ഒരു റേഷ്യോ എടുക്കുന്നു. ഫസ്റ്റത്തെ നമുക്കറിയാം എന്താണ്? യെസ്, അവിടെ ഉണ്ടായിട്ടുള്ള ബ്രേക്കിംഗ്, ഇത് ബ്രേക്കിംഗ് സ്ട്രെങ്ത് ആണ്. ഓക്കെ, അവിടെ ഉണ്ടായ ഫോഴ്സുകളാണ് നമ്മൾ എടുത്തത്. ബ്രേക്കിംഗ് സ്ട്രെസ് ദാറ്റ് ഇസ് S2 ഡിവൈഡഡ് ബൈ S1. ഇനി ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഏരിയ അല്ലെ, A2 ബൈ A1. ക്ലിയർ അല്ലടാ? യെസ്, ഇവിടെ എന്താ പറയാ, ഇവിടെ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ A2നും A1നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ റിസൾട്ട് ആയിട്ട് F2ന്റെ വാല്യൂ എന്ത് കിട്ടും? 2.3 into 10 to the power 5 ന്യൂട്ടൺ എന്ന് എഴുതാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഗർ ഷോസ് ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ എ മെറ്റീരിയൽ. വാട്ട് ഈസ് ദ യങ്സ് മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ? ഓക്കെ അല്ലേ? സിമ്പിൾ. അഗെയിൻ സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഓക്കെ, സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഇതിൽ എവിടെയും ഏതെങ്കിലും 2 പോയിന്റ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം? സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി യങ്സ് മോഡുലസ് ഓഫ് അലുമിനിയം നമുക്ക് തന്നിട്ടുണ്ട്. കോപ്പറിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. സെയിം സ്ട്രെയിൻ ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഓൺ an aluminum wire and a copper wire of equal cross section. Which wire requires more force? അപ്പൊ ഇവിടെ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അത് വരുന്നത്? F into L into A divided by delta L അല്ലേ. സോ ഇവിടെ നമുക്ക് 2 എണ്ണം ഉണ്ട്. അലുമിനിയത്തിന്റെ ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്? കോപ്പറിന്റെ ഉണ്ട്. സോ FL ഡിവൈഡഡ് ബൈ A ഡെൽറ്റ L. സോ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ, അതായത് ക്വസ്റ്റിനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിന്റെ യങ്സ് മോഡുലസും ഇതിന്റെ യങ്സ് മോഡുലസും, അതായത് രണ്ടിനും യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ സെയിം സ്ട്രെയിൻ തന്നിട്ടുണ്ട്. സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ്, ഡെൽറ്റ L ബൈ L ആണ്. സോ ഇവിടെ എന്താ? 1 ബൈ സ്ട്രെയിൻ, ഇവിടെയും 1 ബൈ സ്ട്രെയിൻ. ആ സ്ട്രെയിൻ സെയിം ആണ് തന്നിട്ടുണ്ട്. സോ ഈ ഒരു ഭാഗത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട, കാരണം ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് അതെന്താണ്? സെയിം ആണ് തന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ പറഞ്ഞിട്ടുണ്ട് ഈക്വൽ ക്രോസ് സെക്ഷൻ ഏരിയ. ദാറ്റ് മീൻസ് ഈ ഏരിയയും കൂടെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, അതിനും നമുക്ക് എന്താ പറയാം, ഈസി ആയിട്ട് നമുക്ക് ഇഗ്നോർ ചെയ്യാം. സോ പിന്നെ അവിടെ ആര് മാത്രമേ ഉള്ളൂ? ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അതായത് YAL എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയാണ്? ഫോഴ്സിനെ മാത്രമാണ് അല്ലെ. ആൻഡ് ദെൻ അഗെയിൻ കോപ്പർ ആണെന്നുണ്ടെങ്കിലോ അതും ഫോഴ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ നമുക്ക് പറയാം ഏറ്റവും കൂടുതൽ യങ്സ് മോഡുലസ് ആർക്കാണോ അവർക്കായിരിക്കും കൂടുതൽ ഫോഴ്സ്. സോ ഈ കേസിൽ നമുക്ക് എന്ത് പറയാം? യെസ്, കോപ്പറിനാണ് ഏറ്റവും കൂടുതൽ യങ്സ് മോഡുലസിന്റെ വാല്യൂ വരുന്നത്. സോ തീർച്ചയായിട്ടും നമ്മുടെ ആൻസർ എന്തായിരിക്കും? കോപ്പർ ആയിരിക്കും. ഓക്കെ, ദ ആൻസർ ഇസ് ഫോർ യങ്സ് മോഡുലസ് ഏറ്റവും കൂടുതൽ ആർക്കാണോ അവർക്കായിരിക്കും. സോ കോപ്പറിനെക്കാട്ടിലും കൂടുതൽ, സോറി അലുമിനിയത്തിനെക്കാട്ടിലും യങ്സ് മോഡുലസ് കൂടുതൽ ആർക്കാണ്? കോപ്പറിനാണ്. സോ ഫോഴ്സ് ഏറ്റവും കൂടുതൽ വേണ്ടത് കോപ്പറിനാണ്. Next question. A steel rod has a radius of 10 millimeter and a length of 1 meter. A 100 kilonewton force stretches it along its length. Okay. Calculate the elongation of the steel rod എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Okay. So again യങ്സ് മോഡുലസിലോട്ട് വരുന്നു. F into L into A into delta L ചെയ്യുന്നു. നമ്മുടെ ചോദിച്ചിട്ടുള്ളത് ഇലോങ്ങേഷൻ ആണ്. സോ ഡെൽറ്റ എല്ലിനെ മാത്രം നിർത്തിയിട്ടുണ്ടെങ്കിൽ FL ഡിവൈഡഡ് ബൈ AY ചെയ്യണം. സോ ഇതിൽ നോക്കിക്കേ, റോഡിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. സോ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ പൈ ആർ സ്ക്വയർ ചെയ്താൽ മതി. ആൻഡ് ലെങ്ത് തന്നിട്ടുണ്ട്. ലെങ്ത് എത്രയാണ്? യെസ്, ഒറിജിനൽ ലെങ്ത് 1 മീറ്റർ ആണ്. ആൻഡ് അപ്ലൈ ചെയ്തിട്ടുള്ള ഫോഴ്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 100 കിലോ ന്യൂട്ടൺ. ആൻഡ് സ്ട്രെച്ചസ്, ഇനി നമുക്ക് അറിയേണ്ട എന്തെങ്കിലും സംഭവം ഉണ്ടോ? എല്ലാം കിട്ടിയില്ലേ? F കിട്ടി. ആൻഡ് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ തന്നിട്ടുണ്ട്. സോ യങ്സ് മോഡുലസ് കിട്ടി. ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ഒറിജിനൽ ലെങ്ത് തന്നിട്ടുണ്ട്, ഫോഴ്സും തന്നിട്ടുണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഡെൽറ്റ L കണ്ടുപിടിക്കുന്നു.
A metal cube of size 10 centimeter is subjected to a shear stress 10 to the power 4 Newton per meter square. Calculate the rigidity modulus if the top of the cube is displaced by 0.05 centimeter with respect to its bottom. So, ഈ 0.05 എന്താ തരുന്നത് ഡെൽറ്റ എക്സ് അല്ലെ, അവിടെ ഉണ്ടായ ആ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഡിഫോർമേഷന്റെ ഭാഗമായിട്ട് അതിന് ടാൻജൻഷ്യലി ഉണ്ടായിട്ടുള്ള ചേഞ്ച് ആണ് ഡെൽറ്റ എക്സ്. ആൻഡ് മെറ്റൽ ക്യൂബിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ എൽ ദാറ്റ് ഇസ് എന്താ പറയുക 10 സെന്റിമീറ്റർ. നമുക്കറിയാം ക്യൂബ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ സൈഡും എൽ ആണ്. സോ ഒറിജിനൽ ലെങ്ത് നമുക്ക് എൽ എടുക്കാൻ പറ്റും. ആൻഡ് അവിടുത്തെ ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് F/A വാല്യൂ നമുക്ക് എക്സാക്ട്ലി തന്നിട്ടുണ്ട് 10 to the power 4. നമ്മുടെ ചോദിച്ചിട്ടുള്ള എന്താണ് റിജിഡിറ്റി മോഡുലസ്, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് നമ്മുടെ ഷിയർ മോഡുലസ് ആണ്. സോ G is equal to സ്ട്രെസ് ഡിവൈഡഡ് ബൈ എന്താണ്, യെസ് നമ്മുടെ സ്ട്രെയിൻ ആണ്. സോ ഇവിടെ നമ്മൾ സ്ട്രെയിൻ മാത്രം കണ്ടുപിടിച്ചാൽ മതി, കാരണം സ്ട്രെസിന്റെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ. ഇനി സ്ട്രെയിന്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഡെൽറ്റ എൽ ബൈ എൽ. സോ ഡെൽറ്റ എല്ലിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. സോ 0.05 ഡിവൈഡഡ് ബൈ 10 സെന്റിമീറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്ട്രെയിനും കിട്ടും. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ വി ആർ ഡൂയിങ് ദിസ് ക്വസ്റ്റ്യൻ. ആൻഡ് ഇത് കേരള ബോർഡ് 2017 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. And the stress required to double the length of a wire of Young's modulus y is, അതായത് ഇപ്പം ഇതിന്റെ സ്ട്രെസ് എന്ന് പറയുന്നത് S1 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സ്ട്രെസ് S1 ആണ്. ഓക്കെ, ആ സമയത്ത് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണെന്ന് വിചാരിക്കും. ഇനി എന്താ പറയുന്നത്, എനിക്ക് ഇതിന്റെ ലെങ്ത് 12 ആക്കണം. ഓക്കെ, 12 ആക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ യങ്സ് മോഡുലസ് എന്തായിരിക്കും, അതായത് y is equal to FL by A into delta L. ഇതെനിക്ക് അറിയാം. ഓക്കെ, ഇനി എനിക്ക് എന്താ വേണ്ടത്, യങ്സ് മോഡുലസ് വിച്ച് ഇസ് ഈക്വൽ ടു FL ഡിവൈഡഡ് ബൈ A into delta L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗൈൻ എന്തായിരിക്കും L. കാരണം എന്താണ്, ഇവിടെ ചേഞ്ച് ഇൻ ലെങ്ത് എത്രയാ, 12 മൈനസ് L അല്ലേ. ഇതിനെ ഡബിൾ ആക്കി, സോ ഇതിനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, L കിട്ടും. സോ എഫും എല്ലും പോയി, എനിക്ക് കിട്ടുന്ന എന്താണ്, യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് സ്ട്രെസ്സിന് ഈക്വലന്റ് ആണ്. ഓക്കെ അല്ലേ. സോ ദിസ് ഇസ് സ്ട്രെസ്. സോ സ്ട്രെസ് ഇസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ആയിരിക്കും. അതായത് നമുക്ക് എക്സാക്ട്ലി ഇതിന്റെ ഡബിൾ ലെങ്ത് കിട്ടണമെങ്കിൽ, ഓക്കെ ഇലോങ്ങേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡബിൾ ലെങ്ത് കിട്ടണമെങ്കിൽ എന്തായിരിക്കും ആൻസർ വരുന്നത്, ദാറ്റ് ഇസ് സ്ട്രെസ് എന്ന് പറയുന്നത് സോറി യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് സ്ട്രെസ്സിന് ഈക്വലന്റ് ആയിരിക്കും. Next one, a steel wire has a radius of 10 millimeter and a length of 1 meter. Okay, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എവിടെയെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ ജസ്റ്റ് ചോദിക്കുക കേട്ടോ. ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ലൈവ് സെഷൻ ചെയ്യുന്നതിന്റെ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാനും നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂസ് ചെയ്യുക. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും ഇഗ്നോർ ചെയ്യത്തില്ല. ആൻഡ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ മുതലാക്കുക. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ. ഓൾസോ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ക്ലാസ് നല്ലതാണ്, എക്സാമിന് വളരെ ഹെൽപ്ഫുൾ ആവും എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കാരണം നമ്മൾ അത്രയും നമ്പർ ഓഫ് PYQs ചെയ്യുന്നുണ്ട്. സോ വൺസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ PYQs പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. സോ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു എന്താ പറയുക, ഒരു ഓപ്പർച്യൂണിറ്റി അങ്ങ് യൂസ് ചെയ്യും. And a steel wire has a radius of 10 millimeter and a length of 1 meter. A 100 kilonewton force is stretched it along its length. Calculate the stress and elongation on the wire. Young's modulus of steel as 2 into 10 to the power 11 Newton per meter square. So ഇവിടെ തന്നിട്ടുള്ളത് ഫസ്റ്റ് റേഡിയസ് തന്നിട്ടുണ്ട് അല്ലേ, ആൻഡ് ലെങ്ത് ഒറിജിനൽ ലെങ്ത് തന്നിട്ടുണ്ട്, ഫോഴ്സും തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ, യങ്സ് മോഡുലസിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, സ്ട്രെസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. സ്ട്രെസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാം, F/A ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് സ്ട്രെസിന്റെ വാല്യൂ കിട്ടി. ക്ലിയർ അല്ലടാ, സ്ട്രെസിന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് അടുത്ത് എന്താ പറയേണ്ടത്, ഇലോങ്ങേഷൻ അല്ലേ. അപ്പം y is equal to F into L into A into delta L അല്ലടാ. അപ്പം ഇലോങ്ങേഷൻ അറിയണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി, FL ഡിവൈഡഡ് ബൈ A into Y ചെയ്താൽ മതി അല്ലേ. ഇവിടെ എനിക്ക് ഇതിന്റെ എല്ലാ വാല്യൂസ് ഇല്ലേ, എഫിന്റെ വാല്യൂ എനിക്കറിയാം, ഒറിജിനൽ ലെങ്ത് എനിക്കറിയാം, ഏരിയ എനിക്ക് കണ്ടുപിടിക്കാനുള്ള എല്ലാ ഡാറ്റ തന്നിട്ടുണ്ട്, യങ്സ് മോഡുലസിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. സോ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഇലോങ്ങേഷൻ കിട്ടി. ഓക്കെ അല്ലേ, യെസ്. ഇനി എന്താ നമുക്ക് അറിയാനുള്ളത്, സിമ്പിൾ അല്ലേ, ഇത്രയല്ലേ ഉള്ളൂ. നമ്മുടെ അത്രയല്ലേ ചോദിച്ചുള്ളൂ, സ്ട്രെസ് ആൻഡ് ഇലോങ്ങേഷൻ അല്ലേ ചോദിച്ചിട്ടുള്ളൂ. സോ ഇലോങ്ങേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഈ ഒരു സ്ട്രെസ് കണ്ടുപിടിക്കാനായിട്ട് F/A ചെയ്യുക. ആൻഡ് ദെൻ ഡെൽറ്റ എൽ അതായത് ഇലോങ്ങേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് സോൾവ് ചെയ്യുക. ആൻഡ് എഫിന്റെ വാല്യൂ നമുക്ക് ഇവിടെ 100 kilonewton. യെസ്, ബിസി യൂസർ, ഹായ്. ഓക്കേടാ, ഓക്കെ. ജസ്റ്റ് റെസ്പോണ്ട് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ക്ലിയർ ആയോ ഇല്ലയോ എന്നുള്ളത്. അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് പറയണമെങ്കിൽ ഞാൻ റെഡിയാണ് പറയാനായിട്ട്. പക്ഷെ നിങ്ങൾ റെസ്പോൺസ് ഇല്ലാണ്ടിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് എടുക്കുന്നതിന് ഒരു, നമ്മൾ ലൈവ് എടുക്കാൻ കാരണം നിങ്ങൾക്ക് ഈ ഒരു എക്സാം ടൈമിൽ അത്രയും എക്സ്പോഷർ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സോ നിങ്ങൾ വരുന്നില്ലെങ്കിൽ, നിങ്ങൾ മിണ്ടുന്നില്ലെങ്കിൽ പ്രീമിയർ ഇസ് ഗുഡ്. നെക്സ്റ്റ് വൺ ഇസ് പോയ്സൺസ് റേഷ്യോ. അങ്ങനെ വളരെ റയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളൂ. സോ ഇത് ഒന്നുമില്ല, നമ്മളിപ്പം എന്താ പറയുക, ലെങ്ത് വൈസ് ഇലോങ്ങേഷൻ സംഭവിച്ചു. ഓക്കെ, ഡിഫോമിംഗ് ഫോഴ്സ് നമ്മൾ കൊടുത്തു, ലെങ്ത് വൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞു, ഇതിന്റെ ലെങ്ത് ഇൻക്രീസ് ആവും.
അറ്റ് ദ സെയിം ടൈം ഇതിന്റെ ലാറ്ററൽ സൈഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് അതിന്റെ ആ വിട്ട് കുറഞ്ഞു വരും. സോ അതാണ് ഇവിടെ പോയിസൺസ് റേഷ്യോ എന്ന് പറയുന്നത്. സോ ഈ എന്താ പറയുക സ്ട്രെയിൻ കൂടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ലാറ്ററൽ സൈഡിലുള്ള ലോഞ്ചിറ്റ്യൂഡൽ സൈഡിലുള്ള ലെങ്ത് കൂടിയിട്ടുണ്ടെങ്കിൽ ലാറ്ററൽ സൈഡിലുള്ളത് എന്തായിരിക്കും കുറഞ്ഞു പോകുക അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു മൈനസ് സൈൻ സൂചിപ്പിക്കുന്നത്. സോ പോയിസൺസ് റേഷ്യോ വിൽ ബി റിട്ടൺ ആസ് ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ. യെസ്, അടുത്താണ് ഇവിടുന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഡെറിവേഷൻ. അതായത് നമ്മൾ സോളിഡ്സ് ചാപ്റ്ററിലെ ഒരു ഡെറിവേഷൻ ആണ്, ഏറെക്കുറെ ഒരൊറ്റ ഡെറിവേഷനേ ഉള്ളൂ അല്ലെ. ആ ഒരു ഡെറിവേഷൻ ആണിത്. സോ ഈ ഡെറിവേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വയർ സ്ട്രെച്ച് ചെയ്യുമ്പം അവിടെ എത്രത്തോളം പൊട്ടൻഷ്യൽ എനർജി അവിടെ സ്റ്റോർ ആവുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം വർക്ക് ഡൺ അവിടെ ഉണ്ടാകുന്നുണ്ട്, എത്രത്തോളം വർക്ക് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇതാണ് ഈ ഒരു സംഭവം പറയുന്നത്. മക്കളെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ യെസ്, അപ്പം ഇതാണ് നമ്മുടെ ഒരു വയർ എന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ, ഇതാണ് നമ്മുടെ ഒരു വയർ. ഇതിന്റെ ലെങ്ത് ഇപ്പൊ വന്നിട്ട് L ആണ്. ആൻഡ് ഇത് കുറച്ച് കഴിയുമ്പോൾ ഓക്കെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എടുക്കാം. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ ലെങ്ത് എന്തായി മാറി, നമ്മൾ ഡിഫോമിംഗ് ഫോഴ്സ് ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് L + Δl ആയിട്ട് മാറി. ഓക്കെ അല്ലടാ, L + Δl ആയിട്ട് മാറി. അപ്പൊ എനിക്ക് അറിയേണ്ടത് എന്താണ്? യെസ്, എനിക്ക് വർക്ക് ഡൺ ആണ് അറിയേണ്ടത്. സോ ഞാൻ ഇവിടെ ഈ L + Δl എന്ന് എടുക്കുന്നതിന് പകരം ഞാനുണ്ടല്ലോ ഈ ഇത്രയും എക്സ്റ്റൻഷൻ വന്നതിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു കേട്ടോ. എക്സ് എന്ന് വിളിച്ചു. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ലേറ്റർ മനസ്സിലാവും. അപ്പൊ നമുക്ക് വർക്ക് ഡൺ അറിയേണ്ടത്. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. പക്ഷെ നമുക്കറിയാം നമ്മൾ കൊടുക്കുന്ന ഒരു സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന ഒരു ഡിഫോമിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോഴ്സ് എന്തായിരിക്കും? യെസ്, അത് കോൺസ്റ്റന്റ് ഫോഴ്സ് ആയിരിക്കില്ല. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യാൻ പറ്റുക? ഇത് കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ. പക്ഷെ ഇപ്പം എന്തല്ല, നമ്മൾ കോൺസ്റ്റന്റ് ഫോഴ്സ് അല്ല അപ്ലൈ ചെയ്യുന്നത്. മക്കളെ ലൈക്ക് ചെയ്ത് വെക്കണം കേട്ടോ. എക്സാമിന് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകും. 100% ഉറപ്പോടുകൂടെ ഞാൻ പറയാം. കാരണം അത്രയും നമ്പർ ഓഫ് ക്വസ്റ്റൻസ് ഈ ഡെറിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം. ചോദിക്കില്ല വാട്ട് എവർ ഇറ്റ് മേ ബി, ഈ ഒരു ചാപ്റ്ററിൽ ഒരേ ഒരു ഡെറിവേഷൻ ആണിത്. യെസ് വർഷ ടി, ഹലോ ഹായ് വർഷ ടി. അതുപോലെ ബിസി യൂസർ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ കേട്ടോ. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം റിപ്പീറ്റഡ് ആയിട്ട് പറയണമെങ്കിലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാൻ ഞാൻ പറഞ്ഞു തരും കേട്ടോ. അപ്പൊ നമ്മളിവിടെ കോൺസ്റ്റന്റ് ഫോഴ്സ് അല്ല യൂസ് ചെയ്യുന്നത്, വേരിയിങ് ഫോഴ്സ് ആണ്. സോ ദാറ്റ് നമുക്ക് ഇവിടെ എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? വർക്ക് ഡൺ കണ്ടുപിടിക്കണമെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അതായത് നമ്മളൊരു ചെറിയ ഒരു റീജിയൻ കണ്ടുപിടിക്കുന്നു. അതായത് ഇപ്പൊ ഒരു dx എടുക്കുന്നു. ആ dxന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വർക്ക് ഡൺ ചെറിയ വർക്ക് ഡൺ അല്ലെ. അപ്പൊ നമുക്ക് ടോട്ടൽ അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ ചെറിയ വർക്ക് ഡൺ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലെ. ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ ഞാൻ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാണ് f × dx. ഓക്കെ അല്ലെ, f × dx. അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യങ്സ് മോഡുലസ് എവിടെ വരാം അല്ലെ. ഇലോങ്ങേഷൻ ആണ്. സോ ലെങ്ത് വൈസ് ആണ്. സോ യങ്സ് മോഡുലസ് ആണ്. സോ FL ഡിവൈഡഡ് ബൈ A × Δl അല്ലെ. A × Δl ആണ് വരുന്നത്. സോ ഹിയർ നമുക്ക് എന്ത് ചെയ്യാം? എഫിന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എഫിന് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? യെസ്, y × A × Δl എന്ന് പറയുന്നത് നമ്മൾ എന്ത് കൊടുക്കും? എക്സ് അല്ലെ. ഇവിടെ നമ്മൾ പറഞ്ഞു എത്രയാണ് ചേഞ്ച് ഇൻ ലെങ്ത്, ദാറ്റ് ഇസ് എക്സ് ആണ്. ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. സോ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുവാണ്. ഇന്റഗ്രൽ y × A × x ഡിവൈഡഡ് ബൈ L × dx. സോ ഇവിടെ y കോൺസ്റ്റന്റ് ആണ്, ഏരിയ എന്തായാലും നമുക്ക് മാറത്തില്ല, ആൻഡ് ഓൾസോ ഒറിജിനൽ ലെങ്ത്തിലും മാറ്റം വരത്തില്ല. പിന്നെ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? x dx മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? ya ഡിവൈഡഡ് ബൈ L x² ഡിവൈഡഡ് ബൈ 2. ഏതാണ് റസീന ഷമീർ മനസ്സിലാവാത്തത്? എടാ ഏത് ഭാഗമാണ് മനസ്സിലാവാത്തത്? ഈ ഡെറിവേഷൻ ആണോ മനസ്സിലാവാത്തത്? ഓക്കെ, സോ x² ബൈ 2 ആണ് നമുക്ക് വരുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു? 1/2 എടുത്തു. ആൻഡ് y × A × x² ഡിവൈഡഡ് ബൈ L എന്ന് വരെ വന്നു. ഇത്രയും വരെ ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാൻ ഒന്നും കൂടെ ഇതുവരെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. റസീന ജസ്റ്റ് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. ഹായ് ദർശനൊക്കെ എവിടെയായിരുന്നു? ഓക്കെ, സോ എനിവേ റെസ്പോൺസ് ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. സോ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. നമ്മൾ പറഞ്ഞു അത് വാരിയിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ഇത് കോൺസ്റ്റന്റ് ഫോഴ്സിലെ വാരിയിങ് ആയതുകൊണ്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫോഴ്സിന് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ് ഇൻ ടേംസ് ഓഫ് യങ്സ് മോഡുലസ്. നമ്മൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ആൻഡ് ഇവിടെ നമ്മൾ ഈ Δl ന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? എക്സ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണ്? ഇവിടുത്തെ Δl എന്ന് പറയുന്നത് ഇവിടുത്തെ Δl എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആയിട്ടാണ് നമ്മൾ എടുത്തത്. സോ നമ്മൾ അവിടെ എക്സ് എടുത്തു ആൻഡ് ഡിവൈഡഡ് ബൈ L ചെയ്തു. ഇനി നമ്മൾ കോൺസ്റ്റന്റ് വരാൻ സാധ്യത അല്ലെങ്കിൽ ചേഞ്ച് വരാത്ത വാല്യൂസ് എല്ലാം നമ്മൾ ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് എടുത്തു. പിന്നെ നമ്മുടെ ഉള്ളിൽ ആര് മാത്രമേ ഉള്ളൂ? എക്സ് ഉള്ളൂ. എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് x dx ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താ കിട്ടുക? x² ബൈ 2 കിട്ടും. നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ 1/2 × ya x² ഡിവൈഡഡ് ബൈ L എന്ന് വന്നു. ഇനിയാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസ് വേണ്ടത്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാഫ് ഇൻറ്റു y ഇൻറ്റു ഞാനുണ്ടല്ലോ ഇവിടെ ഞാൻ L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്യും ചെയ്യുവാണ്. ഈ ഒരു ഇക്വേഷനെ L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്തു. സോ നോക്കിക്കേ y ഇൻറ്റു x² ഡിവൈഡഡ് ബൈ L² ഇൻറ്റു L.
ഓക്കെ അല്ലേ? സോ ഇവിടെ നോക്കിക്കട എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേ, എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് അല്ലെ? ചേഞ്ച് ഇൻ ലെങ്ത് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്തിന്റെ സ്ക്വയർ. ആൻഡ് വിച്ച് റെപ്രസെന്റ്സ് വാട്ട്? യെസ്, എന്താണ് ഈ സംഭവത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ എവിടെയെങ്കിലും ഈ ഒരു ഇക്വേഷൻ കണ്ടിട്ടുണ്ടോ? യെസ്, സിംപ്ലി ഇറ്റ്സ് എ സ്ട്രെയിൻ. സോ ഇത് നമുക്ക് പറയാം സ്ട്രെയിന്റെ സ്ക്വയർ ആണ് അല്ലെ? സ്ട്രെയിന്റെ സ്ക്വയർ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം ഇവിടെ നമ്മൾ എക്സ് സ്ക്വയർ ബൈ എൽ സ്ക്വയർ. എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ആണ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആണ് എൽ. സോ നമ്മൾ പറഞ്ഞു ഹാഫ് ഇൻറ്റു വൈ ഇൻറ്റു എ ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയർ. ഓക്കെ, സ്ട്രെയിൻ സ്ക്വയർ ഇൻറ്റു എൽ. ഇനി ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഏരിയ ഇൻറ്റു ലെങ്ത്. ഞാൻ ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ തന്നെ ഞാൻ ഇവിടെ കോപ്പി ചെയ്യുവാണ്. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു വൈ ഇൻറ്റു എ ഇൻറ്റു എൽ ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയർ. ഓക്കെ അല്ലേ? ദിസ് ഈസ് ദ വർക്ക് ഡൺ. നേരത്തെ എഴുതിയത് അങ്ങനെ തന്നെ കോപ്പി ചെയ്തേ ഉള്ളൂ കേട്ടോ. സോ ഇവിടെ എ ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് വോളിയം. സോ ഹാഫ് ഇൻറ്റു വൈ ഇൻറ്റു വോളിയം ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ? സോ ദിസ് ഇസ് വർക്ക് ഡൺ. ഇനി ഞാൻ ഈ വോളിയത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുവാണ്. ദാറ്റ് മീൻസ് ഹാഫ് ഇൻറ്റു വൈ ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം. ഓക്കെ അല്ലേ? വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം. ഇനി അടുത്തത് ഞാൻ ഈ വൈക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുവാണ്. ദാറ്റ് ഇസ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലെ? വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയർ. സോ ഹിയർ ഓൾസോ സ്ട്രെയിനും ഈ സ്ക്വയറും പോയി, എനിക്ക് കിട്ടി വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ. That is equal to work done per unit volume. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് പറയാട്ടോ. ക്ലിയർ ആണെന്ന് പറയാട്ടോ. റസീനയ്ക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ പറയാം. ഓക്കെ, സോ ദിസ് ഇസ് വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം. ഇതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്, ദ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, ദിസ് ഇസ് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഇൻ എ സ്ട്രെച്ച്ഡ് വയർ. ഓക്കെ അല്ലടാ? യെസ്. അടുത്തത് നമ്മുടെ അടുത്ത് പറയുന്നത് എന്താണ്? പ്രൂവ് ദാറ്റ് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഇസ് ഈക്വൽ ടു സ്ട്രെസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2y. നമുക്ക് ഇപ്പൊ തന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ അല്ലെ? സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ വിച്ച് ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം അല്ലെ? വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം എന്നാണ് നമ്മളിപ്പോൾ പഠിച്ചു നിർത്തിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, നമ്മളിവിടെ നമുക്ക് സ്ട്രെസ് സ്ക്വയർ അല്ലേ വേണ്ടത്? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ജസ്റ്റ് സ്ട്രെസ് കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു, ഓക്കെ, സോ ദിസ് വിൽ ബി സ്ട്രെസ് സ്ക്വയർ, ഓക്കെ, ഡിവൈഡ് ഇൻറ്റു സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ സ്ട്രെസ് അല്ലെ? നമ്മൾ സ്ട്രെസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതായത് ഈ ഒരു ഇക്വേഷനെ സ്ട്രെസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ആൻഡ് ഡിവൈഡ് ചെയ്തു. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഹാഫ് ഇൻറ്റു, റസീന ഏത് പോയിന്റാ മനസ്സിലാവാത്തതെന്ന് ജസ്റ്റ് പറയാവോ? ഏത് പോയിന്റാ മനസ്സിലാവാത്തത്? കാരണം ഇതിൽ എനിക്ക് അത്രത്തോളം ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് എന്താണ്? വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയത്തിലോട്ടാണ് നമ്മൾ എത്തേണ്ടത്. ദാറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, ഒരു സ്ട്രെച്ച്ഡ് വയറിൽ വരുന്നത്. അവിടെ നമ്മൾ ഫസ്റ്റ് എന്താ പറഞ്ഞത്? യെസ്, നമ്മൾ പറഞ്ഞു ഇവിടെ കോൺസ്റ്റന്റ് ഫോഴ്സ് അല്ല, വാരിയിങ് ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, നമ്മൾ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് അവിടെ ഒരു ഫോഴ്സിന് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ആ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ അവിടെ കൊടുത്തത്. എന്തായിരുന്നു? അതാണ് നമ്മുടെ യങ്സ് മോഡുലസിൽ നിന്ന് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എഫ്. റസീന ഇവിടെ വരെ മനസ്സിലായോ? ഇവിടെ വരെ മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒന്ന് പറ. എഫിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ വരെ മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. ആൻഡ് വരദൻ, യെസ് വരദൻ മനസ്സിലായോ? വരദന്റെ സൈഡിൽ ഞാനൊരു സ്റ്റെപ്പ് ഒക്കെ കാണുന്നു. എനിക്ക് തോന്നുന്നു ഒരു നീറ്റ് ആസ്പിരന്റ് ആണ് തോന്നുന്നു അല്ലേ? റസീന പ്ലീസ് റെസ്പോണ്ട്. ഓക്കെ, യെസ്, എങ്കിൽ ഞാനത് ഓക്കെ, ഇവിടെ വരെ മനസ്സിലായി. അപ്പൊ നമ്മുടെ ഫോഴ്സ് കിട്ടി. അപ്പൊ ഞാൻ അതിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തു. ഇവിടെ ഞാൻ പറഞ്ഞു ഡെൽറ്റ എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ആയിട്ട് പറഞ്ഞ എന്താണ്? എക്സ് ആണ് ഇൻസ്റ്റെഡ് ഓഫ് ഡെൽറ്റ എൽ. ഓക്കെ, നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുവാണ് എക്സ്. അതെന്തിനാണ്? ചെറുതായിട്ട് നമുക്ക് ഈ ഒരു കോംപ്ലിക്കേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എക്സ് എന്നുള്ളത് എടുത്തത്. സോ വൈ ഇൻറ്റു എ ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു ഡി എക്സ് നട്ടു. അപ്പൊ ഞാൻ നോക്കി കഴിയുമ്പോൾ ഒരു മെറ്റീരിയലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ യങ്സ് മോഡുലസ് അത് ഇന്റഗ്രേറ്റ് ചെയ്താലും വലിയ മാറ്റം വരാൻ പോകില്ല. ഏരിയ മാറ്റം വരത്തില്ല, ഒറിജിനൽ ലെങ്ത് മാറ്റം വരില്ല. അതെല്ലാം ഞാൻ പുറത്തെടുത്തു. പിന്നെ ഇന്റഗ്രേഷനിൽ ആരൊക്കെയാ ഉള്ളത് റസീന? ഒന്ന് പറഞ്ഞേ, ആരൊക്കെയാ ഉള്ളത്? ഇറ്റ് ഇസ് ജസ്റ്റ് എക്സ് അല്ലെ? എക്സ് മാത്രമേ ഉള്ളൂ. അപ്പം എക്സിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതായത് ഇന്റഗ്രൽ എക്സ് ഡി എക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ വരിക? എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 അല്ലെ? എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ് വരിക. അതാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്തത്. റസീന ഇവിടെ വരെ മനസ്സിലായെങ്കിൽ ഒന്ന് പറഞ്ഞേടാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. വേഗം ഒന്ന് പറയാം. റസീനയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ, റസീനയുടെ റെസ്പോൺസിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്.
ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് നമ്മൾ ഇവിടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. ആൻഡ് അതിന്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു, എൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഓക്കെ അല്ലെ, എൽ കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു മാറ്റമില്ല അല്ലെ, ആ ഓവറോൾ റിസൾട്ടിൽ മാറ്റം വരത്തില്ല. കാരണം നമ്മൾ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അതുകൊണ്ട് തന്നെ നമ്മൾ ഡിവൈഡും ചെയ്തിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാണ് ഞാൻ ചെയ്തത്, എനിക്ക് ഇവിടെ സ്ട്രെയിൻ കൊണ്ടുവരായിരുന്നു. കാരണം എന്താണ്, എക്സ് സ്ക്വയർ ഇവിടെ ഓൾറെഡി ഉണ്ട്. ആൻഡ് ഇവിടെ എനിക്ക് ഒരു എൽ സ്ക്വയറും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് പറയാം, ചേഞ്ച് ഇൻ ലെങ്ത് അല്ലെ, ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആണ് സ്ട്രെയിൻ. സോ എനിക്ക് ഇവിടെ ഓൾറെഡി എക്സ് സ്ക്വയർ ഉണ്ട്. സോ എനിക്ക് ഒരു എല്ലും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് കിട്ടും. സോ ഞാൻ അതോടെ എഴുതി സ്ട്രെയിൻ സ്ക്വയർ. ഇനി ഏരിയ ഇൻറ്റു ലെങ്ത് എനിക്ക് അറിയാം എന്താണ്, ദാറ്റ് ഇസ് വോളിയം. ആ വോളിയത്തിന് ഞാൻ ഇവിടെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് കിട്ടി വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, ആ വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. ആൻഡ് എനിക്ക് ആ ഒരു ഇക്വേഷനിലോട്ട് എത്തി. ഇവിടെയാണ് ആ സ്റ്റേജ് വരുന്നത്. ഇനി യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ എന്താ, അതായത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലടാ, സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലേ. സോ അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എന്റെ സ്ട്രെയിനും എന്താ പറയാ, ഓൾറെഡി സ്ട്രെയിൻ സ്ക്വയർ ഉണ്ട്, ആ സ്ട്രെയിനും ഈ സ്ക്വയറും കൂടെ പോയി. അപ്പൊ എനിക്ക് കിട്ടി ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ. ദിസ് ഇസ് ദ ഇക്വേഷൻ. റസീന സെറ്റ് ആണെങ്കിൽ സെറ്റ് ആണെന്ന് ആത്മാർത്ഥമായിട്ട് പറയും കേട്ടോ. എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് പറഞ്ഞാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിലോട്ട് പെട്ടെന്ന് പോവാം. ഓക്കെ, സോ ഞാൻ അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. റസീന മനസ്സിലായില്ലെന്ന് പറഞ്ഞു, ഒന്നുകൂടെ പറയാം കേട്ടോ. അപ്പൊ എന്താ നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ. അപ്പൊ ഞാൻ എന്താ ചെയ്തത്, നമുക്ക് ഓൾറെഡി ഈക്വേഷൻ അറിയാം അല്ലെ, നമ്മുടെ വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. സോ അതിന് നമ്മൾ എന്ത് ചെയ്തു, അവിടെ നമ്മൾ സ്ട്രെസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. അപ്പൊ എനിക്ക് കിട്ടി ഹാഫ് ഇൻറ്റു സ്ട്രെസിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സ്ട്രെസ് സ്ക്വയർ കിട്ടി, ഇൻറ്റു സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ അല്ലെ, ഇവിടെ ഒരു സ്ട്രെയിൻ ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, അത് ഞാൻ ഇവിടെ ഇട്ടു. അത് കഴിയുമ്പോൾ എനിക്ക് സ്ട്രെസ് സ്ക്വയർ ഇൻറ്റു സ്ട്രെയിൻ ബൈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രെയിൻ ബൈ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/y അല്ലേ, അല്ലെ 1/y ആണ് അല്ലെ. y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഓക്കെ, ഇവിടെ കിടക്കുന്ന എന്താണ്, നേരെ ഉൾട്ടയാ, ദാറ്റ് മീൻസ് 1/y. സോ ഹാഫ് ഇൻറ്റു സ്ട്രെസ് സ്ക്വയർ ഇൻറ്റു 1/v, സോറി 1/y. സോ ഈ y നൊന്ന് ഞാൻ ഇപ്പുറത്തേക്ക് ഇട്ടപ്പോൾ എനിക്ക് എന്ത് കിട്ടും, സ്ട്രെസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2y. സിമ്പിൾ, കിട്ടിയില്ലടാ. ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ പറ, വേഗം പറ, നമുക്കത് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ ഈ ഒരു ഇക്വേഷനും ഈ ഒരു സംഭവം കൂടെ നമ്മൾ പഠിച്ചു. ഇനി അടുത്തതാണ് അപ്ലിക്കേഷൻസ് ഓഫ് ഇലാസ്റ്റിക് ബിഹേവിയർ. അതായത് നമുക്കറിയാം നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗിലാണ് കൂടുതലും എന്ത് വരുന്നത്, ഈ ഇലാസ്റ്റിക് ബിഹേവിയറിന്റെ അപ്ലിക്കേഷൻ വരുന്നത്. സോ ഈ ഒരു അപ്ലിക്കേഷനിൽ നമ്മൾ എടുത്ത് പറയേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഷേപ്ഡ് ബീംസ് ആണ്. ഓക്കെ, ഐ ഷേപ്ഡ് ബീംസ് ആണ്. എന്തുകൊണ്ടാണ് ഐ ഷേപ്ഡ് ബീംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, യൂഷ്വലി നമ്മളിങ്ങനെ പാലം പണിയുന്ന സമയത്ത് എന്താവും, യെസ് ഇങ്ങനെയാണ് പാലം ഇരിക്കുന്നതെങ്കിൽ വൺസ് ഇങ്ങനെ ലോഡ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും, ഇവിടെ ഒരു ബക്ലിംഗ് സംഭവിക്കും, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഒരു ഡീവിയേഷൻ സംഭവിക്കും. ഓക്കെ, ആ ഡീവിയേഷന്റെ വാല്യൂ എന്താണ്, വെയിറ്റ് ഇൻറ്റു എൽ ക്യൂബ് ഡിവൈഡഡ് ബൈ 4y ബി ഡി ക്യൂബ് എന്നുള്ളതാണ് ഈ ഒരു ഡീവിയേഷന്റെ ഇക്വേഷൻ. ഓക്കെ അല്ലടാ, ഡീവിയേഷന്റെ ഇക്വേഷൻ. സോ ഈ ഡീവിയേഷൻ കുറയ്ക്കണം അല്ലെ, പാലത്തിൽ എപ്പോഴും ഡീവിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, യെസ് നല്ല ഡീവിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയി പോകും. സോ നമുക്ക് ഈ ഡീവിയേഷൻ കുറയ്ക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ലോഡ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ, വണ്ടികൾ പോകുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ലെങ്ത് നമുക്ക് കുറയ്ക്കണം അല്ലെ, ഡീവിയേഷൻ കുറയണമെങ്കിൽ ഇവിടുത്തെ ലെങ്ത് കുറയണം. ആ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് നമ്മൾ പാലം പണിയുന്നത്. രണ്ടാമത്തത് ഡിനോമിനേറ്ററിലുള്ള എല്ലാ സാധനവും സോറി കൂടണം അല്ലെ, എല്ലാത്തിനും യെസ് എല്ലാത്തിനും എന്ത് ചെയ്യണം, ഈ വ്യൂസ് കൂടണം. സോറി, എല്ലാത്തിന്റെയും ഈ ഡിനോമിനേറ്ററിലുള്ള സംഭവം മൊത്തം എന്ത് ചെയ്യണം, കൂടി കഴിഞ്ഞാൽ മാത്രമാണ് ഡീവിയേഷൻ കുറയത്തുള്ളൂ. സോ ഇവിടെ യങ്സ് മോഡുലസിന്റെ വാല്യൂ മാക്സിമം വന്നാൽ മാത്രമാണ് ഡീവിയേഷൻ കുറയുള്ളൂ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യങ്സ് മോഡുലസ് ഏറ്റവും കൂടുതലുള്ള വസ്തുക്കളായിരിക്കും കോൺക്രീറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് സ്റ്റീല് അതുപോലെ തന്നെ നമ്മൾ പാറ അല്ലെങ്കിൽ മെറ്റൽ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺക്രീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ അവിടെ എന്താണ്, യങ്സ് മോഡുലസ് മാക്സിമം ആയിരിക്കും. ഓക്കെ, സ്റ്റീലിലും പാറക്കൊക്കെ എന്താണ് യങ്സ് മോഡുലസ് മാക്സിമം ആണ്. സോ ഡീവിയേഷൻ മിനിമം. ഇനി അടുത്തത് ബ്രെഡ്ത്തും ഡെപ്തും. ബ്രെഡ്ത്തിനെക്കാട്ടിലും ഇമ്പാക്ട് ആർക്കാണ്, യെസ് ഡീവിയേഷൻ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡി ക്യൂബ്. സോ ഡെപ്ത് മാക്സിമം ആയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, മാക്സിമം ആയിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക, മാക്സിമം ആയിട്ടുണ്ടെങ്കിൽ ഡീവിയേഷൻ ഏറ്റവും മിനിമം ആയിട്ട് മാറും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐ ഷേപ്ഡ് ബീംസ് നമ്മൾ കൊണ്ടുവന്നത്. സോ വെയിറ്റ് കൂടുതൽ വരുന്ന ഭാഗത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൂടുതൽ എന്താ പറയാ ഏരിയ കൊടുക്കാനായിട്ട് പറ്റും ഐ ഷേപ്ഡ് എന്താ പറയാ ഈ പറയുന്ന ബീം വെച്ചിട്ട്.
ഇനി അടുത്തൊരു അപ്ലിക്കേഷൻ ആണ് നമ്മുടെ മൗണ്ടെയിൻസിന്റെ ഹൈറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു എന്താ പറയുക ഇലാസ്റ്റിക് ബിഹേവിയർ നമ്മൾ നോക്കാറുണ്ട്. ആൻഡ് ഓൾസോ നമുക്കറിയാം ക്രെയിനിലൊക്കെ ലോഡ് ലിഫ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പം ആ ക്രെയിനിലുള്ള ആ ഒരു റോപ്പ് ഉണ്ടല്ലോ, ആ റോപ്പിന് എത്രത്തോളം വെയിറ്റ് എടുക്കാൻ പറ്റും എന്നുള്ളൊരു കാൽക്കുലേഷൻ വേണ്ടേ? അതായത് ഇത്രയും റേഡിയസ് ഉള്ള അല്ലെങ്കിൽ ഇത്രയും വലിപ്പമുള്ള ഒരു റോപ്പിന് ഇത്രയും വെയിറ്റ് എടുക്കാൻ പറ്റും. ആ കാൽക്കുലേഷന് വേണ്ടിയിട്ടും എന്ത് യൂസ് ചെയ്യാറുണ്ട്? യെസ്, നമ്മുടെ ഈ ഇലാസ്റ്റിക് ബിഹേവിയർ ഓഫ് മെറ്റീരിയൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ അല്ലേ? മെയിൻലി ബിൽഡിങ്സ് ബ്രിഡ്ജസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ അപ്ലിക്കേഷൻ വരുന്നത്. മേജർ ആയിട്ട് നമുക്ക് വരുന്നത് എന്താണ്? യെസ്, പാലത്തിന്റെ ഐ ഷേപ്ഡ് ബീംസിന്റെ ആണ് വരുന്നത്. അത് ബക്ലിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡീവിയേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഐ ഷേപ്ഡ് ബീം നമ്മൾ കൊണ്ടുവരുന്നത്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ, പീസ് ഓഫ് കോപ്പർ പേപ്പർ ഹാവിംഗ് എ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ഓഫ് 15.2 millimeter into 19.1 millimeter is pulled in tension with 44,500 Newton force producing only elastic deformation. Calculate the resulting strain എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കിക്കേടാ, നമുക്കറിയാം ഇവിടെ ഫസ്റ്റ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് റിസൾട്ടിംഗ് സ്ട്രെയിൻ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സ്ട്രെയിൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സ്ട്രെയിൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഇവിടെ തന്നിട്ടുള്ള ഡാറ്റാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഇത് റെക്ടാങ്കിൾ അല്ലേ? സോ ഇവിടുത്തെ ലെങ്ത്തും ബ്രെഡ്ത്തും അല്ലേ ഇത് തന്നിരിക്കുന്നത്? സോ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? ഏരിയ കിട്ടി. ഏരിയ നമ്മുടെ കയ്യിൽ സേഫ്. ഇനി ഇവിടുത്തെ ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ദാറ്റ് ഇസ് ഫോഴ്സ് അല്ലെ? ഫോഴ്സ് ആണുള്ളത്. സോ ദാറ്റ് ഇസ് ഫോഴ്സ് ബൈ ഏരിയ, അതാണ് സ്ട്രെസ്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? സ്ട്രെസ് കണ്ടുപിടിച്ചു. ഓക്കെ അല്ലടാ? ഇനി നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ യങ്സ് മോഡുലസിന്റെ വാല്യൂ തരും കേട്ടോ. യങ്സ് മോഡുലസിന്റെ വാല്യൂ നമുക്ക് തരും. അതായത് കോപ്പറിന്റെ യങ്സ് മോഡുലസിന്റെ വാല്യൂ തരും. ദാറ്റ് ഇസ് അറൌണ്ട് 42 into 10⁻⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. അതാണ് അതിന്റെ വാല്യൂ വരുന്നത്. സോ ഓഫ് കോഴ്സ് നമുക്ക് ഇത് തരും. ഹായ് സുജിൻ. യെസ്, സുജിൻ ഇന്ന് ഈ ഒരു 1 hour ലേറ്റ് ആയി കേട്ടോ. സോ ഇനി മുതലുള്ള എല്ലാ സെഷൻസിലും നിങ്ങൾ കൃത്യം 6 മണിക്ക് തന്നെ വരിക. കാരണം ഇന്ന് വന്നിട്ട് എനിക്ക് നല്ലപോലെ നെഗറ്റീവ് അടിച്ചായിരുന്നു. കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മക്കൾക്ക് എത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഭയങ്കര താല്പര്യത്തിലൊക്കെ വന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ ഡിസപ്പോയിന്റ് ചെയ്തു. ഒരു മനുഷ്യൻ പോലും മിണ്ടുന്നില്ലായിരുന്നു. ഇപ്പോഴാണ് നിങ്ങളൊക്കെ വരുന്നത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ 7 മണിക്ക് സെഷൻ വെക്കാം. പക്ഷേ 7 മണിക്ക് സെഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വീട്ടിൽ പോകണ്ടേ? അപ്പോൾ നമ്മളൊരു മിനിമം ടൈം വരെ ഇവിടെ ഇരിക്കുള്ളൂ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ടൈം കുറഞ്ഞു പോകും. അതാണ് കേട്ടോ. സോ അതുകൊണ്ട് നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ മാക്സിമം നേരത്തെ വന്നിട്ടൊന്ന് റെസ്പോണ്ട് ചെയ്യും. എനിക്ക് ഇപ്പോഴാണ് എൻ്റെ മുഖത്തൊരു ചിരിയൊക്കെ വന്നത്. കുറച്ച് നേരം മുമ്പത്തെ ഒരു ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരും. ഓഫ്, ഇതിന് എന്ത് ആറ്റിറ്റ്യൂഡ് ആണെന്നുള്ളൊരു ഫീൽ വരും. കാരണം എനിക്ക് അത്രയും ഫ്രസ്ട്രേറ്റ് ആയിരുന്നു. കാരണം ഞാൻ അത്രത്തോളം എന്താ പറയാ ഭയങ്കര പ്രതീക്ഷയില്ല. എൻ്റെ +1 കുട്ടികൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും കോൺഫിഡൻസ് അവർക്ക് എക്സാമിന് വരുമല്ലോ എന്നൊക്കെ ആലോചിച്ചിരുന്നിട്ട് നിങ്ങൾ എന്നെ പറ്റിച്ചു ഗൈസ്. സുജൻ പഠിച്ചോളാന്ന് പറയുന്നത് ക്രിയേറ്റീവ് വേൾഡിനൊന്നും കാണുന്നില്ല. ക്രിയേറ്റീവ് വേൾഡിനൊക്കെ വന്നിട്ട് വേണമെന്ന് വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ യെസ്, അപ്പൊ നമ്മുടെ ഇവിടെ സ്ട്രെസ് നമുക്ക് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യങ്സ് മോഡുലസിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടാവണം. ഇവിടെ തന്നിട്ടില്ല, പക്ഷെ നമുക്ക് തരും ക്വസ്റ്റ്യനിൽ. ഓക്കെ, സോ യങ്സ് മോഡുലസ് വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? സ്ട്രെസ്. ഓക്കെ, സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ്. സോ ഓൾറെഡി നമുക്ക് ഇവിടെ നിന്ന് ഫോഴ്സ് ബൈ ഏരിയ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് കിട്ടി. സോ യങ്സ് മോഡുലസിന്റെ വാല്യൂ അറിയാം. ഇനി സ്ട്രെയിനിന് ഇപ്പുറത്തേക്ക് കിട്ടു. അങ്ങനെയാണെങ്കിൽ സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ എന്താ കിട്ടാടാ? യെസ്, നമ്മുടെ വാല്യൂ കിട്ടും. വാ, അടിപൊളി 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 കേട്ടോ. അടിപൊളി. ഓക്കെ, അടിപൊളി സുജിൻ. ഏതായിരുന്നോടാ ചാപ്റ്റർ? അപ്പൊ നമുക്ക് കിട്ടി സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ. സോ ഇവിടെ നമ്മൾ ഓൾറെഡി ഫോഴ്സ് ബൈ ഏരിയ കണ്ടുപിടിച്ചു. സോ ഫോഴ്സ് ബൈ ഏരിയ ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ സുജിൻ. യെസ്, അപ്പൊ നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട് പോവാണ് സുജിൻ. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആണ്, ഫ്ലൂയിഡ്സ് ആണ് ഇനി അടുത്ത ചാപ്റ്റർ വരുന്നത്. സോ എടാ മക്കളെ റെഡി ആണോ? നിങ്ങൾ റെഡി ആണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു റെഡി ആണോ എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് സുജി നീയെങ്കിലും ഒന്ന് സംസാരിക്കാം എന്നോട്. ഓക്കെ, യെസ്, അപ്പൊ നമുക്ക് ഫ്ലൂയിഡ്സ് കണ്ടിന്യൂ ചെയ്യാം. എടാ ഫ്ലൂയിഡ്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ഡീറ്റെയിൽഡ് ലെക്ചർ കാണണം കേട്ടോ. ഇവിടെ നമ്മൾ കൂടുതലും നമ്മൾ കണ്ടന്റ് പറയുന്നില്ലെന്നല്ല, പക്ഷെ കൂടുതൽ നമ്മൾ എന്താ ചെയ്യുക? ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക കേട്ടോ. യെസ് സരിത, ഹായ് വെൽക്കം ടു വേദാന്തു മലയാളം ചാനൽ. എനിക്ക് തോന്നുന്നു സരിത ഫസ്റ്റ് ടൈം ആണ് വരുന്നത് അല്ലേ? ഗ്രാവിറ്റേഷൻ നമ്മൾ ഓക്കെ എക്സാമിന് ഗ്രാവിറ്റേഷൻ ആയിരുന്നു അല്ലേ? ഓക്കെ, അന്ന് അറ്റൻഡ് ചെയ്ത ക്ലാസ്. ഓക്കെടാ, അടിപൊളി. ഓക്കെ കേട്ടോ, സൂപ്പർ. അപ്പൊ മേടാ സരിത നീ ലൈക്ക് ചെയ്തെന്ന് വിചാരിക്കുന്നു. അതുപോലെ സുജിൻ തോമസ് ലൈക്ക് ചെയ്തെന്ന് വിചാരിക്കുന്നു. റസീന ലൈക്ക് ചെയ്തെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഫ്ലൂയിഡ്സോ? എടാ ഫ്ലൂയിഡ്സ് ഒരു ടഫില്ല. നീ നമ്മുടെ ലെക്ചർ കാണാം. ആൻഡ് ഓൾസോ ഈ ഒരു ക്ലാസ് നല്ല രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നിനക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. ആൻഡ് നിനക്ക് മിസ്സാവുന്ന കുറെ പോർഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡീറ്റെയിൽഡ് ലെക്ചർ ഉണ്ട് ഫ്ലൂയിഡ്സിന്റെ. അത് ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണാം കേട്ടോ. ഈവൻ NCERT ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ വരെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ടടാ.
ഓക്കെ. സോ പ്രഷർ നമ്മൾ പറഞ്ഞു, പ്രഷർ എന്ന് പറഞ്ഞിട്ട് എന്താണ്? യെസ്, ആ പ്രഷർ അപ്ലൈ ചെയ്യുന്ന സർഫസിൽ പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെ, പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഫോഴ്സ് വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ത്രസ്റ്റ് ഫോഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലെ? ആ ത്രസ്റ്റ് ഫോഴ്സ് ആണ്. ക്രിയേറ്റീവ് ആയിട്ട് നീ 7 മണിയാവാൻ വേണ്ടി കാത്തിരിക്കായിരുന്നോ? യെസ് സരിത, അൻഷിക എന്നാണ് അല്ലെ പേര്, അൻഷിക ആണ് പേര്. ഓക്കെ, ഞാൻ മറന്നു പോവും അൻഷിക, ബട്ട് സോറി. യെസ്, ഞാൻ എന്തായാലും ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ മറന്നു പോവും. ഐ എം റിയലി സോറി. ഓക്കെ, റസീന ലൈക്ക് ചെയ്തു, സുജിൻ ലൈക്ക് ചെയ്തോടാ. ക്രിയേറ്റീവ് വേൾഡ് നീ എവിടെയായിരുന്നടാ? എവിടെയായിരുന്നു നീ? നിന്നെ ഞാൻ പൊക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. 6 മണിക്ക് സെഷൻ പറഞ്ഞിട്ട് 7 മണിക്കാണോ കയറി വരുന്നത്? കഴിഞ്ഞ ദിവസം നീ എന്നാ പറഞ്ഞു എന്നോട്? ഓക്കെ, യെസ് അൻഷിക. സോ അൻഷിക എല്ലാവരും ആക്റ്റീവ് ആയിട്ടിരിക്കുക കേട്ടോ, ആക്റ്റീവ് ആയിട്ടിരിക്കുക. ഇനി എന്നെ ഡിസപ്പോയിന്റ് ചെയ്യരുത്. കാരണം വന്ന സമയത്ത് സെഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ആകെ എന്താ പറയാ, നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കാര്യം ചെയ്ത് ഇത്രയും എന്താ പറയാ, ഇപ്പൊ ഓൾമോസ്റ്റ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും 300+ എന്താ പറയാ നമ്മുടെ സ്ലൈഡ്സ് ഉണ്ട്. അതൊക്കെ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലേ? ബേസിക് ആയിട്ട് ഒരു സെഷൻ തന്നിട്ട് നമുക്ക് പോകാൻ അറിയാൻ പാടില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വന്നത്. എന്നിട്ട് പിന്നെ നിങ്ങൾ തേച്ചില്ലടാ എന്നെ, തേച്ചില്ലേ? ഇപ്പൊക്കെ മിണ്ടാൻ ആളുണ്ട്. കഴിഞ്ഞ 1 മണിക്കൂർ ഞാൻ ആരോടാണ് മിണ്ടിയിരുന്നത്? മിണ്ടണ്ട നിങ്ങൾ തന്നെയാണ്, ഞാൻ കൂട്ടില്ല ആരോടും. ഓക്കെ, ഡൺ 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 ഡൺ. യെസ്, ഓഫ് കോഴ്സ് ക്ലാസ് ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ എന്താ പറയാ, നിങ്ങളുടെ എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാവുക. ഇംഗ്ലീഷ്, ഹിന്ദി, മാത്തമാറ്റിക്സ് മുതലായവ ഇവിടെ ഉണ്ടാവില്ല, ഇവിടെ ലഭ്യമല്ല. നമുക്ക് ഉണ്ടാകുന്നത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് എക്സാം ടൈമിൽ പ്രതീക്ഷിക്കാം കേട്ടോ. കഴിഞ്ഞ ആഴ്ച നീ പള്ളിയിൽ പോലും പോവില്ല മിസ്, ഞാൻ കൃത്യം സമയത്തിന് വരുന്നു പറഞ്ഞ പോലെ മിണ്ടണ്ട ക്രിയേറ്റീവ് പോലെ. സോ ഇവിടെ പ്രഷർ, ത്രസ്റ്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് പ്രഷർ എന്ന് പറയുന്നത്. അതായത് സർഫസിൽ പെർപെൻഡിക്കുലർ ആയിട്ട് വന്ന് വരുന്ന ഫോഴ്സിന് അപ്ലൈഡ് ആവുന്ന ഫോഴ്സ് ആണ് ത്രസ്റ്റ് ഫോഴ്സ്. ആ ത്രസ്റ്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് പ്രഷർ എന്ന് പറയുന്നത്. അതായത് സ്കെയിലർ ക്വാണ്ടിറ്റി. പ്രഷർ എന്ന് പറയുന്നതാണ് സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. ആൻഡ് അഗെയിൻ ഫോഴ്സ് ബൈ ഏരിയ ആയതുകൊണ്ട് തന്നെ ദ യൂണിറ്റ് വിൽ ബി ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് യൂണിറ്റ് വരുന്നത്. ഓക്കെ അല്ലടാ? യെസ്. അപ്പം നമ്മുടെ NCERT എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റസീൻ ആ പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷെ നിങ്ങൾ സെൽഫിഷ് ആണ്, നിങ്ങൾ ആർക്കും ഷെയർ ചെയ്യത്തില്ല. നിങ്ങൾ പോയി ഫ്രണ്ട്സിനൊക്കെ കൺവിൻസ് ചെയ്യണം, എടാ ഞാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തു, വളരെ നല്ല ക്ലാസ് ആണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വേണം പ്രൊമോട്ട് ചെയ്യാൻ. നിങ്ങൾ ചെയ്യുന്നില്ല, എന്റെ ക്രിയേറ്റീവ് വേൾഡ് മാത്രമേ ചെയ്തുള്ളൂ. ഓക്കെ, സോ യെസ്, അപ്പം 2 തൈ ബോൺസ്, അതായത് നമ്മുടെ തൊടയിലുള്ള ഇല്ല, ഈച്ച് ഓഫ് ക്രോസ് സെക്ഷൻ ഏരിയ 10 സെന്റിമീറ്റർ സ്ക്വയർ. അതായത് ഒരെണ്ണത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ അല്ലെ? ഇനി നമ്മുടെ ചോദിച്ചിട്ടുള്ള എന്താണ്? നമ്മുടെ അപ്പർ പാർട്ട്. ഓക്കെ അല്ലേ? അതായത് നമ്മുടെ ഈ തൈസിന് മുകളിലുള്ള ഭാഗത്തിന്റെ മൊത്തം വെയിറ്റ് എത്രയാണ്? 40 kg ആണ്. നിങ്ങളൊക്കെ വെയിറ്റ് എത്രയാണാ? ഓക്കെ, എസ്റ്റിമേറ്റ് ദ ആവറേജ് പ്രഷർ സസ്റ്റെയിൻഡ് ബൈ ദ സ്വിമ്മേഴ്സ്. നമുക്ക് അറിയേണ്ടത് ആവറേജ് പ്രഷറിന്റെ വാല്യൂ ആണ്. ആവറേജ് പ്രഷറിന്റെ വാല്യൂ നമുക്കറിയാം, സിമ്പിൾ ആണ്. എന്താണ്? യെസ്, F/A ആണ്. അപ്പം ഇവിടെ എഫിന്റെ കാര്യത്തിൽ നമുക്ക് സംശയമില്ല, കാരണം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 40 kg എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? എഫിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, വെയിറ്റ് ആണ്. സോ 40 kg ആണ്. സോ ഡെഫിനറ്റ്ലി നമുക്ക് അത് എന്താ പറയാം, 40 into G അല്ലെ, mg ആണ്. സോ G is equal to 10 എന്ന് എടുക്കാം നമുക്ക്. ഏരിയ എന്ന് പറയുമ്പോഴാണ് നിങ്ങൾ മേ ബി ഒരു ഡൗട്ട്, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക. നമുക്കറിയാം നമുക്ക് 2 തൈ ബോൺസ് ഉണ്ട് അല്ലെ? പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? യെസ്, ഇവിടെ ഒന്നിന്റെ ഏരിയ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2 into അല്ലെ, 2 into 10 to the power minus 4 ചെയ്യണം. എന്തുകൊണ്ടാണ് 2 into 10 to the power minus 4? 2 എണ്ണം ഉണ്ട്. എടാ സുജിനെ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. യെസ് അൻഷിക യെസ്, വെൽക്കം. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് തോന്നിയിരുന്നു ഫസ്റ്റ് ടൈം ആണ് വരുന്നത് എന്നുള്ളത്. ഇനി എന്തായാലും അൻഷിക സ്ഥിരം മെമ്പർ ആയിരിക്കും. നമ്മുടെ ഈ കുഞ്ഞുങ്ങളൊക്കെ സ്ഥിരമാണ്, പക്ഷെ ലേറ്റ് ആവും വരാനായിട്ട്. ഇനി എല്ലാവന്മാരെയും പിടിക്കാൻ വേണ്ടി ഞാൻ ഇരിക്കുവാണ്. ഓരോരുത്തരായി വെളിപ്പെടുത്താൻ തുടങ്ങിയില്ല. യെസ്, നെക്സ്റ്റ് വൺ ഇസ് പാസ്കൽസ് ലോ. സിമ്പിൾ ആയിട്ട് ഞാൻ പറയുവാണ് പാസ്കൽസ് ലോ. പാസ്കൽസ് ലോയിൽ നമ്മൾ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇസ് pressure at a point in a static fluid. അപ്പം യെസ്, ഈ ഫ്ലൂയിഡ് ഡൈനാമിക്സ് പറയുമ്പോൾ ഫ്ലൂയിഡ്സിനെ കുറിച്ച് പറയുമ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ 3 സെപ്പറേഷൻ ആണ് കേട്ടോ. ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്, ഫ്ലൂയിഡ് ഡൈനാമിക്സ് ആൻഡ് ദെൻ എന്താണ് നമ്മുടെ പ്രോപ്പർട്ടീസ്. അതിൽ നമ്മൾ ഫസ്റ്റ് ഡീൽ ചെയ്യുന്നത് മൊത്തം നിശ്ചലമായിട്ട് കിടക്കുന്ന ഫ്ലൂയിഡിനെ. ഓക്കെ, നിശ്ചലമായിട്ട് അനങ്ങുന്നില്ല, അത് അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുക. അണ്ടർസ്റ്റുഡ്. ഇനി ഞാൻ 7 മണിക്ക് വരുന്നുള്ളൂ. 7 മണിക്ക് വന്നിട്ട് ഞാൻ 9:30 പോകും.
എനിക്കും ക്ലാസ് ഉണ്ട്, എനിക്കും വീട്ടിൽ പോകണം, എനിക്കും വീട്ടിൽ പോയി ഫുഡ് കഴിക്കണം. ഇത് ഞാൻ ലഞ്ച് പോലും കഴിച്ചിട്ടില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട്. കാരണം നിങ്ങളുടെ റിവിഷൻ ക്ലാസ്സസ് ഒന്നും റെക്കോർഡ് ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞ ദിവസം നമുക്ക് കുറേ മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫുള്ള് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റിയില്ലായിരുന്നു. അപ്പം ഇന്ന് ഇരുന്നിട്ട് ഇന്ന് ഞാൻ അറൗണ്ട് ഒരു 12 o'clock കൂടെ ഇവിടെ എത്തി. അന്നേരം തൊട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്നതാണ്. കാരണം നിങ്ങൾ നാളെ സൺഡേ ആണ്, സൺഡേ നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് സമയം കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം വീഡിയോസ് തരണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് ഈവൻ ഫുഡ് പോലും കഴിക്കാതെ, അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കും. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ല, എനിക്ക് സങ്കടം വരൂലേ? ക്രിയേറ്റീവ് ആയിട്ട് എന്റെ സങ്കടം ജെനുവിൻ അല്ലേ? കഴിച്ചില്ല സുജിൻ, കഴിച്ചില്ല. യെസ് ഓഫ് കോഴ്സ് വരും. എടാ ഇമ്പോർട്ടന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അത് ചോദ്യമേ വേണ്ട, അത് വരും. റസീന അതായിരിക്കും അത്. എടാ വൺസ് എല്ലാം മാറി വരുന്നൊരു സമയം ഉണ്ടാവില്ലേ? സോ വൺസ് നമ്മൾ എങ്ങനെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാവും. നമ്മുടെ ചാനലിൽ അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട്, അത് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ. യെസ്, അതാണ്. എടാ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് രോമാഞ്ചം വരുന്നുണ്ട് കേട്ടോ, പിന്നല്ല. ഓക്കെ, സോ നമ്മൾ പറയുന്നത് പ്രഷർ. ഓക്കെ, പ്രഷർ ഒരു ലിക്വിഡ് നമ്മൾ എടുത്തു, അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് എടുത്തു. ആ ലിക്വിഡിൽ ഒരു പോയിന്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഉണ്ടല്ലോ, അത് എല്ലാ ഡയറക്ഷനിലോട്ടും ഈക്വൽ ആയിരിക്കും. അല്ലാതെ ഈ ഡയറക്ഷനിലോട്ട് ഒരുപാട് കൂടുതൽ, ഇവിടെ ഇച്ചിരി കുറവൊന്നുമില്ല, എല്ലായിടത്തും എന്തായിരിക്കും? ഈക്വൽ ആയിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അതാണ് ഫസ്റ്റത്തെ കാര്യം കേട്ടോ. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? പ്രഷർ ഇൻ എ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് സെയിം അറ്റ് ഓൾ പോയിന്റ് ഇഫ് ദേ ആർ അറ്റ് സെയിം ഹൈറ്റ്. അതായത് സെയിം ഹൈറ്റിലുള്ള പോയിന്റ്സ്, ഓക്കെ അല്ലെ? സെയിം ഹൈറ്റിലുള്ള പോയിന്റ്സിനെല്ലാം എന്തായിരിക്കും? സെയിം പ്രഷർ ആയിരിക്കും. ഓക്കെ അല്ലെ? സെയിം പ്രഷർ ആയിരിക്കും. ഇനി അതേപോലെ ഇവിടെ ഞാൻ എടുക്കുവാണ്, ഇതാണ് ഞാൻ ഇപ്പോൾ എടുത്ത ഹൈറ്റ്. സോ ഈ ഹൈറ്റിലുള്ള എല്ലാ പോയിന്റ്സിനും പ്രഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത്, ഇപ്പം ഇത് ഈ ഒരു ബീക്കറിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക, ഈ കണ്ടെയ്നറിന്റെ ഉള്ളിൽ എന്തുണ്ട്? യെസ്, നമ്മളൊരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഉള്ള ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്കതാ ഇവിടെ നമ്മൾ ഒരു പിസ്റ്റണും വെച്ചിട്ടുണ്ട്. ആ പിസ്റ്റൺ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? യെസ്, ഓക്കെ, നമ്മൾ പിസ്റ്റൺ വെച്ചിട്ട് നമ്മൾ എക്സ്റ്റേണൽ പ്രഷർ കൊടുക്കുകയാണ്. ഓക്കെ അല്ലെ? എക്സ്റ്റേണൽ പ്രഷർ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ എക്സ്റ്റേണൽ പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, വേദാന്തക്ക് ചെയ്യുന്നൊക്കെ റസീന, താങ്ക് യു സോ മച്ച്. എഴുതാണോ മിസ് ഇത്? എനിക്ക് മനസ്സിലായില്ലടാ. ഓക്കെ, സോ നമ്മളിവിടെ ഒരു എക്സ്റ്റേണൽ പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, എക്സാക്ട്ലി പാസ്കൽസ് ലോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ പറയുന്ന കാര്യമാണ് എഴുതേണ്ടത്. എന്താണ് പാസ്കൽസ് ലോ? ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് വരും. കാരണം ഈ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ഹൈഡ്രോളിക് ലിഫ്റ്റും പാസ്കൽസ് ലോ ആണ്. സോ ഇവിടെ നിന്നാണ് ചോദ്യം വരിക. സോ പാസ്കൽസ് ലോ നമ്മൾ എന്താ പറയുന്നത്? എക്സ്റ്റേണൽ പ്രഷർ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, എക്സ്റ്റേണൽ പ്രഷർ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ആ എക്സ്റ്റേണൽ പ്രഷർ ഈ ഫ്ലൂയിഡിലുള്ള ഓരോ ഈച്ച് ആൻഡ് എവറി പാർട്ടിക്കിളിലും, അതേപോലെ ഫ്ലൂയിഡ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള കണ്ടെയ്നറിന്റെ വോൾസിലോട്ടും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. അതായത് ഇവിടെയുള്ള ഒരു പോയിന്റ്, ഇതിനെ ഞാൻ എ എന്ന് വിളിച്ചു, ഈ ഒരു പോയിന്റ് ഇതിനെ ഞാൻ ബി എന്ന് വിളിച്ചു, ഈ പോയിന്റ് ഞാൻ സി എന്ന് വിളിച്ചു. ഓക്കെ അല്ലെ? സോ ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, എത്രയാണോ എക്സ്റ്റേണൽ പ്രഷർ കൊടുത്തത് അത് എ എന്ന് പറയുന്ന പോയിന്റിലോട്ടും ഈക്വൽ ആയിട്ട് കിട്ടും. ഇനി താഴെയാണ്, കുറച്ചധികം താഴെയാണ് കിടക്കുന്നത്, സെയിം ഹൈറ്റിലല്ല, എന്നിരുന്നാൽ പോലും അതേ പ്രഷർ തന്നെ ബിക്കും സിക്കും കിട്ടുന്നത്. എക്സ്റ്റേണലി നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്, എക്സ്റ്റേണലി നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ നമ്മൾ കൊടുക്കുന്ന പ്രഷർ എന്ത് ചെയ്യും? എക്സാക്ട്ലി ഈക്വൽ, ഈ എല്ലാ പോയിന്റ്സിലോട്ടും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യും. ഷെയർ അല്ല, ഈക്വൽ ആയിട്ട് കിട്ടും, വിത്തൗട്ട് എന്താ പറയാ ഒരു ഇതുപോലും കുറയാതെ. നമുക്കൊരു വാക്കുണ്ട് അൺഡിമിനിഷ്ഡ്. ഓക്കെ, അൺഡിമിനിഷ്ഡ് ആയിട്ട്, അതായത് ഒട്ടും കുറയാതെ തന്നെ എല്ലാ പോയിന്റ്സിലോട്ടും കണ്ടെയ്നറിന്റെ വാൾസിലോട്ടും ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. യെസ്, എന്താടാ? ഞാൻ ടെലഗ്രാമിൽ ഇടാം കേട്ടോ, ഇന്നോ അല്ലെങ്കിൽ നാളെയോ. കാരണം ഇന്നിപ്പോ എന്തായാലും ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അറൗണ്ട് ഒരു 9:30 വരെയെങ്കിലും ക്ലാസ് എടുക്കണം എന്നാണ്. സോ 9:30 കഴിഞ്ഞാൽ ഞാൻ നേരെ ഓടും വീട്ടിലോട്ട്. കാരണം ഇവിടുന്ന് കുറച്ചധികം ദൂരമുണ്ട്. എടാ ഞാനിപ്പം ബാംഗ്ലൂരാണ്, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പം നമുക്ക് ഇവിടുന്ന് കുറച്ചൊരു 8 കിലോമീറ്റേഴ്സിന്റെ അടുത്തുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോകണം. അപ്പം അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് നമുക്ക് നേരത്തെ ക്ലാസ് വെക്കാനും ബുദ്ധിമുട്ട്, ലേറ്റ് ആയിട്ട് ക്ലാസ് വെക്കാനും ബുദ്ധിമുട്ട് കേട്ടോ. 7 മണിക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു സെഷൻ ഒന്നും നമുക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എടാ നമ്മൾ കുറച്ച് ഫാസ്റ്റ് ആക്കണം കേട്ടോ, കാരണം നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. എന്താണ് പാസ്കൽസ് ലോ? വേഗം പറയാം. എന്താണ് പാസ്കൽസ് ലോ? എനി എക്സസ് പ്രഷർ അപ്ലൈ ടു ആൻ എൻക്ലോസ്ഡ്, ഓക്കെ, എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസ്ഡ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കണ്ടെയ്നർ ഒരു പിസ്റ്റൺ വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പിസ്റ്റണിൽ നമ്മൾ പ്രഷർ കൊടുക്കുന്നു. ഓക്കെ, അതാണ് എക്സ്റ്റേണൽ പ്രഷർ. അത് ഈക്വൽ ആയിട്ട് എല്ലാ പാർട്ടിക്കിൾസിനും ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ആ കണ്ടെയ്നറിന്റെ വോൾസിലോട്ടും എക്സ്പീരിയൻസ് ചെയ്യും. ഇതേ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ഹൈഡ്രോളിക് ലിഫ്റ്റ് പ്രവർത്തിക്കുന്നത്. സോ ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ബ്രേക്ക്, പ്രസ്, പമ്പ്സ്, കാലിബ്രേഷൻ ഓഫ് പ്രഷർ ഗേജ് ആൻഡ് പെയിൻ സ്പേസ്, ഇതൊക്കെ എന്താണ്? പാസ്കൽസ് ലോ ബേസ് ചെയ്തിട്ടാണ്. ഇതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് ആര് മാത്രമേ ഉള്ളൂ? ഹൈഡ്രോളിക് ലിഫ്റ്റ് മാത്രമേ പഠിക്കാനുള്ളൂ. ക്ലിയർ അല്ലടാ? യെസ്.
ഇനി അടുത്താണ് നമ്മൾ പറയുന്നത് പ്രഷർ അറ്റ് ഡെപ്ത് എന്ന് പറയുന്നത് കേട്ടോ. പ്രഷർ അറ്റ് ഡെപ്ത് ആണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. ക്ലിയർ? യെസ്. എടാ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ ഞാനിവിടെ പറയുന്ന പോയിന്റ്സ് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ആൻഡ് പ്രോബ്ലംസ് വരുമ്പോൾ എന്റെ കൂടെ ഇരുന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കൂടെ ഇരുന്ന് ഒരു ആരും നിങ്ങൾ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഞാൻ പിണങ്ങും. കാരണം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് വന്നിട്ട് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇറ്റ്സ് സോ അൺഫെയർ. അതുപോലെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്നും ലൈക്ക് ചെയ്തിട്ടില്ലടാ ക്രിയേറ്റീവ് വേൾഡ്. നീ ഒന്ന് പറഞ്ഞേ റസീന, നിങ്ങൾക്ക് പറ അവരോട്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ വേരിയേഷൻ ഓഫ് പി വിത്ത് ഡെപ്ത് ആണ് പറയാൻ പോകുന്നത്. സോ ഡെഫിനറ്റ്ലി ഞാൻ ഇവിടുത്തെ ഒരു പോയിന്റ് എടുക്കുവാണെന്ന് വിചാരിക്കും. ഓക്കെ, ഈ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ അല്ലേ? കൊള്ളാലോ. യെസ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് അറ്റ്മോസ്ഫിയറുമായിട്ട് ഓപ്പൺ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? അറ്റ്മോസ്ഫറിക് പ്രഷർ ആയിരിക്കും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ പി എ എന്ന് പറഞ്ഞിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക, ചിലപ്പോൾ നിങ്ങൾ പി എ ടി എന്ന് പറഞ്ഞിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക, ചിലപ്പോൾ നിങ്ങൾ ജസ്റ്റ് പി ഒ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പി സീറോ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അറ്റ്മോസ്ഫറിക് പ്രഷർ നിങ്ങൾ റെപ്രസെന്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവുക. വാട്ട് എവർ ഇറ്റ് മേ ബി. ഓക്കെ, സോ ഇവിടെ ഓപ്പൺ ആണ്, കണ്ടെയ്നർ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും? എക്സ്റ്റേണൽ പ്രഷർ എന്തായിരിക്കും? അറ്റ്മോസ്ഫറിക് പ്രഷർ ആയിരിക്കും. സോ ഈ അറ്റ്മോസ്ഫറിക് പ്രഷറും അലോങ് വിത്ത് ദാറ്റ് ഈ ഒരു പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന വേറൊരു പ്രശ്നം കൂടെ ഉണ്ടായിരിക്കുമല്ലോ. യെസ്, ഓഫ് കോഴ്സ് ഇവിടെയുള്ള ഈ ഒരു ഫ്ലൂയിഡ് കോളമിന്റെ പ്രഷറും കൂടെ എന്ത് ചെയ്യും? ആ ഒരൊറ്റ പോയിന്റിലോട്ട് എക്സ്പീരിയൻസ് ചെയ്യും അല്ലെ? അതായത് ഓൾറെഡി എക്സ്റ്റേണൽ പ്രഷർ വരുന്നുണ്ട്. അത് ഈ എല്ലാ പോയിന്റ്സിനും, അതായത് ഇവിടെയുള്ള പോയിന്റിനും ഇവിടെയുള്ള പോയിന്റിനും എല്ലാം എന്താണ്? ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ എല്ലാവർക്കും ഒരേപോലെ കിട്ടും. ഓക്കെ, യെസ്, അത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യും, സന്തോഷിക്കും നിങ്ങള്. അയ്യോ റസീന, താങ്ക് യു സോ മച്ച്. റസീനയ്ക്ക് എന്താ ഒരു ട്രാൻസ്ഫോർമേഷൻ മനസ്സിലാവും. കാരണം ആരും ഇല്ലാത്ത സമയത്താണ് റസീന വന്നത്. സോ റസീന ഇത് കടിക്കുമോ എന്നുള്ള ലെവലിലായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. എടാ നമുക്ക് ഇങ്ങനെയാ, നമ്മളിങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ വന്നിരുന്നിട്ട് പിന്നെ കുട്ടികൾ മിണ്ടുന്നില്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ ഇറിറ്റേറ്റഡ് ആയി പോകും കേട്ടോ. അതാണ് എനിക്ക് തോന്നുന്നു റസീനയ്ക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കറക്റ്റ് ആയിട്ട് മനസ്സിലായി കാണും. ഇപ്പൊ എത്ര ഞാൻ കൂളായി, കുറച്ചൊരു അരമണിക്കൂർ മുമ്പ് വരെ ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് റസീനയ്ക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അപ്പൊ നമ്മൾ പി എ എന്ന് പറഞ്ഞിട്ടാണ് എനിവേ ക്രിയേറ്റീവ് വേൾഡ് പഠിച്ചിട്ടുള്ളത്. സോ ആ പി എ ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അത് ഇവിടെയുള്ള എല്ലാ പോയിന്റ്സിനും കിട്ടും. ആൻഡ് ഓൾസോ ഇവിടെയുള്ള ഓരോ പോയിന്റ്സിനും അതിന് മുകളിൽ ഉള്ള ഫ്ലൂയിഡ് കോളമിന്റെ പ്രഷറും കൂടെ, അത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും കൂടെ കിട്ടും. അതെയാണ് നമ്മൾ പറയുന്നത് ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. എന്താണ് ഗേജ് പ്രഷർ എന്ന് പറയുന്നത്? ക്ലിയർ അല്ലടാ? ഗേജ് പ്രഷർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, യെസ്. ആൻഡ് അതേപോലെ ഇവിടെ ഇത്രയും എന്താ പറയുക, ഈ ഒരു സർഫസിൽ നിന്ന് ഇത്രയും താഴെയാണ് ഈ ഒരു പോയിന്റ് നിൽക്കുന്നത്. സോ ഈ ഒരു പോയിന്റിന്റെ ഫ്ലൂയിഡ് കോളം എന്ത് ചെയ്യും? ആ പോയിന്റിലോട്ട് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. സോ ഓരോ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ എന്താണ്? പുറത്തുനിന്നുള്ള അറ്റ്മോസ്ഫറിക് പ്രഷറും അതേപോലെ തന്നെ എന്തുണ്ട്? ആ പോയിന്റിന് മുകളിലുള്ള ഫ്ലൂയിഡ് കോളം എന്താ പറയുക പ്രൊവൈഡ് ചെയ്യുന്ന പ്രഷറും കൂടെ ഉണ്ടായിരിക്കും. സോ ടോട്ടൽ പ്രഷർ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ പറയും അറ്റ്മോസ്ഫറിക് പ്രഷർ. ഓക്കെ, അല്ലെങ്കിൽ പി എ ടി എം. ഓക്കെ, ഞാൻ യൂസ്ഡ് ആയിരിക്കുന്ന പി എ ടി എം ആണ് കേട്ടോ. പ്ലസ് എന്താണ്? ഇതിനെയാണ് നമ്മൾ പറയുക റോ ജി എച്ച്. എങ്ങനെയാണ് റോ ജി എച്ച് വരുന്നത്? നമുക്കറിയാം പ്രഷർ പി ഈസ് ഈക്വൽ ടു എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലെ? ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എം ജി എൽ ഡിവൈഡഡ് ബൈ എ. ഇനി എമ്മിനെ ഞാൻ എന്ത് ചെയ്യുക? ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റിയുടെ ടേമിലോട്ട് മാറ്റുക. എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡെൻസിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. സോ മാസിന് എനിക്ക് എങ്ങനെ പറയും? ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ക്ലിയർ അല്ലടാ? ഡെൻസിറ്റി ഇൻറ്റു വോളിയം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റി ഞാൻ ഇട്ടു. വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഏരിയ ഇൻറ്റു ലെങ്ത്. ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഞാൻ എന്താ പറയാ? ഈ ഒരു ഓക്കെ, ഇവിടെ ഈ ഒരു പോയിന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഓക്കെ ഞാൻ വരച്ചത് വെറുതെ കഷ്ടപ്പെട്ടു. ഓക്കെ, ഈ ഒരു പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് സർഫസിൽ നിന്നും h ഹൈറ്റ് ആണ്. സോ എനിക്ക് എഴുതാം h. സോ ഞാൻ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അതായത് പി ഈസ് ഈക്വൽ ടു എനിക്ക് ഇവിടെ എന്ത് കിട്ടി? എം ജി ബൈ എന്ന് കിട്ടി. എമ്മിന് പകരം ഞാൻ എന്ത് ചെയ്തു? h ഇൻറ്റു റോ ഇൻറ്റു എ ചെയ്തു, ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ, പിന്നെ ഇവിടെ ആരുള്ളത്? ഏരിയ കട്ടായി പോയി, എനിക്ക് കിട്ടി h റോ ജി. സോ എനിക്ക് കിട്ടി എന്താണ്? ഇവിടുത്തെ ഈ ഫ്ലൂയിഡ് കോളം പ്രൊവൈഡ് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് h റോ ജി. സോ പി ഈസ് ഈക്വൽ ടു h റോ ജി. ക്ലിയർ അല്ലടാ? ആൻഡ് ദിസ് ഇസ് ഗേജ് പ്രഷർ and this is atmospheric pressure and this is the total pressure. ഇപ്പം ഈ പറയുന്ന ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു കണ്ടെയ്നർ ക്ലോസ്ഡ് ആണെന്ന് വിചാരിക്കും. ക്ലോസ്ഡ് ആണെങ്കിൽ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ആ ഫ്ലൂയിഡ് കോളം എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ? ഇവിടെ നമുക്ക് പി എ ടി എം എങ്ങനെയാണ് വന്നത്? ഇവിടെ നമ്മൾ അറ്റ്മോസ്ഫറിക് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ റസീന, ഓക്കേടാ, ബൈ. എന്റെ പേര് റിഹാൻ ആണ്. ഓക്കെ റിഹാൻ. ഓക്കെ, യെസ്. അൻഷിക, താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു എന്താണ് അറ്റ്മോസ്ഫറിക് പ്രഷർ. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അൻഷിക, മനസ്സിന്ന് പോകുന്നില്ലെന്നൊക്കെ.
അപ്പൊ ഈ ഒരു ഫ്ലൂയിഡ് കോളം എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ആയിരിക്കും ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു കണ്ടെയ്നർ ക്ലോസ്ഡ് ആണെങ്കിൽ ഉണ്ടാകുന്നത്. അപ്പൊ എന്താണ് ഡെപ്തിനനുസരിച്ചിട്ടുള്ളതും എന്താണ് ഗേജ് പ്രഷർ എന്നുള്ളത് മനസ്സിലായല്ലോടാ? യെസ്. വാട്ട് ഈസ് ദ പ്രഷർ ഓൺ എ സ്വിമ്മർ 10 മീറ്റർ ബിലോ ദ സർഫസ് ഓഫ് എ ലേക്ക്? എഗെയിൻ നമ്മൾ ഈ സെയിം ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി അല്ലെ? അപ്പം സ്വിം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എന്താണ് അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്തായാലും ആക്ട് ചെയ്യും. ആൻഡ് ഓൾസോ ഈ 10 മീറ്റർ ഹൈറ്റിൽ അല്ലെ 10 മീറ്റർ ഹൈറ്റില് ഓക്കെ ഇതാണ് 10 മീറ്റർ എന്ന് പറയും. ഈ 10 മീറ്റർ ഹൈറ്റിലുള്ള ഫ്ലൂയിഡ് കോളം എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഉണ്ടായിരിക്കും. സോ PATM പ്ലസ് ഈ 10 മീറ്റർ കാരണം ഉണ്ടാകുന്ന ഗേജ് പ്രഷർ. ഓക്കെ ദാറ്റ് ഇസ് HROG. ആൻഡ് PATM ന്റെ വാല്യൂ നമുക്കറിയാം ദാറ്റ് ഇസ് 1.01 ആണ്. ഓക്കെ ഇൻറ്റു 10 to the power 5 പാസ്കൽ ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പറയും ഇൻ ടേംസ് ഓഫ് ATM നമ്മൾ പറയും എന്താണ് 1 ATM ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമ്മൾ ഇനി അടുത്തത് HROG. റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ അല്ലെ? വാട്ടറിന്റെ ഡെൻസിറ്റി പഠിച്ചു വെക്കണം. ആൻഡ് H എന്ന് പറയുന്നത് നമുക്ക് തന്നു 10 മീറ്റർ ആണെന്ന് തന്നു. ജിന്റെ വാല്യൂ നമ്മൾ 10 കൊടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഫൈനൽ ആൻസർ നമുക്ക് പ്രഷർ ആയിട്ട് കിട്ടുന്നു. റിഹാൻ അല്ലെ? റിഹാൻ ഞാൻ നോട്ട് ചെയ്ത് വെച്ചായിരുന്നു. റിഹാൻ താങ്ക് യു സോ മച്ച്. ഞാൻ ഇപ്പം വരാം. ക്രിയേറ്റീവ് വേൾഡ് ശരിയടാ നടക്കട്ടെ. അപ്പൊ അടുത്താണ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. ഇതൊന്നുമില്ല, ഉണ്ടായ ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് എല്ലാവരും ഈ പറയുന്ന പോലെ ഏരിയ പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ ആയിരുന്നല്ലോ. സോ ഈ ഏരിയ കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് വേണം? ഏരിയ കൂടുന്നതിനനുസരിച്ച് പ്രഷർ കൂടേണ്ടതല്ലേ, കുറയേണ്ടതല്ലേ? സോ ഇവർ ഈ ഏരിയ കൺസിഡർ ചെയ്തിട്ട് ABC എന്ന് പറയുന്ന ഈ ഒരു ഏരിയ കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യുവാണ് ഇവർ നോക്കിക്കഴിഞ്ഞപ്പം ഇവർ പറയുന്നത് എന്തായിരുന്നു? പണ്ട് കാലത്ത് പറഞ്ഞിരുന്നത് എന്താണ്? യെസ് ഇവിടെ ഏരിയ കൂടുതലല്ലേ അപ്പൊ ഇവിടെ പ്രഷർ കുറവായിരിക്കും. ഇവിടെ ഏരിയ ഇതിനെക്കാട്ടിലും കൂടുതലല്ലേ അല്ല കുറവല്ലേ അപ്പൊ ഇവിടെ പ്രഷർ ഇതിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മൾ എന്താണ് എന്ത് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് നമ്മുടെ സ്വന്തം ഇക്വേഷൻ HROG. ഓക്കെ സെയിം ഹൈറ്റിലാണോ സെയിം പ്രഷർ ആയിരിക്കും അവിടെ. ഓക്കെ അല്ലേ? അത് വലിയ കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് ഗേജ് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the pressure of the atmosphere at any point is equal to the weight of the column of air of unit cross sectional area extending from that point to the top of the atmosphere. Okay അല്ലേ? യെസ്. ആൻഡ് ദെൻ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇത്രയാണ്. അടുത്തത് ബാരോമീറ്ററും എന്താണ് നാനോമീറ്ററും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് പ്രഷർ മെഷർ ചെയ്യാനുള്ള ഒരു സംഭവമാണ് ബാരോമീറ്റർ എന്ന് പറയുന്നത്. ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാരോമീറ്റർ യൂസ് ചെയ്യുന്നത്. സോ ഫാർ ഞാനത് സ്കിപ്പ് ചെയ്യുവാണ്, കാരണം എക്സാക്ട്ലി നമ്മൾ ഈ പറഞ്ഞ ഒരു സംഭവം തന്നെയാണ്. ഇനി അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ഡീറ്റെയിൽഡ് 1 ഷോട്ട് കാണാം കേട്ടോ. ഓക്കെ ഇനി മാനോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഗ്യാസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലൂയിഡ് ഉണ്ട്, അതിന്റെ പ്രഷർ നമുക്ക് അറിയണം. അതിന്റെ പ്രഷർ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു യു ഷേപ്ഡ് മാനോമീറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യും. ഇതെന്താ ചെയ്യുക? ഈ ഒരു യു ഷേപ്ഡ് മാനോമീറ്റർ നമ്മൾ ഏത് ഗ്യാസിന്റെ ആണോ അല്ലെങ്കിൽ ഏതിന്റെ ആണോ നമുക്ക് പ്രഷർ കണ്ടെത്തേണ്ടത് അതിന്റെ ഒരു ഓപ്പണിങ്ങിലോട്ട് ഇതിനൊരു ഫിക്സ് ചെയ്ത് കൊടുക്കും. സോ ഈ ഒരു സൈഡ് എന്തായിരിക്കും? അതായത് ഇതിന്റെ ഈ ഒരു സൈഡ് ക്ലോസ്ഡ് ആണ്. ഇത് കോൺടാക്ട് വരുന്നത് എന്താണ്? ഈ ഗ്യാസുമായിട്ടാണ് കോൺടാക്ട് വരുന്നത്. ആൻഡ് ഹിയർ ഇറ്റ് ഇസ് എന്താണ്? അറ്റ്മോസ്ഫിയറുമായിട്ടാണ് കണക്ഷൻ വരുന്നത്. ഓക്കെ അല്ലേ? ആക്കിത്താ ഷിബും നമ്മൾ തമ്മിലൊരു ഫൈറ്റ് വേണം കേട്ടോ. അതാണ് ഓക്കെ. സോ യെസ് അപ്പൊ നമ്മൾ എന്താണ് പറയുന്നത്? സോ ഇപ്പം ഇത് ഒരേ ലെവലല്ലേ നിൽക്കുന്നത്? AB എന്ന് പറയുന്ന 2 പോയിന്റ്സും ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. വൺസ് ഇതുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പ്രഷർ എന്ത് ചെയ്യും? ഇവിടെ എക്സേർട്ട് ചെയ്യാൻ തുടങ്ങും അല്ലെ? ഇതിന്റെ പ്രഷർ എന്ത് ചെയ്യും? ഇവിടെ എക്സേർട്ട് ചെയ്യാൻ തുടങ്ങും. ആ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഫ്ലൂയിഡ് എന്താവും? കുറച്ച് താഴത്തോട്ട് പോകും. അതാണ് ഇപ്പം നമ്മൾ കണ്ടത്. ഓക്കെ അല്ലെ? ഇവിടെ നിന്ന് താഴെ പോകുന്നതിന്റെ ഭാഗമായിട്ട് എന്താ ഉണ്ടാവുക? യെസ് ഇവിടേക്ക് അത്രയും തന്നെ മുകളിലോട്ട് വരും. അതാണ് ഇവിടെ നമ്മൾ കണ്ട H ഹൈറ്റ് എന്തായി? മുകളിലോട്ട് പോയി. ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് H ഹൈറ്റ് എന്ത് വന്നിട്ടുണ്ട്? താഴത്തോട്ട് വന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേടാ? ഓൾ സെറ്റ് അല്ലേടാ? യെസ് അതിന്റെ അകത്ത് മെർക്കുറി ആണ്. യെസ് മെർക്കുറി ആണ്, ഞാൻ മിക്സ് ചെയ്തു പോയി അല്ലേ? ഈവൻ ബാരോമീറ്ററിന്റെ എക്സ്പെരിമെന്റിൽ നമ്മൾ പറയുന്നത് എന്താണ്? മെർക്കുറി തന്നെയാണ് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ മെർക്കുറി തന്നെയാണ്. താങ്ക് യു ക്രിയേറ്റീവ് വേൾഡ്, ഞാനത് ഓർത്തില്ലായിരുന്നു കേട്ടോ, പറയാനായിട്ട് ഞാൻ ഓർത്തില്ലായിരുന്നു. സോ ഡെഫിനറ്റ്ലി ഇവിടെ നമുക്ക് ഗ്യാസിന്റെ പ്രഷർ അറിയണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഗ്യാസിന്റെ പ്രഷർ അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? യെസ് ഈ ഒരു പോയിന്റിലെ പ്രഷർ നമുക്ക് ആദ്യം നോക്കാം. ആ പോയിന്റിലെ പ്രഷർ എന്ന് പറയുമ്പോൾ അവിടെ 2 പ്രഷർ ഉണ്ട്. ഒന്ന് അറ്റ്മോസ്ഫിയറുമായിട്ട് ടച്ചില്ല. സോ ദാറ്റ് മീൻസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടായിരിക്കും. പ്ലസ് ഈ H ഹൈറ്റ് ഉള്ള ഫ്ലൂയിഡ് കോളം ഇവിടെ എന്ത് ചെയ്യും? ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യത്തില്ലേ? സോ ദാറ്റ് ഇസ് HROG. ഓക്കെ സോ ഈ ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? A എന്ന് പറയുന്ന പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ കണ്ടെത്താൻ പറ്റും. ആ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും? ഈ ഗ്യാസ് കാരണം അല്ലെങ്കിൽ ഈ ഗ്യാസിന്റെ പ്രഷർ ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി നമുക്ക് ആ വാല്യൂ കിട്ടും. A U-tube contains water and methylated spirit separated by mercury. The mercury column in the 2 arms are in level with 10 centimeter of water in one arm and 12.5 centimeter spirit in the other. What is the specific gravity of spirit?
ഇനി വെനസ്ഡേ ആണ് റസീന. +1 വരുന്നത് വെനസ്ഡേ ആണ് കേട്ടോ. കാരണം നമ്മുടെ +2കാർക്ക് +2ലെ ചേട്ടന്മാർക്ക് ചേച്ചിമാർക്കും എക്സാം വരുന്നത് 12th ഫിസിക്സ് വരുന്നത് 12ാം തീയതിയാണ് എക്സാം വരുന്നത്. അപ്പോൾ കൂടുതൽ പ്രിപ്പറേഷൻ ക്ലാസ്സസ് അവർക്ക് പോകും. നിങ്ങൾക്ക് 18ാം തീയതി ആകുമ്പോഴത്തേനും ഫുൾ ക്ലാസ്സസ് നമ്മൾ തരും കേട്ടോ. ഇതേപോലെ മാരത്തൺസും എല്ലാം നമ്മൾ തരും. ഷോർട്ട് ക്വസ്റ്റ്യൻസും എന്താണോ +2ലെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കൊടുക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. തീർച്ചയായിട്ടും റസീന ടെൻഷൻ അടിക്കണ്ട. വി ആർ വിത്ത് യു ഡെഫിനറ്റ്ലി. സോറി റസീന അല്ല, റിഹാൻ. സോറിടാ. ഓക്കെ റിഹാൻ, നീ പേടിക്കണ്ട. നിന്റെ എക്സാം നല്ല അടിപൊളിയാക്കിയിട്ട് ഞങ്ങൾ കയ്യിൽ തരും. ഓക്കെ അല്ലടാ. സോ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു യൂട്യൂബ് ഉണ്ട്. ഓക്കെ, ഒരു യു ഷേപ്ഡ് ട്യൂബ് ഉണ്ട്. അതിലെന്താ ഉള്ളത്, മെത്തിലേറ്റഡ് സ്പിരിറ്റ് ആണുള്ളത്. ഓക്കെ അല്ലെ, മെത്തിലേറ്റഡ് സ്പിരിറ്റ്. ആൻഡ് അതിന്റെ ഈ സൈഡിൽ, അതായത് ഓൾറെഡി അതിൽ മെർക്കുറി ഉണ്ട്, ഈ സൈഡിൽ മെത്തിലേറ്റഡ് സ്പിരിറ്റ്. ആൻഡ് അവിടെ മറ്റേ സൈഡിൽ എന്താണ്, ഓക്കെ question mark. The YouTube contains water. Okay, water and methylated. Okay, ഒരു സൈഡിൽ വാട്ടർ ഉണ്ട്, ഒരു സൈഡിൽ മെത്തിലേറ്റഡ് സ്പിരിറ്റ് ഉണ്ട്. ഇവരെ തമ്മിലുള്ള സെപ്പറേഷൻ ആണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ മെർക്കുറി. ഓക്കെ, നാനോമീറ്ററിന്റെ സെയിം സെറ്റപ്പ്. The mercury column in the 2 amps are in level with 10 cm of water in 1 amp and 12 cm of spirit in the other. Okay, അതായത് ഇപ്പൊ നമ്മൾ യു ഷേപ്ഡ് ഇത് വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ, ഓക്കെ വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മെർക്കുറി ലെവൽ ഇങ്ങനെയാണെന്ന് വിചാരിക്കും. വാട്ടറിന്റെ ലെവൽ എങ്ങനെ നിൽക്കുന്നത് 10 cm ഹൈറ്റിലും, അതേപോലെ തന്നെ നമ്മുടെ ഇതിന്റെ നോക്കുവാണെങ്കിൽ 12.5 cm ആയിരിക്കും സ്പിരിറ്റും ഇരിക്കുന്നത്. നമ്മൾ ചോദിച്ചുള്ളത് വാട്ട് ഈസ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സ്പിരിറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ല, വാട്ട് ഈസ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എന്താ പറയാ സ്പിരിറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക. ഒന്നുമില്ല, നമുക്ക് ഇവിടെ H1 തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ മീറ്ററിലോട്ടാക്കി. H2 അതായത് നമ്മുടെ വാട്ടറിന്റെ ആണ് നമ്മൾ H2 ആയിട്ട് എടുക്കുന്നത്, അതിനെ നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി പോയിന്റ് എ, ഓക്കെ നമ്മളിപ്പം സെയിം പോയിന്റ്സ് എടുക്കുവാണ്. ഇപ്പൊ നമുക്ക് പോയിന്റ് എയും ബിയും കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രഷർ അറ്റ് പോയിന്റ് ബി, ഓക്കെ പ്രഷർ അറ്റ് പോയിന്റ്, ഓക്കെ ഇത് ഫിഗർ ബിയും ഡി ഒക്കെ എങ്ങനെയാണോ. ഓക്കെ എനിവേ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മളതായിട്ട് തന്നെ ചെയ്യാം കേട്ടോ. നമ്മൾ വെറുതെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അതിനെ നോക്കണ്ടല്ലോ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ യു ഷേപ്ഡ് വരുന്നത്. ഇത് യു ഷേപ്ഡ് ആണെന്നൊക്കെ നിങ്ങളൊന്ന് വിചാരിക്കൂലടാ. യെസ്. സോ ഇവിടെ നമ്മുടെ വാട്ടർ ലെവൽ നിൽക്കുവാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ മെർക്കുറി ലെവല്, ഇതാണ് നമ്മുടെ വാട്ടർ ലെവൽ. ഓക്കെ അല്ലടാ, വാട്ടർ ലെവൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വാട്ടർ ലെവൽ 0.1 മീറ്റർ ആണ് ഇത് വരുന്നത്. ആൻഡ് ദിസ് ഇസ് സ്പിരിറ്റിന്റെ ലെവൽ, ദാറ്റ് ഇസ് 0.125 മീറ്റർ. ക്ലിയർ അല്ലടാ? ആൻഡ് ഓഫ് കോഴ്സ് ഇവിടെ നമുക്ക് അറിയാം എന്താണ് സ്പിരിറ്റിന്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് ρ1. ഓക്കെ, ആൻഡ് ദിസ് ഇസ് H1 ആൻഡ് ദിസ് ഇസ് ρ2. ഓക്കെ അല്ലടാ, ദിസ് ഇസ് ρ2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്കറിയാം സെയിം ഹൈറ്റിലുള്ള പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ, സെയിം ഹൈറ്റിലുള്ള പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ആ പോയിന്റ്സിലെ പ്രഷർ എന്തായിരിക്കും എടാ, ആ പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ക്ലിയർ അല്ലേ? സെയിം പ്രഷർ ആയിരിക്കും. ക്ലിയർ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ എടാ, ഇവിടെ ഒരു കൺഫ്യൂഷനും കൂടെ ഉണ്ട്. അതായത് സെയിം ഹൈറ്റിലാണ് ഇവർ ഇരിക്കുന്നത്, മെർക്കുറിയുടെ ലെവലിലാണ് മാറ്റം വരുന്നത് കേട്ടോ. മെർക്കുറിയുടെ ലെവലിലാണ് മാറ്റം വരുന്നത്. യെസ്, വെൽക്കം പ്രോടെക്, വെൽക്കം. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഓക്കെ ഇത് രണ്ടും സെയിം ഹൈറ്റിലാണ് വരാം. ഓക്കെ, ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി. ഇത് രണ്ടും സെയിം ഹൈറ്റിലാണ്, മെർക്കുറിയുടെ ലെവലിലായിരിക്കും മാറുക. അതായത് മെർക്കുറിയുടെ ലെവൽ ഇവിടെ കുറച്ച് കയറിയിട്ടും ഇവിടെ കുറച്ച് ഇറങ്ങിയിട്ടായിരിക്കും. സോ ദിസ് ഹൈറ്റ് വിൽ ബി H1 ആൻഡ് ദിസ് വിൽ ബി H2. ഓക്കെ അല്ലേ? ആൻഡ് എക്കും ബിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് രണ്ടും അറ്റ്മോസ്ഫിയർ ആയിട്ട് ഓപ്പൺ ആണ് അല്ലെ. ദാറ്റ് മീൻസ് ഇവിടെ PO ഇവിടെയും PO ഉണ്ടാവും. ഓക്കെ അല്ലേ? അതായത് ഇത് എന്റെ ആണ്, ഇത് ബിന്റെ ആണ്, രണ്ടിടത്തും PO ഉണ്ടാവും. ആൻഡ് ഓൾസോ നമുക്കൊരു കാര്യം കൂടെ പറയാം, ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ലിക്വിഡ് കോളമിന്റെ പ്രഷർ ആയിരിക്കും. സോ ദാറ്റ് വിൽ ബി ρ1 H1G. ഹിയർ ഇറ്റ് വിൽ ബി പ്ലസ് ρ2 H2G. ഓക്കെ, ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ ജിയും പോയി അല്ലെ, പിയോയും പോയി. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ρ1 by ρ2 കിട്ടും, ദാറ്റ് ഇസ് ഈക്വൽ ടു H1 by H2 ആൻഡ് ദിസ് ഇസ് കോൾഡ് സ്പെസിഫിക് ഗ്രാവിറ്റി. യെസ് സുജാ ജോസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി ഹൈഡ്രോളിക് മെഷീൻസ് ആണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഹൈഡ്രോളിക് ലിഫ്റ്റ് ഫസ്റ്റ് വൺ. യെസ് അൻഷിക, യെസ്. സോ ഹൈഡ്രോളിക് ലിഫ്റ്റ് പാസ്കൽസിലും അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സെറ്റപ്പ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ആ ഒരു സെറ്റപ്പ് ഓക്കെ അല്ലടാ, ആ ഒരു സെറ്റപ്പ് അനുസരിച്ചിട്ട് നമുക്ക് പറയാം എന്താണ്, രണ്ട് ഓപ്പണിങ്സ് ഉണ്ട്. ഓക്കെ അല്ലെ, രണ്ട് ഓപ്പണിങ്സ് ഉണ്ട്. ഹൈഡ്രോളിക് ലിഫ്റ്റിന് രണ്ട് ഓപ്പണിംഗ് ഉണ്ട്, ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതായിരിക്കും. നമ്മൾ പറഞ്ഞതനുസരിച്ചിട്ട് ഇവിടെ രണ്ടും നമ്മൾ ക്ലോസ്ഡ് ആണ്. ഓക്കെ, എൻക്ലോസ്ഡ് ആണ്. ഓക്കെ അല്ലെ, ആൻഡ് ഇൻകംപ്രസിബിൾ ലിക്വിഡ് ആണ്. ഇൻകംപ്രസിബിൾ ലിക്വിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിന് കംപ്രസ് ചെയ്യാൻ പറ്റാൻ പാടില്ല. എയറിനൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കംപ്രസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഫ്ലൂയിഡിന് നമുക്ക് എന്ത് ചെയ്യാം, ലിക്വിഡിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, രണ്ടും ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നമ്മൾ ഒരു എക്സ്റ്റേണൽ പ്രഷർ കൊടുത്തു. ഇവിടെ നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ പ്രഷർ ആണ് F1 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഏരിയ A1 ആണ്. സോ ദ പ്രഷർ ഇസ് P എക്സ്റ്റേണൽ നമ്മൾ കൊടുത്തു.
നമുക്കറിയാം അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ ഇവിടെ എന്ത് പ്രഷർ നമ്മൾ കൊടുത്തോ അതെല്ലാം ഇവിടെ ഈ ത്രൂ ഔട്ട് ദി ഫ്ലൂയിഡും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കണ്ടെയ്നറിന്റെ വാൾസിലോട്ടും എന്ത് കിട്ടും? യെസ് യെസ്, ഞാൻ ഓർക്കുന്നു ക്രിയേറ്റീവ് വേൾഡ്. പ്രോട്ടൊക്കെ നേരത്തെയാണ്, നേരത്തെ 1.5 മണിക്കൂർ നേരത്തെയാണ് കേട്ടോ. ഓക്കെ, സോ എക്സാക്ട്ലി ഇവിടെ എത്ര പ്രഷർ ഉണ്ടോ അത്രയും പ്രഷർ തന്നെ ഇവിടെയും എക്സ്പീരിയൻസ് ചെയ്യും. ഇതാണ് പാസ്കൽസ് ലോ അനുസരിച്ച് നമ്മൾ പറഞ്ഞത്. സോ നമുക്ക് പറയാം F1/A1 തന്നെയായിരിക്കും F2/A2 എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഇത് ചെറിയ ഓപ്പണിംഗ് ആണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ നമ്മൾ കൊടുക്കുന്ന ചെറിയ ഫോഴ്സിന് നമുക്ക് അത്രയും വലിയ ഒരു എന്താ പറയാ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രഷർ നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ ചെറിയ ഫോഴ്സ് കൊടുത്തു, പക്ഷെ ഇവിടെ നമുക്ക് വലിയ ഫോഴ്സ് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്ര പ്രഷർ ഇത്രയും ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്രത്തോളം ലോഡ് ഇവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ചെറിയ കുറച്ച് ഫോഴ്സ് കൊടുത്തിട്ട് നമുക്ക് വലിയ ഫോഴ്സിനെ അവിടെ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് നമ്മുടെ ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോടാ. ക്രിയേറ്റീവ് വേൾഡ് അതുപോലെ തന്നെ റിഹാൻ അതുപോലെ അൻഷിക പ്രോടെക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് പറയണം കേട്ടോ, എന്നാലേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. ഇവിടെ എത്ര പ്രഷർ ആണ് കൊടുത്തത്, എക്സ്റ്റേണലി നമ്മൾ എത്ര പ്രഷർ കൊടുത്തു, അതൊട്ടും തന്നെ കുറയാതെ എല്ലാ പോയിന്റ്സിലോട്ടും ആൻഡ് ഓൾസോ കണ്ടെയ്നറിന്റെ വോൾസിലോട്ടും കിട്ടും. സോ ഇവിടെ എത്ര പ്രഷർ കൊടുത്തോ അത്രയും പ്രഷർ ഇവിടെയും കിട്ടും. സോ F1/A1 ആണ് അവിടുത്തെ പ്രഷർ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു F2/A2. ക്ലിയർ അല്ലേടാ? യെസ്, താങ്ക് യു. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഈ ഒരു റിലേഷൻ കിട്ടി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനാ ഈ റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കുന്നത്? യെസ്, എനിക്ക് ഈ F2 അറിയണം. അതായത് എനിക്ക് എത്രത്തോളം ഒരു വെയിറ്റ് ലോഡ് ചെയ്യാനായിട്ട് ലിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് അറിയണം. സോ F2 ബിക്കംസ് F1/A1 ഇൻടു A2 ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, എനിക്ക് ഇത്ര ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെ സോറി, എനിക്ക് F1 ആണ് അറിയേണ്ടത്. കാരണം F2 എനിക്ക് അറിയാലോ. അതായത് എനിക്ക് എന്റെ മുമ്പിൽ വരുന്ന ഒരു കാർ ഇത്രയാണ് വെയിറ്റ് എന്ന് എനിക്ക് അറിയാൻ പറ്റും. ആ വെയിറ്റിനെ എനിക്ക് ലിഫ്റ്റ് ചെയ്യാനായിട്ട് എത്രത്തോളം എന്താ പറയാ ഫോഴ്സ് ഞാൻ ഇവിടെ കൊടുക്കണം എന്നുള്ളത് എനിക്ക് കണ്ടുപിടിക്കാം. സോ ദാറ്റ്സ് വൈ F1 which is equal to F1 which is equal to F2/A1 into F2/A2 into A1. മൊത്തം തെറ്റിപ്പോയി. ഓക്കെ അല്ലടാ? ക്ലിയർ. ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രോസസ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനും വരാം. ഓക്കെ അല്ലടാ? സോ എടാ നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്കൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. ജസ്റ്റ് 5 മിനിറ്റ് എടുക്കത്തുള്ളൂ. ഞാൻ കുറെ നേരം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ സഫക്കേഷൻ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഞാനൊന്ന് പുറത്തൊക്കെ പോയിട്ട് ഒന്ന് റീഫ്രഷ് ആയിട്ട് ഞാൻ വരാം. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത്. എന്നെ പറ്റിക്കോ നിങ്ങൾ? ഉണ്ടാവുമോ ഇല്ലയോ? അത് ആദ്യം പറ. എടാ ഫയറിനൊക്കെ മുമ്പ് എനിക്ക് ആദ്യം പറഞ്ഞോണ്ടാ നിങ്ങൾ ഇവിടെ നിൽക്കോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, ഞാൻ പോവില്ല. റിഹാൻ, അൻഷിക, ക്രിയേറ്റീവ് വേൾഡ് എല്ലാരും, പ്രോട്ടക്, ഇവരെല്ലാരും ഇവിടെ തന്നെ ഉണ്ടാവണം. എന്നെ പൊക്കി പറഞ്ഞിട്ടൊക്കെ പോകാനും മുങ്ങാനല്ലേ ഞാൻ സമ്മതിക്കൂല. ക്രിയേറ്റീവ് വേൾഡ് ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, എങ്കിൽ ഞാനൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കട്ടെ. ഓക്കെ പ്രോട്ടക്, നോ ഇഷ്യൂസ്, നോ ഇഷ്യൂസ്. എടാ സുജിന, നീ നിൽക്കൂലേ? പറ. എടാ സുജിന്റെ പേര് സുജിൻ തന്നെയാണോ? യെസ്, അങ്ങനെയാണെങ്കിൽ ഒരു 5 മിനിറ്റ്. സോ നൗ 7:28. നമുക്ക് 7:35 മീറ്റ് ചെയ്താൽ പോരെ? എനിക്ക് ഇത്രയും പേരെ തന്നെ ഉണ്ടാവണം കേട്ടോ. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എനിക്ക് പുറത്ത് കടന്നില്ലെങ്കിൽ എനിക്ക് ആകെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ്. ഓക്കെ സുജിൻ, നോ ഇഷ്യൂസ്, നോ ഇഷ്യൂസ്. ആഹാ നമ്മുടെ റിഹാൻ ചെറുതായിട്ടൊന്ന് മുങ്ങാനുള്ള പരിപാടിയാണല്ലോ. ഓക്കെടാ, എങ്കിൽ നമുക്ക് 7:35 നമുക്ക് കാണാം കേട്ടോ. 7:35 നമുക്ക് പിന്നെയും കാണാം. ഓക്കെ, യെസ്. പിന്നല്ല, കാണും, കണ്ടിരിക്കും.
യെസ്. എന്റെ അമ്മ ഇതെന്താടാ ക്രിസ്മസിന്റെ സ്പെഷ്യൽ ആണോ? ഇത് എന്തോന്നാണോ ഇതൊക്കെ? യെസ്, നിങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ കോൺവെർസേഷൻസ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണല്ലേ? യെസ്, വന്നു സുജിൻ. യെസ് അൻഷിക, എത്തി. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ കണ്ടിന്യൂ ചെയ്യല്ലടാ. യെസ്, ഫൈനലി നമ്മുടെ ഷിബില മാം ഇസ് ഹിയർ. ജസ്റ്റ് കഴിഞ്ഞു മാം. കുട്ടികൾക്ക് എന്നെ കാണാൻ പറ്റത്തില്ല. എന്താണ് മാം ഇങ്ങനെ എന്റെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വരുന്നത്? എന്താണ് മാമിന്റെ പാത്രത്തിലുള്ളത് മാം? യെസ്, ഇവിടെ നമ്മുടെ ഷിബില മാം ഉണ്ട്. യെസ്, കുട്ടികളെ മിസ് ചെയ്യുമ്പോൾ സ്നേഹാണ്. യെസ്, ക്രിയേറ്റീവ് വേൾഡ് ഉണ്ട്, സുജിൻ ഉണ്ട്, ആൻഡ് അൻഷിക ഉണ്ട്. ഹായ് ഗൈസ്. എല്ലാവർക്കും അറിയണ്ടാവല്ലോ, ഫേമസ് അല്ലേ? അപ്പൊ ശരി, ബൈ. ഞാൻ ബ്രേക്ക് ആയിരുന്നു, ഇപ്പൊ തുടങ്ങിയേ ഉള്ളൂ. യെസ്, ഞാൻ ഇപ്പൊ തീർന്നേ ഉള്ളൂ. ബൈ. യെസ്, അപ്പൊ നമ്മൾ ബാക്കി കണ്ടിന്യൂ ചെയ്യല്ലേ? ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് 2 syringes. ഓക്കെ, ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ 2 syringes ഉണ്ട് ഓഫ് ഡിഫറെന്റ് ക്രോസ് സെക്ഷൻ. ഓക്കെ അല്ലെ? 2 syringe ഉണ്ട്, രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയ ആണ് അതിനുള്ളത്. ഫിൽഡ് വിത്ത് വാട്ടർ ആർ കണക്റ്റഡ് വിത്ത് എന്റെ ദൈവമേ, കേറി വന്നപ്പോഴത്തേനും ആകെ കണക്ഷൻ വിട്ടുപോയെന്ന് തോന്നുന്നു, പെന്നൊക്കെ മാറിയെടുക്കുന്നത്. Okay, filled with water are connected with a tightly fitted rubber tube filled with water. Diameter of the smaller piston and larger piston is 1 centimeter and 3 centimeter respectively. Find the force exerted on larger piston when a force of 10 Newton is applied to the smaller piston. So നമുക്ക് അറിയാലോടാ, ഇവിടെ നമുക്ക് ഇതിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് അല്ലെ? ഡയമീറ്റർ തന്നിട്ടുണ്ട്. ആ ഡയമീറ്റർ എന്തിനാ തരുന്നത്? സിറിഞ്ച് ആണെന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് ഏരിയ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം അല്ലെ? ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താ പറയുക, ഡയമീറ്റർ ആയതുകൊണ്ട് d/2 the whole square. That means pi d²/4 വരും നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. സോ നമുക്ക് രണ്ടിന്റെയും, അതായത് സ്മോളർ പിസ്റ്റന്റെയും ലാർജർ പിസ്റ്റന്റെയും എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്നു. ഓക്കെ അല്ലെ? ഫസ്റ്റ് നമ്മളത് ചെയ്തു. അതിനുശേഷം നമുക്കറിയാം, അതായത് അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ ഇവിടെ എത്രയാണോ പ്രഷർ കൊടുത്തത് അത് തന്നെയായിരിക്കും ഇവിടെ ഫീൽ ചെയ്യുന്നത്. ആൻഡ് നമ്മൾ സമ്മറൈസ് ചെയ്തു F1/A1 which is equal to F2/A2. അതിൽ നമുക്കറിയാം എന്തൊക്കെ നമുക്ക് അറിയാൻ പറ്റും. F1 അറിയാം, ദാറ്റ് ഇസ് ഗിവൺ അല്ലെ? 10 ന്യൂട്ടൺ എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ A1 ഉം A2 കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് ഫൈനലി F2 നമുക്ക് ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈസി ആയിട്ട് കിട്ടത്തില്ലടാ, സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? ആണല്ലോ റിഹാൻ? യെസ്, എടാ സിമ്പിൾ അല്ലേ? ഈ ക്വസ്റ്റൻ സിമ്പിൾ അല്ലേ? ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് വിടുവാണ് കേട്ടോ, നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറെ ചോദ്യത്തിലോട്ട് പോകണം. A schematic diagram of machine is shown below. Write the name of the machine. ഒന്ന് പറഞ്ഞടാ, write the name ഒന്ന് വേഗം പറ. യെസ്, ക്രിയേറ്റീവ് വേൾഡ്, കറക്റ്റ് ആണ്. ഇതൊന്ന് വേഗം പറഞ്ഞേ. മെഷീന്റെ പേര് പറ. എന്താണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രത്തിൽ നിങ്ങൾ എന്ത് മെഷീനാണ് കാണുന്നത്? സുജൻ, ക്രിയേറ്റീവ് വേൾഡ്, റിഹാൻ, അൻഷിക. യെസ്, എക്സാക്ട്ലി. ഇനി അടുത്ത എന്താ ചോദ്യം നമ്മുടെ ചോദിച്ചിട്ടുള്ളത്? In the figure, mass of the car is 3000 kilogram. മാസ് തന്നിട്ടുണ്ട് കേട്ടോ, മാസ് തന്നിട്ടുണ്ട്. The area of cross section of the piston carrying the car, അതായത് നമ്മുടെ ലാർജർ പിസ്റ്റന്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. That is 425 centimeter square. What is the pressure on the smaller piston? Again simple ആണ് അല്ലെ? നമുക്കറിയാം ഇവിടെ നമുക്ക് കാറിന്റെ എഫ് അറിയാൻ പറ്റും അല്ലെ? mg അറിയാൻ പറ്റും. This is F2. So mg അറിയാൻ പറ്റും. കാരണം എന്താണ്? m തന്നിട്ടുണ്ട്. ഓക്കെ, മാസ് തന്നിട്ടുണ്ട്. ഇൻറ്റു ജി കണ്ടുപിടിച്ച് F2 കണ്ടുപിടിക്കാം. ഇനി ഇതിന്റെ തന്നെ ഏരിയയും തന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് എത്രയാണോ കിട്ടിയത്, ഓക്കെ, ഇവിടുത്തെ ഏരിയയും കൂടെ ചെയ്തിട്ട് നമുക്ക് എത്രയാണോ കിട്ടിയത് ആ പ്രഷർ തന്നെയായിരിക്കും എവിടെ ഉണ്ടായിരിക്കുന്നത്? ഇവിടെയും ഉണ്ടായിരിക്കുന്നത് അല്ലേ? യെസ്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്മോളർ പിസ്റ്റന്റെ കിട്ടിയില്ലടാ. സിമ്പിൾ. ഓക്കെ, ക്ലിയർ? സിമ്പിൾ ആണ്. നമുക്ക് ഇവിടെ F is equal to mg കണ്ടുപിടിച്ചാൽ F is equal to mg, ഇതിന്റെ മാസ് തന്നിട്ടുണ്ട്, ഇതിന്റെ ഏരിയയും തന്നിട്ടുണ്ട്. സോ പ്രഷർ ഇവിടത്തെ കണ്ടുപിടിച്ചു. ഇതേ പ്രഷർ തന്നെയാണ് ഇവിടെയും വരുന്നത് അല്ലെ? ഇവിടുത്തെ ഫോഴ്സ് കിട്ടി, ഏരിയ കിട്ടി, പ്രഷർ കണ്ടുപിടിച്ചു. ഇതേ പ്രഷർ തന്നെയാണ് ഇവിടെ വരുന്നത്. സോ എക്സാക്ട്ലി ദ സെയിം. സോ വൺസ് F2/A2 കണ്ടുപിടിച്ചാൽ നമ്മുടെ ആൻസർ ആയി. യൂണിറ്റ് കൺവേർഷൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി.
എടാ നമുക്കുള്ളത് നീറ്റിന്റെ ക്രാഷ് കോഴ്സ് ആയിരുന്നു. ബട്ട് നിങ്ങൾ എല്ലാവരും കൂടെ ഇപ്പം എന്താ പറയുക, നമ്മുടെ ബോർഡ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ട്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് അറേഞ്ച് ചെയ്യാം കേട്ടോ. പക്ഷെ നമ്മൾ എന്താ പറയുക, നമ്മളൊരു മിനിമം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വോളിയം ഉണ്ട്. ഇത്രയും നമ്പർ ഓഫ് സ്റ്റുഡൻസ് എൻറോൾ ചെയ്താലേ നമുക്കത് ചെയ്യാം, നമുക്കതൊരു എന്താ പറയുക ഒരു പെയ്ഡ് ബാച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പെയ്ഡ് ബാച്ചിന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ എത്ര പേര് വരും എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് പറ. നിങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരൊക്കെ നിങ്ങൾ സംസാരിച്ചിട്ട് കുറെ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ബാച്ചും കൂടെ തുടങ്ങും. നമ്മൾ നീറ്റിന്റെ ക്രാഷ് കോഴ്സ് തുടങ്ങി. സോ തീർച്ചയായിട്ടും ഇതും നമ്മൾ ചെയ്യുന്നതായിരിക്കും. യെസ് അൻഷിക, കറക്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, ക്ലിയർ. സോ അടുത്ത ക്വസ്റ്റിലോട്ട് പോയിട്ടോ. പ്രിൻസിപ്പിൾ ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. വേഗം പറ പ്രിൻസിപ്പിൾ ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. എടാ നമ്മളിപ്പോ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് മേജർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ കിടക്കുവാണ്. നമ്മളിങ്ങനെ തട്ടിക്കളിച്ച് നിന്ന് കഴിഞ്ഞാൽ ശരിയാവൂല. ഓക്കെ, ക്രിയേറ്റീവ് വേൾഡിന് വേണം. പിന്നെ ആർക്കൊക്കെയാടാ വേണ്ടത്? ട്യൂഷൻ ആർക്കൊക്കെയാ വേണ്ടത്? ഞാനൊരു കൗണ്ട് എടുക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ തീരുമാനം പറയും. ഒരു 10 പേര് നിങ്ങൾ വരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നല്ല റീസണബിൾ ആയിട്ടുള്ള, നമ്മളിപ്പോൾ നീറ്റ് ക്രാഷ് കോഴ്സിന്റെ പോലും പ്രൈസ് നിങ്ങൾക്ക് അറിയാം, ഓൾമോസ്റ്റ് 5000 റുപ്പീസേ വരുന്നുള്ളൂ. സോ ആ 5000 റുപ്പീസ് ഫോർ 6 months. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെ നിങ്ങൾക്ക് എന്താ പറയാ പറ്റും. യെസ് അൻഷിക, ക്രിയേറ്റീവ് വേൾഡ്, സുജിൻ, എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു കേട്ടോ. യെസ്, പാസ്കൽസ് ലോ ആണ്. സോ അതും നമ്മൾ ലീവ് ചെയ്തു. നെക്സ്റ്റ് വൺ ഇസ് പാസ്കൽസ് ലോ സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ദ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ദെൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് F2 കണ്ടുപിടിക്കുക എന്നുള്ളത്. നമ്മൾ ഓൾറെഡി ആ ഡെറിവേഷൻ ഒക്കെ എത്തി. എടാ മക്കളെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം. ഈ സംഭവം ഞാൻ സ്കിപ്പ് ചെയ്യാണ്, കാരണം നമ്മൾ ഓൾറെഡി ഇത്രയും നേരം പറഞ്ഞതാണ് കേട്ടോ. സുജിൻ തോമസ്, ഓക്കെ. ഇനി ബാക്കിയുള്ളവർ കൊണ്ടുപോകാം. നിങ്ങൾ ഒരു 10-15 പിള്ളേർ അറേഞ്ച് ചെയ്ത് കൊണ്ടാ നമുക്ക് ചെയ്യാന്നേ. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ് ബൈ ഡ്രോയിങ് ഫിഗർ. എടാ കേരള ബോർഡ് 2022 ഓക്കെ, കേരള ബോർഡ് 2022 ക്വസ്റ്റൻ ആണ്. സോ നിങ്ങൾക്ക് മനസ്സിലാവും, റിപ്പീറ്റഡ് ആയിട്ട് സെയിം ക്വസ്റ്റ്യൻ. പാസ്കൽസ് ലോ ഹൈഡ്രോളിക് ലിഫ്റ്റ് നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. സോ എടാ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യെസ് അഗെയിൻ അല്ല, അതിന്റെ ആൻസർ ആയിരുന്നു, സോറി. അടുത്തത് നമ്മൾ നമ്മുടെ ഡൈനാമിക്സിലോട്ട് എത്തി. ഫ്ലൂയിഡ് ഡൈനാമിക്സിലോട്ട് എത്തി. യെസ്, സെറ്റാണോ? ഓക്കെ, യെസ്. അപ്പൊ സ്ട്രീം ലൈൻ ഫ്ലോ ആണ് നമ്മൾ പറയുന്നത്. സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റഡി ഫ്ലോ. ഓക്കെ, സ്റ്റഡി ഫ്ലോ ആണ്. ഓക്കെ അല്ലെ? ആൻഡ് ഈ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുമ്പം ഇപ്പൊ എന്താ, നമ്മുടെ വാട്ടർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഓക്കെ, വാട്ടർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുവാണ്. സോ ഞാൻ സ്പെസിഫിക് ആയിട്ട് ഈ ഒരു സ്പേസ് മാത്രം ഞാൻ കൺസിഡർ ചെയ്യുക. ഇവിടെ ഏത് പാർട്ടിക്കിൾ ഇതിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും അതെല്ലാം എക്സാക്ട്ലി ആ പെർട്ടിക്കുലർ പോയിന്റിലെ വെലോസിറ്റിയിലായിരിക്കും പോവാം. ഇപ്പൊ ലെറ്റ്സ് ഇത് V1 ആണ്. അടുത്ത് ഞാനൊരു ഏരിയ കൺസിഡർ ചെയ്തിട്ടുണ്ട്, അവിടുത്തെ വെലോസിറ്റി V2 ആണ്. സോ ഇവിടുന്ന് V1 എന്ന് വരുന്ന പാർട്ടിക്കിൾ ആണെങ്കിലും ഇവിടെ V2 വെലോസിറ്റിയിലെ പോകുള്ളൂ. അതാണ് സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ ചെറുതായിട്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നമുക്ക് 2 ടൈപ്പ് ഫ്ലോ ആണുള്ളത്. ഒന്ന് സ്റ്റഡി ഫ്ലോ, മറ്റത് ടർബുലന്റ് ഫ്ലോ. ഓക്കെ, അത് ഞാൻ ഒരു എക്സാമ്പിൾ മാത്രമേ പറയുന്നുള്ളൂ. സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാപ്പ് പതുക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ധാരാളമായിട്ട് വീഴും. ദാറ്റ് സ്റ്റഡി ഫ്ലോ. ഓക്കെ, അവിടെ എന്ത് ചെയ്യുന്നില്ല, ഈ ലയറുകൾ നമ്മൾ മിക്സിംഗ് സംഭവിക്കുന്നില്ല. ഓക്കെ അല്ലെ? ആൻഡ് അവിടെ എന്താ പറയാ, കൂടുതൽ ഫ്രിക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ലോസ് ഓഫ് എനർജി ഉണ്ടാവുന്നില്ല അവിടെ. ക്ലിയർ അല്ലേ? യെസ്, അതാണ് ഒരൊറ്റ പർട്ടിക്കുലർ പോയിന്റ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഇതാണ് ഇപ്പൊ എന്റെ ആ പോയിന്റ്. ഇതിലൂടെ പാസ് ചെയ്യുന്ന എല്ലാത്തിനും ഈ പർട്ടിക്കുലർ പോയിന്റിലുള്ള വെലോസിറ്റി എപ്പോഴും സെയിം ആയിരിക്കും. ഇവിടെ നിന്ന് എത്ര വെലോസിറ്റിയിൽ വന്നോട്ടെ, ആ സ്ട്രീം ലൈൻ ഫ്ലോ ആണോ അതിന് ഈ സ്ഥലത്ത് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ സെയിം വെലോസിറ്റി ആയിരിക്കും. അതിലൂടെ പാസ് ചെയ്യുന്ന എല്ലാ പാർട്ടികളും ഇത് തന്നെയായിരിക്കും. അപ്പുറത്ത് ഞാനൊരു പോയിന്റ് എടുത്തു, ഇവിടെയും എന്തായിരിക്കും, എക്സാക്ട്ലി സെയിം സ്പീഡിലായിരിക്കും എന്ത് ചെയ്യുന്നത്. ഇവിടുത്തെ V1 ആണ് സ്പീഡെങ്കിൽ ഈ V1 പോകും. ഇവിടുത്തെ സ്പീഡ് V2 ആണെന്നുണ്ടെങ്കിൽ ഈ V1 വന്നതൊക്കെ എന്താണ് ഇവിടെ V2 ആയിട്ട് പോകത്തുള്ളൂ. അതാണ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കൃത്യമായിട്ട് ഇതാക്കും. യെസ്, അപ്പൊ സ്റ്റഡി ഫ്ലോ, ടർബുലന്റ് ഫ്ലോ. ടർബുലന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേ ടാപ്പ് തന്നെ നല്ലപോലെ ഫോഴ്സ് കൂട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ നല്ലപോലെ തുറന്നു, അപ്പൊ എന്താണ് ഭയങ്കര എന്താ പറയാ, ഇങ്ങനെ ഭയങ്കര എന്താ പറയുക ഭ്രാന്തമായിട്ടുള്ള ഒരു പോക്കലുണ്ടാവും. അവിടെ എന്താ പറയാ, ഇന്റർമിക്സിംഗ് ഓഫ് ലെയേഴ്സ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇവരെ തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും അല്ലെ, ഈ വാട്ടറിന്റെ ലെയറുകൾ നമ്മൾ എന്തായിരിക്കും, ഒരു ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും. ആ ഫ്രിക്ഷന്റെ ഭാഗമായിട്ട് അവിടെ എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ഓർ സംതിങ് ഉണ്ടായിരിക്കും. യെസ്, ഓക്കെ. സോ അതാണ് സ്റ്റഡി ഫ്ലോയും ടർബുലന്റ് ഫ്ലോയും. ഞാൻ ബ്രീഫ് ആയിട്ട് പറയുന്നുള്ളൂ, അതൊക്കെ നമുക്ക് കാര്യമായിട്ട് അറിയേണ്ടവരെ നമ്മുടെ വൺ ഷോട്ട് കാണാം കേട്ടോ. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് സ്ട്രീം ലൈൻസ്. അതിന് ടാൻജന്റ് മീൻസ് ഈ സ്ട്രീം ലൈൻ ഫ്ലോയിൽ പോകുന്നതിന്റെ നേരെ ആ പെർട്ടിക്കുലർ പോയിന്റിൽ ടാൻജന്റ് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെലോസിറ്റിയുടെ ഡയറക്ഷൻ കിട്ടും. ആൻഡ് സ്ട്രീം ലൈൻസിൽ 2 ലൈൻസ് നമ്മൾ എന്തെങ്കിലും ക്രോസ് ചെയ്യത്തില്ല. ആൻഡ് ഓൾവേസ് ഫ്ലൂയിഡ് വെലോസിറ്റി ഇസ് ഗ്രേറ്റർ വെർ സ്ട്രീം ലൈൻസ് ആർ ക്ലോസ്ലി സ്പേസ്ഡ്. അതായത് ഇപ്പൊ നമ്മുടെ സ്ട്രീം ലൈൻസ് ഒക്കെ ഭയങ്കര ക്ലോസ്ഡി ഇതാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വെലോസിറ്റി എന്തായിരിക്കും, കൂടുതലായിരിക്കും. ആൻഡ് ഇവർ നമ്മൾ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ വെലോസിറ്റി കുറവായിരിക്കും. വെലോസിറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതെന്താവും, യെസ് അത് ടർബുലന്റ് ഫ്ലോയിലോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. വെലോസിറ്റി കുറവാണെങ്കിൽ കുഴപ്പമില്ല. ഇനി ഇതാണ് നമ്മുടെ മെയിൻ പോയിന്റ് സ്ട്രീം ലൈനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പോയിന്റ്
യെസ്, അതാണ് സുജിൻ. Fluid velocity remains constant at any point of streamline, but it may be different at different points of the same streamline. നമ്മൾ പറഞ്ഞ ഇതേ കാര്യം തന്നെ കേട്ടോ. എന്റെ പ്രോട്ടൊക്കെ എനിക്ക് വയ്യ. യെസ് സുജിൻ, യെസ് യെസ് യെസ്, അതാണ് നമ്മുടെ ഫസ്റ്റ് മൈൽ സ്റ്റോൺ. പെട്ടെന്ന് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്കാലോ. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രീം ലൈൻ ഫ്ലോ ആൻഡ് ടർബുലന്റ് ഫ്ലോ? ഞാൻ അത് കൂടുതൽ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എക്സാക്ട്ലി എന്താണെന്നുള്ളത്. ഇനി മനസ്സിലാവാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല, കാരണം നിങ്ങൾക്ക് ജനറലൈസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ആൻഡ് എന്താ പറയുക, നിങ്ങൾക്ക് ഇനി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലെക്ചേഴ്സ് കാണാം, അല്ലെങ്കിൽ ജസ്റ്റ് ഈ പോയിന്റ്സ് മാത്രം ഒന്ന് വായിച്ചു വിട്ടാൽ മതി കേട്ടോ. യെസ്, ഇനി അടുത്തതാണ് നമ്മുടെ സ്വന്തം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, ഏരിയ ഇൻടു വെലോസിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് വാല്യൂ. ഓക്കെ അല്ലേ? ഏരിയ ഇൻടു വെലോസിറ്റി വിച്ച് ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ. സോ ഇവിടെ നമ്മൾ യെസ് കേരള കുറെ കാലമായില്ല കണ്ടിട്ട്. യെസ് അൻഷിക, യെസ് ഐ നോ സുജിൻ, ഐ നോ. ഓക്കെ, ഏരിയ ഇൻടു വെലോസിറ്റി ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ. ഓക്കെ അല്ലടാ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏരിയ കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ വെലോസിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ? അല്ല, യെസ് അല്ല, ഏരിയ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻടു 1/v അല്ലേ? സോ ഏരിയ കൂടുതലാണോ വെലോസിറ്റി കുറവായിരിക്കും? ഏരിയ കുറവാണോ വെലോസിറ്റി കൂടുതലായിരിക്കും? ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് നാരോ പൈപ്പിലൊക്കെ എന്തുണ്ടാവുന്നത്? ആ ഫ്ലോ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൂടുതൽ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, നമ്മൾ ഈ പൈപ്പൊക്കെ നമ്മൾ ഗാർഡനിങ് ഒക്കെ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ചെറുതായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഫോഴ്സ് കൂട്ടാനായിട്ട് ഈ പൈപ്പിന്റെ എക്സാക്ട്ലി ഉള്ള വിട്ടിൽ നിന്ന് കുറച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വിരൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ നമ്മളിങ്ങനെ ആക്കാറില്ലേ? സോ എക്സാക്ട്ലി ദ സെയിം തിങ് ആണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ ഈ ഒരു ഇക്വേഷനിൽ പറയുന്നത്. എ വി വിച്ച് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് വാല്യൂ. ഓക്കെ, ഏരിയ കൂടിയാൽ വെലോസിറ്റി കുറയും. ക്ലിയർ അല്ലടാ? ഇനി നേരത്തെ ചോദിച്ച ബർണോളിസ് തിയറത്തിലൂടെ നമ്മൾ വരാൻ പോവാണ് കേട്ടോ. എ റീജിയൻ ഓഫ് സ്ട്രീംലൈൻ ഫ്ലോ ഓഫ് an incompressible fluid is shown in the figure. As the fluid flows from R to Q, fluid velocity, okay, R ൽ നിന്നും Q ലോട്ട് പോകുമ്പോൾ fluid velocity increase ആണോ ഡിക്രീസ് ആണോ? വേഗം പറഞ്ഞേടാ, വേഗം ആൻസർ പറ. R ൽ നിന്നും Q ലോട്ട് പോകുമ്പോൾ fluid velocity കൂടുമോ? According to equation of continuity. മിസ്സിന്റെ പേര് ലെറിൻ ഡേവിസ്. അദ്വൈത് കെ, ഹലോ, ഹായ്. എടാ വേഗം പറ. ആറിൽ നിന്നും ക്യൂവിലോട്ട് പോകുമ്പോൾ എന്തായിരിക്കും അതിന്റെ എന്താ പറയുക വെലോസിറ്റി വരുന്നത്? ആറും ക്യൂവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് ദാറ്റ് ഈസ് എന്താണ്? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, ദാറ്റ് ഈസ് എ വി വിച്ച് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ? എ വി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് വാല്യൂ. ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. യെസ്, ആറിൽ നിന്ന് ക്യൂലോട്ട് പോകുമ്പോൾ എന്താണ്? ഇൻക്രീസസ്. എന്തുകൊണ്ടാണ്? യെസ്, ഇവിടുത്തെ ഏരിയ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഏരിയ എന്താണ്? വളരെ കുറവാണ്. ഏരിയ കുറഞ്ഞോ വെലോസിറ്റി കൂടും. ഓക്കെ, ഏരിയ കുറഞ്ഞോ വെലോസിറ്റി കൂടും. ക്ലിയർ അല്ലേ? യെസ് സുജിൻ, കറക്റ്റ് ആണ്. അദ്വൈത് കറക്റ്റ് ആണ്. യെസ് മായ, കറക്റ്റ് ആണ്. ക്രിയേറ്റീവ് ആയിട്ട് ഞാൻ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ പേര് തെറ്റിക്കരുതെന്ന്. യെസ്, നെക്സ്റ്റ് വൺ ഇസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ബെർണോളിസ് തിയറം ആണ് കേട്ടോ. ബെർണോളിസ് തിയറം ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തായാലും ചോദിക്കും, 100ൽ 150% ഉറപ്പ്. ഓക്കെ, ക്ലിയർ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഡെറിവേഷൻ. കാരണം ഈ ഡെറിവേഷൻ ഞാൻ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെ പറയും, കാരണം അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. സോ എടാ മക്കൾ ഇവിടെ നോക്കിക്കേ, നമ്മുടെ ഇവിടെ ഇതാണ് നമ്മുടെ ഇൻലെറ്റ്. ഇതിലൂടെ നമ്മുടെ എന്താണ്? ഒരു വാട്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിക്വിഡ് പോവാണ്. ഓക്കെ അല്ലേ? ആൻഡ് ഇത് നോക്കിക്കേ, മുകളിലോട്ടാണ് പോകുന്നത് അല്ലെ? വാട്ടർ സാധാരണ നമുക്ക് താഴത്തോട്ടാണ് പോകുന്നെങ്കിൽ കുഴപ്പമില്ല. ഇത് നമ്മൾ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി അല്ലെ? അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി നമ്മൾ വർക്ക് ഡൺ ചെയ്യണം അല്ലെ? വർക്ക് ഡൺ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത്രയും ഹൈറ്റിലോട്ട് ഇത്രയും ഫ്ലൂയിഡിനെ അല്ലെങ്കിൽ ഇത്രയും ലിക്വിഡിനെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആൻഡ് ദിസ് ഇസ് ഔട്ട്ലെറ്റ്. ഇതിൽ നിന്നായിരിക്കും നമ്മുടെ ഈ ലിക്വിഡ് പുറത്തേക്ക് വരുന്നത്. ക്ലിയർ അല്ലടാ? സോ മിനിമം നമ്മൾ എന്ത് ചെയ്യും? ഒരു വർക്ക് ഡൺ ചെയ്താൽ മാത്രമേ, അതും എഗെയിൻസ്റ്റ് ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു വർക്ക് ഡൺ ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഇത് പുറത്തോട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ആൻഡ് നമുക്കറിയാം ഇതിന്റെ ഫസ്റ്റ്, അതായത് ഈ P1 എന്നെടുത്ത് നമ്മുടെ പോയിന്റ് ഉണ്ടല്ലോ, ആ P1 എന്ന് പറയുന്ന പോയിന്റ് H1, അതായത് നമ്മുടെ നമ്മുടെ ഗ്രൗണ്ടിൽ നിന്നും H1 ഹൈറ്റ് അകലെയാണ്. ആൻഡ് P2 എന്ന് നമ്മൾ എടുത്ത പോയിന്റ് എത്ര അകലെയാണ്? സോറി, ഓക്കെ സ്പീഡ് കുറയ്ക്കാം. എടാ നമ്മളിത് ഓൾറെഡി പഠിച്ചിട്ടുണ്ടെന്നുള്ള ഇതിലാണ് കേട്ടോ ഞാൻ സ്പീഡ് കൂട്ടുന്നത്. ഓക്കെ, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, സീനില്ല. പക്ഷെ നമ്മളിത് എപ്പോൾ തീർക്കാനാടാ? കുഴപ്പമില്ല, നമുക്ക് വേറെ സെഷൻസ് ആണെങ്കിൽ അറേഞ്ച് ചെയ്യാം കേട്ടോ, ആരും പേടിക്കണ്ട. നിങ്ങൾക്ക് സ്പീഡ് കുറയ്ക്കണമെങ്കിൽ ഞാൻ സ്പീഡ് കുറയ്ക്കാം. പക്ഷെ നമുക്ക് വീണ്ടും സെഷൻസ് വേണ്ടി വരും. നമ്മൾ ഇനി അടുത്ത ഒരു വെനസ്ഡേയിലോട്ടും കൂടിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ 10 days ചാലഞ്ചിൽ വെച്ചിട്ടുള്ളത്. പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് 18-ാം തീയതിക്ക് മുമ്പ് 3-4 ദിവസം ഉണ്ട് അഡീഷണൽ ആയിട്ട് നമുക്ക് ഫിസിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട്. ആ ദിവസങ്ങൾ നമുക്ക് കൂടുതൽ സമയം എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ പഠിക്കാം, സീരിയല്ല. ഓക്കെ, സോ ക്രിയേറ്റീവ് വേൾഡിന് വേണ്ടി ഞാൻ സ്പീഡ് ഒന്ന് 2x ആയിരുന്നത് ഞാൻ 1.5x മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ,
യെസ്. അപ്പൊ വേടാ ഇവിടത്തെ നമ്മുടെ ഇൻലെറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ദിസ് ഇസ് എ, എന്തെങ്കിലും ഒരു പോയിന്റ് 1 എന്ന് എടുത്തു, ഞാൻ ഇത് 2 എന്ന് എടുത്തു. ഓക്കെ, ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നല്ലേ, സോറി 1 and 2. അപ്പൊ അവിടെ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രഷർ P1 ആണ് ആൻഡ് ഇവിടുത്തെ പ്രഷർ എന്താണ്, P2 ആണ്. ആൻഡ് ഇതിന്റെ ഏരിയ A1 ആണ്, ഇതിന്റെ ഏരിയ A2 ആണ്. ഇത് H1 ഹൈറ്റ് അകലെ, ഇത് H2 ഹൈറ്റ് അകലെ. ഓക്കെ, യെസ്. അപ്പം ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, ഇവിടെ നമ്മൾ പറഞ്ഞ ഒരു വർക്ക് ഡൺ കൊടുക്കണം. ദാറ്റ് ഈസ് വർക്ക് ഡൺ വിച്ച് ഇസ് ഈക്വൽ ടു P ഇൻറ്റു ഇവിടെ നമ്മൾ കൊടുത്ത വോളിയം എന്ന് പറയുന്നത് ലെറ്റ്സ് സേ ഡെൽറ്റ വി ആണെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ, നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ ഇവിടെ കൊടുത്ത വോളിയം, അതായത് ഇത്രയും എന്താ പറയാ, കുറച്ച് മീൻസ് ഇത് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും കൊടുക്കണം അല്ലെ. എക്സ്റ്റേണൽ ആയിട്ട് ഞാൻ കുറച്ചും കൂടെ ലിക്വിഡിന് അതിലോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തായിരിക്കും, യെസ്, ഇതിനനുസരിച്ചിട്ട് പുറത്തു കൂടെ ഔട്ട്ലെറ്റിലൂടെ എന്ത് ചെയ്യും, ഇത്രയും കേറിയ, എത്ര കേറിയോ ഫ്ലൂയിഡ് അത്രയും തന്നെ പുറത്തോട്ട് പോകും അല്ലെ. സോ ഞാനിവിടെ കൊടുത്തത് ഡെൽറ്റ വി ആണ്. ഓക്കെ അല്ലെ, ഡെൽറ്റ വി ആണ്, മനസ്സിലായോ? സോ ഇതെങ്ങനെയാ വരുന്നത്, സിമ്പിൾ ആണ്. അതായത് വർക്ക് ഡൺ വിച്ച് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആ അല്ലെ, ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ക്ലിയർ അല്ലടാ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സിന് പകരം എനിക്ക് എങ്ങനെ പറയാൻ പറ്റും, P is equal to FA ആണ് അല്ലെ, P is equal to FA. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ F is equal to P by A അല്ലെ, F is equal to P by A ആണ്. സോ P by A into displacement. ഓക്കെ അല്ലെ, PA into displace, സോറി F by A. സോ PA ആയിരിക്കും കേട്ടോ, PA into displacement. അപ്പൊ നമുക്ക് കിട്ടി P into A, ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് വോളിയം. സോ പ്രഷർ ഇൻറ്റു വോളിയം എന്ന് കിട്ടും. ഓക്കെ അല്ലാണ്ട് അങ്ങനെയാണ് വർക്ക് ഡൺ P ഇൻറ്റു വി എന്ന് പറയുന്നത് കേട്ടോ. അതിൽ ഞാൻ പറയുന്നത് ഡെൽറ്റ വി വോളിയം ആണ് ഞാൻ കൊടുത്തത്. സോ അവിടെ നമുക്ക് വേണ്ടി വന്ന ഈ ഡെൽറ്റ വി വോളിയം നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി നമുക്ക് ഇതിനെ കയറ്റി വിടാനായിട്ട് ആവശ്യമായിട്ടുള്ള വർക്ക് ഡൺ ആണ് W1 അല്ലെങ്കിൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തത്. ക്രിയേറ്റീവ് ആൻഡ് ഐ ആം സോറി. ഓക്കെ, സോറിടാ, സോറി. ഓക്കെ, അങ്ങനെ വീണ്ടും 2x പോവാണ് കേട്ടോ. സോ ഡെഫിനറ്റ്ലി ഇത് കൊടുക്കുന്നത് വഴി, അതായത് ഇത്രയും വർക്ക് ഡൺ നമ്മൾ കൊടുക്കുന്നതിന്റെ വഴി കൈനറ്റിക് എനർജി കൂടും അല്ലെ. ആൻഡ് ഓൾസോ H1 ഹൈറ്റിൽ ഇരിക്കുന്നത് H2 പോവാണ്. ദാറ്റ് മീൻസ് പൊട്ടൻഷ്യൽ എനർജിയും കൂടുവാണ് അല്ലടാ. സോ നമുക്കറിയാം ഇവിടെ എത്രയാണോ ഇവിടെ നമ്മൾ കൊടുത്തത്, ഓക്കെ, ഇവിടെ എത്രയാണോ നമ്മൾ കൊടുത്തത് വോളിയം നമ്മൾ കൊടുത്തത് അല്ലെങ്കിൽ എത്ര വെലോസിറ്റിയിലാണോ നമ്മൾ കൊടുത്തത്, ഇവിടെ ഏരിയ കൂടുതലാണ് അല്ലെ. ദാറ്റ് മീൻസ് ഇവിടെ വെലോസിറ്റി കുറവായിരിക്കും. ഇവിടെ ആണെങ്കിലോ ഏരിയ കുറവാണ്. സോ ഇവിടുത്തെ വെലോസിറ്റി കൂടുതലായിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്കറിയാം കൈനറ്റിക് എനർജി. ഓക്കെ, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് ഇൻറ്റു എം ഇൻറ്റു V1 സ്ക്വയർ. ഇവിടുത്തെ വെലോസിറ്റി ആണ് V1, ഇവിടുത്തെ വെലോസിറ്റി ആണ് V2. ഓക്കെ അല്ല, ഇതാണ് കൈനറ്റിക് എനർജി. ഇനി അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് അല്ലെ, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ദാറ്റ് ഈസ് M ഇൻറ്റു G ഇൻറ്റു H1. ഇതെല്ലാം വിത്ത് റെസ്പെക്ട് ടു ദിസ് ഫസ്റ്റ് വൺ. ക്ലിയർ അല്ലടാ? ഇനി അടുത്തത് നോക്കിക്കേ, കൈനറ്റിക് എനർജി 2, അതായത് ഈ പോയിന്റിലെ കൈനറ്റിക് എനർജി ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു M ഇൻറ്റു V2 സ്ക്വയർ. ഓക്കെ, ഇനി അടുത്തത് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് ഈസ് M ഇൻറ്റു G ഇൻറ്റു H2. ക്ലിയർ അല്ലേ? ഇവിടെ വരെ ക്ലിയർ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം വർക്ക് ഡൺ എന്ന് പറയുന്നത് ഞാൻ എത്ര വർക്ക് ഡൺ ആണോ കൊടുത്തത് അതാണ് ഈ പറയുന്ന കൈനറ്റിക് എനർജി ഇൻക്രീസ് ആവാനും പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ആകാനും അല്ലെങ്കിൽ ഇതിൽ തമ്മിൽ ചേഞ്ച് ഉണ്ടാകാനായിട്ട് കാരണമായത് ആരാടാ? എന്റെ വർക്ക് ഡൺ അല്ലേ, എന്റെ ഒരു വർക്ക് ഡൺ അല്ലേ. സോ ഈ W1 എന്ന് പറയുന്നതിന്, ഓക്കെ, ക്ലിയർ അല്ലെങ്കിൽ ഒന്ന് പറയണോട്ടോ, ഞാൻ ഒന്നും കൂടെ പറയാം, എനിക്കൊരു വിഷമമില്ല പറയാനായിട്ട്, ചോദിച്ചാൽ മാത്രം മതി. എടാ പ്രോട്ടൊക്കെ നീ ഏതോ കാലത്ത് മെസ്സേജ് അയച്ചതാണ്, ഇപ്പോഴാണ് നീ പിന്നെ തിരിച്ചു വരുന്നത്. ഓക്കെ, അപ്പൊ ഈ വർക്ക് ഡൺ കാരണമാണ് ഇവിടെ ഉണ്ടായ കൈനറ്റിക് എനർജിയിൽ ചേഞ്ച് വന്നത്, ഇവിടെ ഉണ്ടായ പൊട്ടൻഷ്യൽ എനർജിയിൽ ചേഞ്ച് വന്നത് അല്ലെ. ഇവിടെ നോക്കിക്കാൻ കൈനറ്റിക് എനർജി, ഇവിടുത്തെ കൈനറ്റിക് എനർജി ഇവിടെ സ്റ്റിൽ ആയിട്ട് നിൽക്കുമായിരുന്നു. വൺസ് നമ്മൾ ഇത്രയും വോളിയം ഇൻസേർട്ട് ചെയ്തപ്പം, ഓക്കെ, ഇത്രയും വോളിയം ഓഫ് ലിക്വിഡ് ഞാൻ ഇൻസേർട്ട് ചെയ്തപ്പം ഇവിടെ കൈനറ്റിക് എനർജി കൂടി. ഓക്കെ, കൈനറ്റിക് എനർജി കൂടി. ആൻഡ് ഇവിടെ നമുക്കറിയാം, പക്ഷെ എന്താണ്, യെസ്, ഇവിടെ കൈനറ്റിക് എനർജി കൂടി ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഏരിയ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ഓക്കെ, ഇവിടുത്തെ ഏരിയ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഏരിയ കൂടുതലാണ്. സോ ഡെഫിനറ്റ്ലി വെലോസിറ്റി കുറവായിരിക്കും. ആൻഡ് ഇവിടേക്ക് വരുമ്പോഴത്തേനോ യെസ് ഏരിയ കുറഞ്ഞു, അപ്പം വെലോസിറ്റി കൂടും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക കേട്ടോ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തത് നമ്മുടെ എന്താ പറയുക, ഈ വർക്ക് ഡൺ ആണ് ഈ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിക്കും അതേപോലെ തന്നെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിക്കും അതേപോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന വർക്ക് ഡണ്ണിനും കാരണമാകുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേടാ, W1 മൈനസ് W2 which is equal to ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ലേ ഒന്നും ഇത് രണ്ടും. ഓക്കെ, സോ ഇതൊന്ന് മൈനസ് ചെയ്താടാ, ഹാഫ് ഇൻറ്റു M ഇൻറ്റു എന്താ വരിക, യെസ് V2 square minus V1 square plus change in potential energy. This is 3, this is 4. That will be M ഉം G ഉം പുറത്തേക്ക് എടുത്തു, H2 minus H1. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഇവിടെ വരെ സെറ്റ് ആണ്. ഇവിടെ വരെ സെറ്റ് ആണെങ്കിൽ ഒന്ന് പറഞ്ഞേടാ. എടാ ഇൻസ്റ്റൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, ഇൻസ്റ്റൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലായി ചേഞ്ച് ഇൻ വർക്ക് ഡൺ അല്ലെ, ചേഞ്ച് ഇൻ വർക്ക് ഡൺ ആണ്. സോ ഇവിടെ നമുക്ക് അറിയാലോടാ, W1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു P ഇൻറ്റു ഡെൽറ്റ വി അല്ലെ, P1 ഇൻറ്റു ഡെൽറ്റ വി. ആൻഡ് W2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, P2 ഇൻറ്റു ഡെൽറ്റ വി.
ക്ലിയർ അല്ലേ? സോ ഇവിടെ ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ P1 ഡെൽറ്റ വി മൈനസ് P2 ഡെൽറ്റ വി. ഓക്കെ, സോ ഞാൻ അതിന് എന്ത് ചെയ്തു, ഡെൽറ്റ വിനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും P1 മൈനസ് P2 വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു V2 മൈനസ് V1 സോറി V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ പ്ലസ് എം ജി ഇൻറ്റു H2 മൈനസ് H1. ഇനി ഒരു കാര്യം കൂടെ ചെയ്യാനുള്ളൂ, ഈ മാസിനെ ഞാൻ ഡെൻസിറ്റിയുടെയും വോളിയത്തിന്റെയും ടേംസിലോട്ട് മാറ്റാൻ പോവാ. ഓക്കെ, ഡെൻസിറ്റിയുടെയും വോളിയത്തിന്റെയും ടേമിലോട്ട് ഞാൻ മാറ്റാൻ പോവാണ്. ആൻഡ് ഫോർ ദാറ്റ് പർപ്പസ് ഞാൻ ഈ കംപ്ലീറ്റ് ഇക്വേഷൻ ഞാൻ ഡെൽറ്റ വി കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, കംപ്ലീറ്റ് ഇക്വേഷൻ ഇത്രയും നമ്മൾ പറഞ്ഞ ഈ ഇത്രയും സംഭവത്തിന് ഞാൻ ഡെൽറ്റ വി കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. സോ ദിസ് സൈഡിൽ ഡെൽറ്റ വി കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് P1 മൈനസ് P2 മാത്രമേ വരുള്ളൂ. ഇവിടെ ഞാൻ എം ബൈ ഡെൽറ്റ വി മാസ് ബൈ വോളിയം ദറ്റ് ഇസ് ഈക്വൽ ടു റോ ഡെൻസിറ്റി അല്ലെ. സോ എനിക്ക് കിട്ടി 1/2 into mass by volume that is rho into V2 square minus V1 square plus again ഇവിടെ ഉണ്ട് ഒരു delta V mass by volume again density G into H2 minus H1. ക്ലിയർ ആണോ? വേഗം പറ സെറ്റ് ആണോ? യെസ് സുജിൻ, സെറ്റ് ആണ്. ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ P1 ടേംസിനല്ല അല്ലെങ്കിൽ 1 ടേംസിനെല്ലാം അടുത്തേക്ക് കൊണ്ടുവരാണ് കേട്ടോ. സോ P1 ഓക്കെ ഒന്നുകൂടെ ഞാൻ എക്സ്പാൻഡ് ചെയ്യാവേ. റോ V2 സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു V1 സ്ക്വയർ പ്ലസ് റോ ജി H2 മൈനസ് റോ ജി H1. ഓക്കെ, ഇനി ഞാൻ ഈ 1 വരുന്ന ടേംസിനൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു. ദാറ്റ് ഇസ് P1 പ്ലസ് അല്ലെ, ഈ മൈനസിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് ദാറ്റ് ഇസ് ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു V1 സ്ക്വയർ. ഇനി ഇവിടെ ഉള്ളത് ആരാണ്? മൈനസ് റോ ജി H1. സോ അത് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് റോ ജി H1 വിച്ച് ഇസ് ഈക്വൽ ടു ഇനി ഇവിടെയുള്ള മൈനസ് P2 ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് P2 ആയി. ഇനി ഇവിടെ ആരൊക്കെയാണ് ഉള്ളത്? ഇവിടെ ഉള്ള V2 ടേം ഓൾറെഡി പ്ലസ് ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു V2 സ്ക്വയർ. ഇവിടെ ഉള്ള ടേം ഓൾറെഡി പോസിറ്റീവ് ആണ് റോ ജി H2. ഇതിൽ നിന്ന് എനിക്ക് എന്താ മനസ്സിലായേ? യെസ്, ഈ സംഭവം ഉണ്ടല്ലോ, അതായത് പ്രഷർ പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് വാല്യൂ. ക്ലിയർ, ഹെൻസ് പ്രൂവ്ഡ് അല്ലേ? പ്രൂവ്ഡ് ആയി. സോ ബെർണോളിസ് തിയറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ഐഡിയൽ സൊല്യൂഷൻ. ഓക്കെ, ഒരു ഐഡിയൽ സൊല്യൂഷൻ ഇമ്പോർട്ടന്റ് ആണ്. അത് എക്സിബിറ്റ് ചെയ്യുന്നത് സ്റ്റഡി ഫ്ലോ ആണ്. ഓക്കെ, സ്റ്റഡി ഫ്ലോ ആണ്. ഇതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. ഐഡിയൽ ഫ്ലൂയിഡ് ആണ്, സ്റ്റഡി ഫ്ലോ ആണ്. ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി നോൺ വിസ്കസ്, ഇറ്റ് ഷുഡ് ബി ഇൻകംപ്രസിബിൾ ആൻഡ് ഇറ്റ് ഷുഡ് പോസസ് സ്റ്റഡി ഫ്ലോ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എന്താ പറയാ, അതിന്റെ ടോട്ടൽ എനർജി, ഓക്കെ, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ അല്ലെ? ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ആൻഡ് ഈ ടോട്ടൽ എനർജിയിൽ എന്തൊക്കെയുണ്ടോ? ടോട്ടൽ എനർജിയിൽ എന്തൊക്കെയുണ്ട്? യെസ്, പ്രഷർ എനർജി ഉണ്ട്, അല്ലെങ്കിൽ പ്രഷർ ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. സോ ടോട്ടൽ എനർജിയിൽ ഈ 3 സാധനങ്ങളുണ്ട്. ഇതിന്റെ എല്ലാം സം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കോൺസ്റ്റന്റ് വാല്യൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറഞ്ഞേടാ, ഒന്ന് പറഞ്ഞേ. ഇനി ഇതിന്റെ എന്താ പറയുക ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയൽ സൊല്യൂഷൻ കിട്ടത്തില്ല. ഓക്കെ, ഫ്ലോ മസ്റ്റ് ബി സ്റ്റഡി ആൻഡ് ഇൻകംപ്രസിബിൾ. അതല്ലാത്തതിന്റെ ബെർണോളിസ് തിയറം ഒന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇൻകംപ്രസിബിൾ അല്ലെങ്കിൽ ബെർണോളിസ് തിയറം പറ്റില്ല, സ്റ്റഡി ഫ്ലോ അല്ലെങ്കിൽ ബെർണോളിസ് തിയറം പറ്റില്ല, ആൻഡ് വിസ്കസ് ആണെന്നുണ്ടെങ്കിൽ പറ്റത്തില്ല. ഓക്കെ, ഇനി തെർമൽ ലോസ് ഉണ്ടെങ്കിൽ, അതായത് ഫ്രിക്ഷൻ ലെയറുകൾ തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ടെങ്കിലും ഇതൊന്നും പറ്റത്തില്ല. ആൻഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അറ്റ് കർവ്ഡ് പൈപ്സ് ഇസ് നോട്ട് കൺസിഡർ. ഈ ഒരു കേസിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ കുറിച്ച് നമ്മളൊന്നും സംസാരിച്ചിട്ടില്ല. റൈറ്റ് ദ അസംപ്ഷൻസ് യൂസ്ഡ് ഇൻ ഡിറൈവിംഗ് ബെർണോളിസ് ഇക്വേഷൻ. എന്താക്കിയാടാ? യെസ്, നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്. അഫ്കോഴ്സ് ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് യെസ്, ഐഡിയൽ സൊല്യൂഷൻ ആയിരിക്കണം. ആൻഡ് നമ്മൾ പറഞ്ഞു സ്റ്റഡി ഫ്ലോ ആയിരിക്കണം, അതുപോലെ നോൺ വിസ്കസ് ആയിരിക്കണം, ഇൻകംപ്രസിബിൾ ആയിരിക്കണം. അതൊക്കെ എന്താണ്? അസംപ്ഷൻ ആണ്. ഡിറൈവ് ബെർണോളിസ് തിയറം ഇനി ഒന്നുകൂടെ ഡിറൈവ് ചെയ്യേണ്ടതുണ്ടോ? ഒന്ന് പറഞ്ഞ് ഡിറൈവ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇപ്പൊ ഡിറൈവ് ചെയ്യാം കേട്ടോ. ഡിറൈവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഡിറൈവ് ചെയ്യും. ഓരോ സ്റ്റെപ്പും മനസ്സിലാക്കുക. നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ, എഴുതി വെക്കുക നിങ്ങൾ. Okay, ini when water is flowing in a broader pipe enters to a narrow pipe, its pressure decreases. Okay, pressure decrease ചെയ്തു. Do you agree with this statement? Bernoullis theorem പഠിച്ച ഒരു കുട്ടിക്ക് ഈസി ആയിട്ട് പറയാം. കാരണം Bernoullis theorem അനുസരിച്ചിട്ട് P plus half into rho into അല്ലെങ്കിൽ നമുക്ക് പറയാം kinetic energy plus potential energy which is equal to a constant value. Okay അല്ലേ? So ഇവിടെ നമുക്കറിയാം flowing in broader pipe enters into a narrow pipe. ഓക്കെ അല്ലേ? സോ ഈ നാരോ പൈപ്പിലോട്ടേക്ക് പോകുമ്പോഴത്തേനും നമുക്കറിയാലോ അവിടെ അതിന് സ്പീഡ് കൂടുതലായിരിക്കും. സ്പീഡ് കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈനറ്റിക് എനർജിയുടെ വാല്യൂ മൊത്തത്തിൽ കയറും. കൈനറ്റിക് എനർജിയുടെ വാല്യൂ മൊത്തത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസ്റ്റ് ഓഫ് ദി ടേംസ് അല്ലെ അതെന്തായിരിക്കും? റെഡ്യൂസ് ആവും. ഓക്കെ, സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് പറയാം എന്താണ്? നാരോയിലോട്ട് പോകുമ്പോഴത്തേനും പ്രഷറിന്റെ വാല്യൂ കുറയും. അടുത്തത് ദ ഫ്ലോ ഓഫ് ആൻ ഐഡിയൽ ബെർണോളിസ് ഇക്വേഷൻ പറയാണ്. സ്പീഡ് ഓഫ് ഇഫ്ലക്സ് എന്ന് നമ്മൾ പറയാൻ പോകുന്നതേ ഉള്ളൂ. സോ ഫാർ നമ്മളത് പറഞ്ഞിട്ടില്ല. സ്റ്റേറ്റ് ഓറിസലീസ് ലോ. ഇത് എനിക്ക് തോന്നി ഈ ഒരു ക്വസ്റ്റ്യൻ അടുത്തൊരു ഭാഗം നമ്മുടെ എന്താ പറയുക സ്പീഡ് ഓഫ് ഇഫ്ലക്സ് കൂടെ പറഞ്ഞിട്ട് ചെയ്യേണ്ടതായിരുന്നു.
ഓക്കെ, എനിവേ സ്പീഡ് ഓഫ് ഇഫ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, ജലപ്രവാഹത്തിന്റെ അല്ലെ, ഇഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ജലപ്രവാഹമാണ്. ആ ജലപ്രവാഹത്തിന്റെ എന്താണ്? യെസ്, സ്പീഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് ഒരു ചെറിയ ഡെറിവേഷൻ ഉണ്ട്. ആ ഡെറിവേഷൻ ചെയ്യണോ? താങ്ക് യു സുജിൻ തോമസ്. ഓക്കെ, എടാ മനസ്സിലായില്ലേ? എടാ നമ്മുടെ വൺ ഷോട്ട് ഉണ്ട് കേട്ടോ. എടാ സിമ്പിൾ അല്ലേടാ ഇത്? എടാ ഇത് സിമ്പിൾ ആടാ. എടാ ഇതാണ് നമ്മുടെ ഇൻലെറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഔട്ട്ലെറ്റ്. ഇവിടുത്തെ പ്രഷർ P1, ഇവിടുത്തെ പ്രഷർ P2, ഇവിടുത്തെ ഏരിയ A1, ഇതിന്റെ A2, ഇതിന്റെ വെലോസിറ്റി V1, ഇതിന്റെ വെലോസിറ്റി V2. ഓക്കെ അല്ലേ? ആൻഡ് ഫസ്റ്റ് പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ പറഞ്ഞു ഇത് കുറച്ച് ഹൈറ്റിലോട്ട് നമ്മൾ ഈ വാട്ടറിന് അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡിനെ നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? നമ്മളൊരു എക്സ്ട്രാ വർക്ക് ഡൺ ചെയ്യണം അല്ലെ? എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി നമ്മൾ വർക്ക് ഡൺ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഇതിനെ മുകളിലോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അത് ഫസ്റ്റത്തെ കാര്യം. മനസ്സിലായല്ലോ പ്രോട്ടൊക്കെ? ഏതെങ്കിലും പോയിന്റ് മനസ്സിലാവുന്നില്ലെങ്കിൽ അപ്പൊ പറയാൻ മനസ്സിലാവുന്നില്ല കേട്ടോ. കാരണം ഇത് നിങ്ങൾക്ക് മനസ്സിലാവാതെ പോകരുത്. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. 100 പ്രാവശ്യം പറയാൻ ചോദിക്കും. ഓക്കെ, ആൻഡ് നമ്മൾ ഈ V1 വെലോസിറ്റിയിൽ ഈ ഒരു സംഭവം പോകുന്നു. ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ്, അല്ലെങ്കിൽ നമുക്ക് അവിടെ നമ്മൾ കൊടുത്ത വർക്ക് ഇടണം എന്ന് പറയുന്നത് P1 × ΔV എന്ന് നമുക്ക് കൊടുക്കണം. എന്തുകൊണ്ടാണ് P1 × ΔV എന്ന് പറഞ്ഞത്? യെസ്, നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ആ ഒരു റിലേഷൻ വന്നത്. വർക്ക് ഇടണം എന്ന് പറയുന്നത് നമുക്ക് പ്രഷർ ഇൻറ്റു വോളിയം എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ആ ഒരു സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ പ്രോട്ടക്. സോ നമ്മൾ എന്ത് ചെയ്തു? P1 ΔV എന്ന് കൊടുത്തു. ആൻഡ് എത്രയാണ് ഇവിടെ ഇൻസേർട്ട് ചെയ്തത് അത് തന്നെ പുറത്തേക്ക് പോകത്തുള്ളൂ. ഓക്കെ അല്ലേ? സോ അത് നമുക്ക് മനസ്സിലായി. ആൻഡ് ഇവിടെ നമുക്കറിയാം ഇവിടെ H1 ഹൈറ്റിൽ നിന്നും H2 ഹൈറ്റിലോട്ട് പോവാം. ദാറ്റ് മീൻസ് ഈ വർക്ക് ഡൺ കൊടുത്തതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി മാറി. ആൻഡ് കൈനറ്റിക് എനർജി ഇവിടെ V1 വെലോസിറ്റിയിൽ പോവായിരുന്നു, അവിടെ V2 വെലോസിറ്റിയിലോട്ടായി. ദാറ്റ് മീൻസ് കൈനറ്റിക് എനർജിയിലും ചേഞ്ച് വന്നു. ഓക്കെ അല്ലേ? ആൻഡ് ദെൻ ഇത് പുറത്തേക്ക് പോകുന്നു. അപ്പം അവിടെ ഒരു വർക്ക് ഡൺ ഉണ്ടായി. സോ ഡെഫിനറ്റ്ലി നമ്മൾ പ്രൊവൈഡ് ചെയ്ത വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ഇത്രയും സംഭവങ്ങളുടെ ചേഞ്ചിന് കാരണമായി. ഓക്കെ അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഈ ഒരു അനുമാനത്തിൽ എത്തിയത് കേട്ടോ. ഇവിടെ വരെ സെറ്റ് ആണോ പ്രോട്ടക്? ഇനി നെക്സ്റ്റ് വണ്ണേഴ്സ് നമ്മൾ എന്ത് ചെയ്തു? ഈ W1 ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആൻഡ് ഇവരെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ആൻഡ് അതിൽ നമ്മൾ ΔV പുറത്തേക്ക് എടുത്തു. ആൻഡ് നമ്മൾ എന്ത് ചെയ്തു? ΔV കൊണ്ട് ദ ഹോൾ ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൻസിറ്റി ആണ്. എല്ലായിടത്തും ഡെൻസിറ്റിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഓക്കെ അല്ലേ? ഡെൻസിറ്റിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇനി അടുത്ത എന്താ നമ്മൾ ചെയ്യുന്നത്? ഇതിനെല്ലാം ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് 1 എന്ന് പറഞ്ഞ നമ്മൾ പോയിന്റിൽ വന്നിട്ടുള്ള എല്ലാത്തിന്റെയും ടേംസിനും കൂടെ ഒരു സൈഡിലോട്ടും 2 എന്ന് പറഞ്ഞ തന്നെ ഒരു സൈഡിലോട്ടും കൊണ്ടുപോയി. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണ് അല്ലെ? 1ന്റെ വിത്ത് റെസ്പെക്ട് ടു 1 വരുന്നതും വിത്ത് റെസ്പെക്ട് ടു 2 വരുന്നതും ഈക്വൽ ആയിട്ട് വന്നു. സോ ദാറ്റ് മീൻസ് ഈ വാല്യൂ എന്താണ്? കോൺസ്റ്റന്റ് ആണ് അല്ലെ? നമ്മളിപ്പം AV is equal to constant എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും A1 V1 which is equal to A2 V2 അല്ലേ? സോ എക്സാക്ട്ലി ദ സെയിം ഇവിടെ ദാ ഇങ്ങനെ കിടക്കുന്നത്. സോ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ടേം എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അത് എങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഫൈനലി അത് എന്തായിരിക്കും? പക്ക ക്ലിയർ ആണ്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ അത് പ്രൂവ് ചെയ്തു. ദാറ്റ് മീൻസ് ഒരു ഐഡിയൽ സൊല്യൂഷൻ ആണ്. അത് എക്സിബിറ്റ് ചെയ്യുന്നത് സ്റ്റഡി ഫ്ലോ ആണ്. എങ്കിൽ അതിന്റെ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ. ആൻഡ് ടോട്ടൽ എനർജിയിൽ എന്തൊക്കെയുണ്ട്? പ്രഷർ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. സെറ്റ് ആണെങ്കിൽ ഒന്ന് പറഞ്ഞ് സെറ്റ് ആണെന്ന്. ഓക്കെ, വേഗം പറ. കുറെ നിങ്ങളുടെ ഇത് കാണുന്നുണ്ട് കേട്ടോ. അതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ. നല്ല സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ, സെറ്റാണോ? എടാ പെട്ടെന്ന് എന്താണ് നിങ്ങൾ സ്റ്റക്ക് ആയതാണോ? എന്റെ ഫോണിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ? ഓക്കെ, സോ അടുത്തതാണ് നമ്മൾ പറയുന്നത് നമ്മുടെ സ്പീഡ് ഓഫ് എഫ്ലക്സ് എന്ന് പറയുന്നത് കേട്ടോ. സ്പീഡ് ഓഫ് ഇഫ്ലക്സ്. സോ നമ്മുടെ കയ്യിൽ ഒരു ബീക്കർ ഉണ്ടായിരുന്നു. അതിൽ ഇത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളത്തിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഞാനൊരു ഹോൾ ഇട്ടു. ആ ഹോൾ ഇട്ടപ്പോൾ എന്തായി? അവിടെ നിന്ന് വെള്ളം പുറത്തേക്ക് ചാടും അല്ലെ? പുറത്തേക്ക് ചാടും. എടാ ഞാൻ അതിന് കറക്റ്റ് ആയിട്ട് ഇമേജ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ബെർണോളിസ് തിയറം പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇംപ്രൂവ്മെന്റ് 2019 2020 ചോദിച്ചിട്ടുണ്ട്. കേരള ബോർഡ് 2022 ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് 2 ക്യാരക്ടറിസ്റ്റിക്സ്. അത് നമുക്ക് പറയാം. ഐഡിയൽ, നോൺ വിസ്കസ്, ഇൻകംപ്രസിബിൾ കാര്യങ്ങളൊക്കെ പറയാം. ആൻഡ് സ്പീഡ് ഓഫ് ഇഫ്ലക്സ്. ഫൈൻ, നമ്മൾ എത്തി. സ്പീഡ് ഓഫ് ഇഫ്ലക്സിലോട്ട് എത്തി കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ എടാ നമ്മുടെ ഒരു ബീക്കർ ഉണ്ട്. ആ ബീക്കറിന്റെ ഈ ഒരു പോയിന്റിലായിട്ട് ഞാനൊരു ഹോൾ ഇട്ടു. ഓക്കെ അല്ലേ? ആൻഡ് ഇവിടെ നമുക്കറിയാം അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ആ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നുണ്ടെങ്കിൽ വളരെ വലുതാണ് വെൻ കമ്പയർ വിത്ത് ദിസ് ഏരിയ അല്ലെ? ഇതിനെ A2 എന്നും ഇതിനെ ഞാൻ A1 എന്നും ആദ്യം വിളിക്കും. കാരണം നമുക്ക് ഇത് കമ്പയർ ചെയ്ത് പറയണം. ഇത് വളരെ ചെറുതായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു ഏരിയനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ആ വലിയൊരു ഏരിയനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ക്ലിയർ അല്ലടാ? സോ ദിസ് ഇസ് അത് ഭയങ്കര വലുതാണ്. ഓക്കെ, താങ്ക് യു.
ഓക്കെ സോ യെസ് അപ്പൊ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞത് നമ്മൾ പറഞ്ഞു നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അനുസരിച്ചിട്ട് എ ബി ഇസ് ഈക്വൽ ടു എന്താണ് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഇവിടെ സംശയം ഉണ്ടെങ്കിൽ അപ്പൊ ചോദിച്ചു പോവാ കേട്ടോ. ഇനി ഞാൻ 2 പോയിന്റുകളാണ് കൺസിഡർ ചെയ്യുന്നത്. ഒന്നതാ ഇവിടെയും ഒന്നതാ ഇവിടെയും. അതായത് ഒന്ന് സർഫസിൽ ഈ ലിക്വിഡിന്റെ സർഫസിൽ ഒന്ന് നമ്മുടെ ഈ നമ്മൾ ഹോൾ ഇട്ട സ്ഥലത്ത്. ഓക്കെ അല്ല അങ്ങനെ 2 സ്ഥലമാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ 2 സ്ഥലം കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഒരു കാര്യം നമ്മൾ പറയുന്നത് A1 എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് A1 ഇതാണ് A2. A1 എന്ന് പറയുന്നത് മച്ച് ഗ്രേറ്റർ ദാൻ A2 ആണ്. അപ്പൊ നമുക്കറിയാലോ AB is equal to constant ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതായിരിക്കും when we compare with V2. അല്ലേടാ അത് സത്യമല്ലേ? എടാ സൗണ്ട് കുറയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. സൗണ്ട് കുറയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. എന്റെ ചെറുതായിട്ട് എന്റെ സ്റ്റാമിന ഒന്ന് കുറഞ്ഞു തുടങ്ങി. V1 is much less than V2. ക്ലിയർ? ഓൾ സെറ്റ്? എടാ കൺഫ്യൂഷൻ വരുമ്പോ പറയണം കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? യെസ് അപ്പം ഈ വെലോസിറ്റി അതായത് ഇതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമുക്ക് 0 ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഓൾമോസ്റ്റ് 0 ആയിട്ട് എടുക്കാൻ പറ്റും. ഇനി നമ്മുടെ പോയിന്റ് നമ്പർ 1 ഞാൻ എത്തി കേട്ടോ. പോയിന്റ് നമ്പർ 1 ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഏരിയ എന്ന് പറയുന്നത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട്. ആൻഡ് ആ ഏരിയ വെലോസിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും എന്താണ് ഭയങ്കര കുറവാണ് നമ്മുടെ ഈ പോയിന്റ് 1. ഇനി പോയിന്റ് 2 ഏരിയ മിനിമം ആണ്. അതുകൊണ്ട് തന്നെ അവിടെ മാക്സിമം വെലോസിറ്റി ആയിരിക്കും. ഓക്കെ അല്ലടാ? ഇനി അടുത്തത് എന്താ നമ്മൾ പറയാൻ പോകുന്നത്? പോയിന്റ് 1 ഓക്കെ പോയിന്റ് 1 ഞാൻ കൺസിഡർ ചെയ്യുവാണ് അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ അല്ലേ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഹാഫ് ഇൻറ്റു റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ? സോ എനിക്ക് പറയാൻ പറ്റും അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് P ആണ്. ആൻഡ് ഡെഫിനറ്റ്ലി പ്ലസ് അവിടുത്തെ കൈനറ്റിക് എനർജി V0 ആയതുകൊണ്ട് തന്നെ എനിക്ക് 0 പറയാം. താങ്ക് യു സുജി, താങ്ക് യു സോ മച്ച്. ഓക്കെ പ്ലസ് റോ ജി എച്ച്. സോ റോ ജി എച്ച് എന്ന് പറയുമ്പോൾ ഈ ഒരു ഹൈറ്റ് ആണ് എടുക്കുന്നത്. ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് ശരിയല്ല. ഓക്കെ സോ ഞാൻ ഇതിന് കൊടുത്തു H1. ഓക്കെ അല്ലടാ? H1 എന്ന് കൊടുത്തു. ക്ലിയർ അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് വാല്യൂ ആണ് അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് വാല്യൂ. സോ ഞാൻ ഇവിടെ നിന്ന് ഒരു പോയിന്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതും അറ്റ്മോസ്ഫിയർ ആയിട്ട് കോൺടാക്ട് വരുന്നത് അല്ലേ? ഇവിടത്തെ പോലെ തന്നെ അറ്റ്മോസ്ഫിയറുമായിട്ട് കോൺടാക്ട് വരുന്ന ഒരു പോയിന്റ് ആണ് ഇതും. സോ അവിടെ ഞാൻ അഗെയിൻ P കൊടുത്തു. ദാറ്റ് ഇസ് PATM അല്ലേ? APO എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്ന സംഭവം. ഓക്കെ അല്ലടാ? പ്ലസ് അവിടുത്തെ വെലോസിറ്റി ഉണ്ട്. ദാറ്റ് ഇസ് ഹാഫ് ഇൻറ്റു M ഇൻറ്റു V സ്ക്വയർ. ഞാൻ V1 എന്നും V2 എന്നും സ്പെസിഫൈ ചെയ്തില്ല. കാരണം എന്താണ്? ഇവിടുത്തെ വെലോസിറ്റി നമ്മൾ പറഞ്ഞു ഓൾറെഡി നമ്മൾ ഇഗ്നോർഡ് ആണ്. ഓക്കെ അല്ലേ? ഇനി പ്ലസ് എന്താണ് ഉള്ളത്? റോ ഇൻറ്റു G ഇൻറ്റു H2. ഓക്കെ ദാറ്റ് ഇസ് ദിസ് വൺ H2. ക്ലിയർ അല്ലടാ? യെസ്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ഇവിടുത്തെ എക്സ്റ്റേണൽ പ്രഷർ ഓക്കെ അല്ലേ? എക്സ്റ്റേണൽ പ്രഷർ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രഷർ ഉണ്ടല്ലോ. യെസ് അതിനെ ഞാൻ കൺസിഡർ ചെയ്യാൻ പോവാണ്. സോ എനിക്ക് വേണ്ടത് ഇവിടുന്ന് വേണ്ടത് എനിക്ക് വെലോസിറ്റി ആണ് വേണ്ടത്. ഓക്കെ അല്ലേ? എനിക്ക് വെലോസിറ്റി ആണ് വേണ്ടത്. സോ ലെറ്റ്സ് സേ സപ്പോസ് ഇവിടെ ഞാൻ അറ്റ്മോസ്ഫിയർ അല്ല എങ്കിൽ ഇത് എക്സ്റ്റേണൽ പ്രഷർ അല്ലേ? ഓക്കെ ഇത് എക്സ്റ്റേണൽ പ്രഷർ അല്ല, അറ്റ്മോസ്ഫിയറിക് അല്ല. അതായത് ഇത് ക്ലോസ്ഡ് ആണ്. ഇത് ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് പകരം എക്സ്റ്റേണൽ പ്രഷർ അല്ലേ വരുന്നത്. സോ തീർച്ചയായിട്ടും നമുക്ക് എഴുതാം P external minus atmospheric pressure plus rho GH1 minus rho GH2 okay into 2 by M. മനസ്സിലായോ? ഇവിടുത്തെ ഈ P atmospheric pressure ഞാൻ കൊണ്ടുവന്നു ആൻഡ് ഓൾസോ ഞാൻ ഈ ഒരു ടേമിനും കൊണ്ടുവന്നു. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ നമുക്ക് നോക്കിയാണെന്നുണ്ടെങ്കിൽ ഹാഫ് M V സ്ക്വയർ വരും അല്ലേ? അപ്പോൾ അതിനെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ 2 by M ഇട്ട് കഴിഞ്ഞാൽ അതുമായി which is equal to V square. സോ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ചെറിയൊരു എന്താ പറയുക ഒരു അപ്രോക്സിമേഷൻ പോലെ അല്ലെങ്കിൽ ഓക്കെ സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 by M P external minus P atmosphere plus rho G H2 minus H1 minus H2 okay H1 minus H2 എന്ന് വരും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? V സ്ക്വയർ ആണ്. സോ ഞാൻ ഇതിന് റൂട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? V സ്ക്വയർ കിട്ടും. V കിട്ടും. ക്ലിയർ? എടാ ഞാൻ ഇവിടെ ഒക്കെ റോ ഇടുമ്പോ നിങ്ങൾ ഇതൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോടാ. ഓക്കെ സോ ഇവിടെ ഈ ഒരു ടേം ക്യാൻസൽ ആയി പോകേണ്ടതാണല്ലോ. പലപ്പോഴും ഞാൻ ചെയ്യുന്ന മിസ്റ്റേക്സ് ഒന്നും നിങ്ങൾ എടുത്ത് പറയുന്നില്ല കേട്ടോ. നല്ല വിശക്കുന്നുണ്ട് തോന്നുന്നതൊക്കെ. ഓക്കെ ഇവിടെ 2 by M ഒന്നും വേണ്ട. Okay so this will be half into rho V square. So here it will be half by rho. Okay അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടി. ആൻഡ് ഇവിടെ നമ്മൾ പറഞ്ഞല്ലോടാ ഇവിടെ നമുക്ക് റൂട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും V ന്റെ വാല്യൂ. ഇവിടെ വരെ ക്ലിയർ ആണോ? ഇവിടെ വരെ ഞാൻ കറക്റ്റ് ആണ് കേട്ടോ. ഇവിടെ വരെയും ഞാൻ കറക്റ്റ് ആണ്. ഇനി ഈ H2 minus H1 അതായത് ഈ ഹൈറ്റ് ആണല്ലോ H1 minus H2 എന്ന് പറയുന്നത്. അതിനെ ഞാൻ H എന്ന് വിളിച്ചു.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, അതായത് റോ ജി എച്ച് 1 മൈനസ് എച്ച് 2 അല്ലെ, അതിനെ ഞാൻ എടുത്തു റോ ജി എച്ച് എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടെ ഞാൻ എഴുതുവാണ്, ഹാഫ് ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു പി എക്സ്റ്റേണൽ മൈനസ് പി അറ്റ്മോസ്ഫിയർ പ്ലസ് റോ ജി എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു എന്താടാ വി എന്ന് കിട്ടും. ക്ലിയർ അല്ലടാ? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറഞ്ഞേടാ ക്ലിയർ ആണെന്ന്. ഇതെന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ എന്തോ ഉദ്ദേശിച്ച്. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണോ? യെസ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വെലോസിറ്റിയുടെ ടേം കിട്ടി. ഇനി ലെറ്റ്സ് സേ സപ്പോസ് നമ്മുടെ ഈ ഒരു വാല്യൂ ഉണ്ടല്ലോ, അതായത് ഈ ഒരു വാല്യൂ എക്സ്റ്റേണൽ പ്രഷർ അല്ല, ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ ഈ എക്സ്റ്റേണൽ പ്രഷറും അറ്റ്മോസ്ഫിയറും സെയിം ആയിരിക്കും. സോ ഈ ഒരു ടേം ക്യാൻസൽ ആയി പോയി നമുക്ക് എന്ത് കിട്ടും? 2 റോ ജി എച്ച് ഡിവൈഡഡ് ബൈ റോ എന്ന് കിട്ടും. അപ്പൊ നമ്മൾ √2 വി കിട്ടി. സോ റോയും ക്യാൻസൽ ആയി പോയി നമുക്ക് കിട്ടി √2 ജി എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു വെലോസിറ്റി. ഈ വെലോസിറ്റി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോടാ? ഈ വെലോസിറ്റി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? യെസ്, നമ്മൾ അറിയാലോ, ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ അതേ വെലോസിറ്റി ആണ് ഈ സംഭവം √2 ജി എച്ച്. അതായത് ഒരു ഫ്ലൂയിഡിന്റെ എന്താ പറയാ, ജലപ്രവാഹത്തിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലന്റ് ആണെന്ന് പറയുന്നത്, വിച്ച് ഇസ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ, ക്ലോസ്ഡ് കണ്ടെയ്നർ അല്ല, ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? √2 ജി എച്ച് ആണ്. ആൻഡ് ദ വെലോസിറ്റി ഓഫ് efflux of this liquid through an orifice is equal to the velocity which a body would attain in free fall from the surface of liquid. This is known as Torricelli's law. Clear അല്ലടാ? യെസ്. ഓക്കെ, ഇനി അടുത്തതാണ് ഡൈനാമിക് ലിഫ്റ്റ് എന്ന് പറയുന്നത്. അത് ഞാൻ ഇപ്പം സോഫാർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ, കാരണം എന്തായാലും അവിടെ നിന്ന് മേ ബി ചോദ്യം വരാം, കാരണം ഇപ്പം ഞാൻ റീസെന്റ് ഇയേഴ്സ് ആയിട്ട് നോക്കുമ്പോൾ അവിടെ നിന്ന് ചോദ്യം വന്നിട്ടില്ല. ആർക്കെങ്കിലും ഈ ഡൈനാമിക് ലിഫ്റ്റ് അതുപോലെ തന്നെ ബെർണോളിസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന എന്താ പറയാ, നമ്മുടെ എയർപ്ലെയിനിന്റെ ലിഫ്റ്റിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബോളിന്റെ സ്പിൻ ആയിക്കോട്ടെ, അത് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ വൺ ഷോട്ട് ഒന്ന് പോയി കാണും കേട്ടോ. ഞാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ അത് പറയുന്നില്ല, നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, എ സ്മോൾ ഹോൾ ഓഫ് ക്രോസ് സെക്ഷൻ 2 millimeter square is present near the bottom fully filled open tank of height 2 meter. Taking G is equal to 10 meter per second square, calculate the rate of flow of water through the hole. Okay, so rate of flow which is equal to endada area into velocity. Okay അല്ലേ? And velocity നമുക്കറിയാം എന്താണ്, √2 ജി എച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇതിലെല്ലാ വാല്യൂസ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? യെസ് അൻഷിക, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. യെസ്, ജസ്റ്റ് ആരോൺ ആഫ്റ്റർ ലോങ് ടൈം ഒരു കുത്തും കോമിക്കായിട്ട് വന്നിട്ടുണ്ടല്ലോ നീ. ഓക്കെ, സോ ഇവിടെ നമുക്ക് എല്ലാ ടേംസും തന്നിട്ടുണ്ട്. ആ ടേംസിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. യെസ്, ഇനിയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കാരണം ഒരു മാർക്ക് പോലും വേണ്ട, എനിക്ക് പോകരുത് എന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും പഠിക്കണം. സോ നിങ്ങൾ അത് വൺ ഷോട്ട് ഒന്ന് കണ്ടിട്ട് പഠിക്കാം കേട്ടോ. ഇനി വിസ്കോസിറ്റി ആണ്. വിസ്കോസിറ്റി എന്ന് പറഞ്ഞൊന്നുമില്ല, നമ്മൾ എന്താ പറയാ, നമ്മൾ രണ്ട് സോളിഡ് സർഫസ് വെക്കുമ്പോൾ നമ്മൾ പറയാറില്ല ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുമെന്ന് പറയത്തില്ലേ, അതേപോലെ ഫ്ലൂയിഡിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ ആണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് ആൻ ഇന്റേണൽ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് ദിസ് ഫ്ലൂയിഡ്. ഓക്കെ, ലെയേഴ്സ്, ഫ്ലൂയിഡിന്റെ ലെയേഴ്സ് തമ്മിലുള്ള ഫ്രിക്ഷൻ ആണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു ഏരിയ ആൻഡ് ഓൾസോ വെലോസിറ്റി ഗ്രേഡിയന്റ്. സോ അതിനെ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് വി, അതായത് നമ്മുടെ വിസ്കസ് ഫോഴ്സ് വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഈറ്റ എ ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് കിട്ടും. ഈറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ്. ക്ലിയർ അല്ലേ? ആണടാ, ആണ് ആണ് ആണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് ആണ്, ദാറ്റ് ഇസ് പാസ്കൽ പെർ സെക്കൻഡ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ നമുക്ക് പറയാം. ഇനി അതിന്റെ ഡയമെൻഷൻ ആണ്, ആൻഡ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് 1 പോയിസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഡിഫൈൻ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ഇതേ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ഇതുണ്ടല്ലോ, അതായത് എന്താ പറയുക, നമ്മുടെ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് ഓൺ ഏരിയ ആൻഡ് ഓൾസോ വെലോസിറ്റി ഗ്രേഡിയന്റ്. ആൻഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. Next one is Stokes law. Fluid particles exert drag force Fd on the solid object opposing its motion in the medium. അതായത് ഫ്ലൂയിഡ് സോളിഡിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ അല്ലേ, സോളിഡിലൂടെ ഒഴുകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്നുണ്ടാവും ഒരു ഡ്രാഗ് ഫോഴ്സ് ഉണ്ടായിരിക്കും. ആ ഡ്രാഗ് ഫോഴ്സിനെയാണ് സ്റ്റോക്സ് ലോയിൽ പറയുന്നത്. ആൻഡ് ദിസ് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ്, ഷേപ്പ് ആൻഡ് സ്പീഡ് ഓഫ് ഫ്ലോ. ഇതിനെല്ലാത്തിനും എന്തിന്റെ സൈസിന് ഷേപ്പിന്? സോളിഡിന്റെ, അത് ഒഴുകുന്ന സോളിഡിന്റെ സൈസ്, ഷേപ്പ്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് ദ വിസ്കോസിറ്റിനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്റ്റോക്സ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും എന്താണ്? -6 പൈ ഈറ്റ ആർ വി എന്ന് കിട്ടും. ആൻഡ് എഫ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രാഗ് ഫോഴ്സ് ആണ്. സ്റ്റോക്സ് ലോയിൽ പറയുന്ന ഫോഴ്സ് ആണ് ഡ്രാഗ് ഫോഴ്സ്. അതായത് ഒരു ഫ്ലൂയിഡിലൂടെ എന്ത് ചെയ്യുവാണ്? ഒരു സോളിഡ് കടന്നു പോവാണ്. ഓക്കെ, ഒരു ഫ്ലൂയിഡിലൂടെ ഒരു സോളിഡ് കടന്നു പോവാണ്.
ഓക്കെ അല്ലടാ, സോളിഡ് കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് എന്ത് ചെയ്യും, ഒരു ഡ്രാഗ് ഫോഴ്സ് ഫീൽ ചെയ്യും. ആ ഡ്രാഗ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ ആണ്, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇതെന്ന് പറയുന്നത്. അതിൽ ഈറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ്, ആൻഡ് ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, റേഡിയസ് ഓഫ് ദി സ്ഫിയർ ആണ്, ആൻഡ് വി ഇസ് ദ വെലോസിറ്റി ഓഫ് ദി സ്ഫിയർ, അതായത് ഇത് പോകുന്ന സ്പീഡിനെയാണ് വി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആൻഡ് ദിസ് ഇസ് ആക്ച്വലി ഫോർ ഓൺലി സ്ഫെറിക്കൽ ബോഡീസ്. മറ്റുള്ളവരുടെ ഇക്വേഷൻ മാറിപ്പോകും. ഇനി അടുത്തത് when the object achieves terminal speed vt it is in equilibrium. ടെർമിനൽ വെലോസിറ്റി അതിന്റെ ഡെറിവേഷൻ നമ്മളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യുക. തൽക്കാലം നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ഈ ഒരു ഇക്വേഷൻ മനസ്സിലാക്കി വെക്കുക ടെർമിനൽ വെലോസിറ്റിയുടെ. And then a solid sphere of radius r and a density rho is falling through a viscous medium, a density sigma and the coefficient of viscosity eta. What are the different forces acting on the body? ഏതൊക്കെയായിരിക്കും അവിടെ? അതായത് ഒരു ഫ്ലൂയിഡിലൂടെ പോകുന്ന ഒരു ബോഡിയെ സംബന്ധിച്ചിടത്തോളം താഴത്തോട്ട് അതിന്റെ വെയിറ്റ് ആക്ട് ചെയ്യും അല്ലെ, ആൻഡ് ഓൾസോ ഒരു അപ്ത്രസ്റ്റ് ഫോഴ്സ്, അതാണ് നമ്മൾ പറയുന്ന ബോയൻസി ഫോഴ്സ് ആൻഡ് ഓൾസോ ഡ്രാഗ് ഫോഴ്സ്. ക്ലിയർ അല്ലടാ? യെസ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിസ്കസ് ഫോഴ്സ്, വെയിറ്റ്, ബോയൻസി ഫോഴ്സ്, ഇത്രയും സാധനങ്ങളാണ് ഉണ്ടാവുക. ഈ derive an expression for terminal velocity. Terminal velocity നമുക്കറിയാം ഡെഫിനറ്റ്ലി ഇത്രയും ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. വിസ്കസ് ഫോഴ്സ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, ബോയൻസി ഫോഴ്സ് ഉണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വെയിറ്റ് താഴത്തോട്ടാണ് വെയിറ്റ് ആക്ട് ചെയ്യുന്നത് mg. ഓക്കെ, ആൻഡ് ആ ഒരു സ്ഫിയറിനെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ അപ്ത്രസ്റ്റ് ഫോഴ്സുകളാണ്, അതായത് ഈ മോഷൻ താഴത്തോട്ടാണ്, അതിന്റെ എഗെയിൻസ്റ്റ് ആയിരിക്കും എന്ത് വരുന്നത്, വിസ്കസ് ഫോഴ്സ് ആയിക്കോട്ടെ, അതുപോലെ അതിന് എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു അപ്ത്രസ്റ്റ് ഫോഴ്സ്, ഇത് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ മുകളിലോട്ടുള്ള ഫോഴ്സ് ആണ് ബോയൻസി ഫോഴ്സ് എന്ന് പറയുന്നത്. സോ mg ഈക്വൽ ടു എന്താണ്, fv പ്ലസ് fb ആണ്. ഓക്കെ അല്ലെ? ആൻഡ് നമ്മൾ എന്ത് ചെയ്തു, mg എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് ചെയ്തു, ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി അല്ലെ, മാസ് ഇസ് ഈക്വൽ ടു എന്താണ്, വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. വോളിയത്തിന് നമ്മൾ കൊടുത്ത സ്ഫിയർ അല്ലെ 4/3 പൈ ആർ ക്യൂബ്. ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിന്റെ റേഡിയസ് ആണ്, അതായത് ഈ സ്ഫിയറിന്റെ റേഡിയസ് ആണ് ആർ എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൈ ആർ ക്യൂബ് ഇൻറ്റു റോ കൊടുത്തു, അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഓക്കെ അല്ലെ? ആൻഡ് നമ്മൾ വിസ്കസ് ഫോഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് ദെൻ നമ്മൾ എന്താ ചെയ്തത്, ബോയൻസി ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തു. എങ്ങനെ ബോയൻസി ഫോഴ്സ്, നമ്മൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഒക്കെ പഠിച്ചിട്ടുള്ളതാ അല്ലെ, കൂടുതൽ അറിയേണ്ടവർക്ക് വൺ ഷോട്ട് കാണാം കേട്ടോ. ഓക്കെ, അപ്പം ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി ആണ് എന്തെന്ന് പറയുന്നത്, സിഗ്മ എന്ന് പറയുന്നത്. റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഈ ഒരു ബോഡിയുടെ ഡെൻസിറ്റി ആണ്. ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങൾ എഴുതുമ്പോഴും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യണം എന്താണ് റോ, എന്താണ് സിഗ്മ എന്നുള്ളത്. അതറിയാതെ എഴുതരുത്. സിഗ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി ആണ്. റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ ബോഡിയുടെ, ഓക്കെ, ആ ബോഡിയുടെ ആ ഫ്ലൂയിഡിലൂടെ പോകുന്ന ബോഡിയുടെ ഡെൻസിറ്റി ആണ്. ഓക്കെ അല്ലെ? ആൻഡ് ദെൻ നമ്മൾ എന്ത് ചെയ്തു, യെസ്, നമ്മുടെ എന്താ പറയാ, വിസ്കസ് ഫോഴ്സിനെ ഇപ്പുറത്തേക്ക് കൊടുന്നു, ബാക്കി എല്ലാത്തിനും നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഈ വെലോസിറ്റിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാത്തിനും നമ്മൾ ഇവിടെ കൊണ്ടുവന്നു. ആൻഡ് ഫൈനലി വി ഗോട്ട് ദിസ് റിസൾട്ട്. ഓക്കെ അല്ലെ? ട്രൈ ചെയ്ത് നോക്കുക. കിട്ടാത്തവരുണ്ടെങ്കിൽ വൺ ഷോട്ടിൽ ഈ ഒരു ഡെറിവേഷൻ നോക്കിയാൽ മതി കേട്ടോ. അടുത്തത് സർഫസ് ടെൻഷൻ ആൻഡ് എനർജി ആണ്. സോ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഏതൊരു ഫ്ലൂയിഡിനെയും അല്ലെങ്കിൽ ഏതൊരു ലിക്വിഡിനെയും നമ്മൾ എന്താ പറയുക, ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, ഒരു സ്ഫെറിക്കൽ മെംബ്രെയിൻ ആയിട്ട്, ഒരു സ്ഫെറിക്കൽ ഷേപ്പിൽ അത് നിൽക്കാനായിട്ട് ട്രൈ ചെയ്യും. ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് സർഫസ് ടെൻഷൻ. ഒരു ഇന്റേണൽ ആയിട്ട് അതിന് കിട്ടുന്ന ഒരു ഫോഴ്സ് ആണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അതിന്റെ ആ ഒരു എന്താ പറയാ, ഒരു മെനിസ്കസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലടാ, സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സർഫസ് ടെൻഷൻ നമുക്ക് എന്ത് പറയാം, ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയാം. ഓക്കെ അല്ലെ? സർഫസ് ടെൻഷൻ നമുക്ക് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയാം. ആൻഡ് ദെൻ എന്താണ് സർഫസ് ടെൻഷൻ, ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്, ഇറ്റ് ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് ഇന്റർഫേസ് ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഏരിയ ഓഫ് ദ സർഫസ്. അതായത് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഒരിക്കലും അതിന്റെ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ആൻഡ് അല്ലെങ്കിൽ എത്രത്തോളം ലെങ്ത്തിൽ അതുണ്ട് എന്നുള്ളതും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആൻഡ് ഇറ്റ് ഇസ് സ്കെയിലാർ ക്വാണ്ടിറ്റി, അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് പെർ ലെങ്ത് അല്ലെ, സോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് നമുക്ക് വേണമെങ്കിൽ യൂണിറ്റ് പറയാം. ആൻഡ് ഓൾസോ അതിന്റെ ഡയമെൻഷൻ വന്നിട്ട് mt⁻². ഓക്കെ, ആൻഡ് ഈ സർഫസ് ടെൻഷനെ തന്നെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, യെസ്, ഇൻ ടേംസ് ഓഫ് വർക്ക് ഡൺ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലെ? വർക്ക് ഡൺ പെർ യൂണിറ്റ് ഏരിയ ആണ് എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ. ഓൾറെഡി നമ്മൾ പറഞ്ഞ എന്താണ്, F/L ആണ്. ആൻഡ് ഓൾസോ വി ക്യാൻ റെപ്രസെന്റ് ലൈക്ക് ദിസ്. ക്ലിയർ അല്ലേ? ആൻഡ് ഓൾസോ ഇതിന് നമുക്ക് എന്താ പറയാ, അതായത് dW is equal to S into dA. That means total work done which is equal to S into final area minus initial. So this means എന്താണ്, സർഫസ് എനർജീസ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സർഫസ് എനർജീസ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, എ ഡ്രോപ്പ് ഓഫ് ലിക്വിഡ് അണ്ടർ കേരള ബോർഡ് 2023 കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഓക്കെ, 2023, yes, correct. A drop of liquid under no external force is always spherical in shape. അതായത് നമ്മൾ പറഞ്ഞു, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ അത് എന്ത് ചെയ്യുക, യെസ്, അതൊരു സ്ഫെറിക്കൽ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. എന്തുകൊണ്ടാണ്? ഇറ്റ് ഇസ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ. ഓക്കെ, കാരണം മിനിമം വോളിയത്തിൽ ഇരിക്കാനായിരിക്കും, അത് എപ്പോഴും ശ്രദ്ധിക്കാം. വെൻ പെയിന്റിംഗ് ബ്രഷ് ഡിപ്ഡ് ഇൻ വാട്ടർ ഇറ്റ് ഹാസ് ക്ലിങ് ടുഗദർ. വൈ? അതായത് നമ്മളറിയാം, നമ്മളൊരു പെയിന്റ് എടുത്തിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്രഷിന്റെ എല്ലാ ആ സംഭവങ്ങളുണ്ടല്ലോ, നാല് പോലുള്ളതെല്ലാം എന്തെങ്കിലും ഇങ്ങനെ കൂട്ടി പറഞ്ഞിട്ടായിരിക്കും. എന്തുകൊണ്ടാണ്? യെസ്, അതിനെ സംബന്ധിച്ചിടത്തോളം മിനിമം സർഫസ് ടെൻഷൻ മതി. സോ അതിന്റെ വോളിയം എന്തായിരിക്കും, മിനിമം ആക്കാനായിട്ട് ട്രൈ ചെയ്യും.
ക്ലിയർ ആണോടാ? മിനിമം ആക്കാനായിട്ട് ട്രൈ ചെയ്യും. അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത്. അതായത് വെള്ളത്തിൽ മുക്കിയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒട്ടിയിരിക്കാൻ കാരണം എന്താണ്? മിനിമം സർഫസ് ടെൻഷനിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ആർക്കാണ്? വെള്ളത്തിന് കേട്ടോ. പിക്ക് ദ കറക്റ്റ് വൺ. വെൻ ദ ടെമ്പറേച്ചർ ഓഫ് ലിക്വിഡ് ഇൻക്രീസസ് ഇറ്റ് സർഫസ് ടെൻഷൻ. ഒന്ന് പറഞ്ഞേ. വെൻ ദ ടെമ്പറേച്ചർ ഓഫ് ലിക്വിഡ് ഇൻക്രീസസ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ആയി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സർഫസ് ടെൻഷന്റെ കാര്യം എങ്ങനെയായിരിക്കും? ഒന്ന് ജസ്റ്റ് ഒന്ന് പറ. When the temperature of liquid increases, temperature increase ആയി, അങ്ങനെയാണെങ്കിൽ സർഫസ് ടെൻഷൻ എന്ത് സംഭവിക്കും? കുറയും അല്ലേ? ഡിക്രീസ് ആണ്. എന്തുകൊണ്ടാണ്? യെസ്, വൺസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി കൂടും അല്ലേ? അതായത് ഇന്റർമോളിക്കുലാർ എന്താ പറയാ കൊളീഷൻസോ അല്ലെങ്കിൽ അതിന്റെ മോഷൻ കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിരിക്കും. സോ ഡെഫിനറ്റ്ലി ആ സർഫസ് ടെൻഷന്റെ വാല്യൂ എന്തായിരിക്കും? കുറഞ്ഞു വരും. ഇനി ആംഗിൾ ഓഫ് കോൺടാക്ട്. ആംഗിൾ ഓഫ് കോൺടാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജന്റ് ടു ദ ലിക്വിഡ്. ഓക്കെ, ടാൻജന്റ് ടു ദ ലിക്വിഡ് സർഫസ് അറ്റ് ദി പോയിന്റ് ഓഫ് കോൺടാക്ട് ആൻഡ് ദ സോളിഡ് സർഫസ് ഇൻസൈഡ് ദ ലിക്വിഡ്. ഓക്കെ അല്ലേ? ഇപ്പൊ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ ആംഗിൾ ഓഫ് കോൺടാക്ട് വിൽ ബി ലൈക്ക് ദിസ്. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? യെസ്. ഇനി ദ ടാൻജന്റ് ടു ദ സോളിഡ് സർഫസ് ഷുഡ് ബി ടുവേർഡ്സ് ദ ലിക്വിഡ് സർഫസ്. And tangent plane to the liquid surface should be away from the nearest solid surface. അതായത് ഈ ലിക്വിഡിന്റെ പോർഷൻ ഇല്ലാത്തടത്തൊന്നും എന്തായിരിക്കണം? ഫാർ അവേ ആയിരിക്കണം. ഓക്കെ അല്ലേ? യെസ് അൻഷിക. ഓക്കെ, ഇനി അടുത്തത് ഈ ആംഗിളിനെ കുറിച്ച് പറയുവാണ്. ഇപ്പം വൺസ് നമ്മുടെ ഈ ഒരു മെനിസ്കസ് കോൺകേവ് ആണ് ഷേപ്പ് എന്ന് വിചാരിക്കുക. യെസ് അദ്വൈ, താങ്ക് യു കേട്ടോ. ഓക്കെ, കോൺകേവ് ആണ് ഷേപ്പ് എന്ന് വിചാരിക്കുക. കോൺകേവ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ഓഫ് കോൺടാക്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഇസ് ലെസ് ദാൻ 90. ദാറ്റ് ഇസ് അക്യൂട്ട് ആംഗിൾ ആയിരിക്കും. ഓക്കെ അല്ലെ? അക്യൂട്ട് ആംഗിൾ ആയിരിക്കും. ആൻഡ് വാട്ടറിന്റെയും ഗ്ലാസിന്റെ ഒക്കെ എന്താണ്? യെസ്, വാട്ടർ ആൻഡ് ഗ്ലാസ് ആണ് അല്ലെ? വാട്ടർ ആൻഡ് ഗ്ലാസ് ആണ്. സോ ദിസ് വിൽ ബി അക്യൂട്ട്. ആൻഡ് ആ ആംഗിൾ എന്ന് പറയുന്നത് 8 ഡിഗ്രിക്കും 16 ഡിഗ്രിക്കും ഇടയിലായിരിക്കും. ആൻഡ് പ്യുവർ വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ വാല്യൂ, ആംഗിൾ ഓഫ് കോൺടാക്ടിന്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആണ്. ഓക്കെ അല്ലെ? 0 ഡിഗ്രി ആണ്. ആൻഡ് ഹിയർ യെസ് അഗൈൻ ഫ്ലാറ്റ് മെനിസ്കസ് ആണ്. ഓക്കെ, ഫ്ലാറ്റ് മെനിസ്കസ് മീൻസ് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ക്ലിയർ അല്ലടാ? ഇനി അടുത്തത് ഒരു കോൺവെക്സ് മെനിസ്കസ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ആംഗിൾ വിൽ ബി ഒബ്റ്റ്യൂസ് ആംഗിൾ അല്ലെ? 90 ഡിഗ്രിനെക്കാട്ടിലും കൂടുതലായിരിക്കും. ഓക്കെ, യെസ്, അതാണ് കോൺടാക്ട് ആംഗിൾ എന്ന് പറയാനുള്ളത്. ഈ ഡ്രോപ്പ് ആൻഡ് ബബിൾ. എന്താണ് ഡ്രോപ്പ്, എന്താണ് ബബിൾ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. എന്താണ് ഡ്രോപ്പ്, എന്താണ് ബബിൾ? ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലും എന്താണ്? ലിക്വിഡ് ആണ് അല്ലെ? അത് ലിക്വിഡ്, പുറത്ത് എയർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, യെസ്, ഇവിടെ ഒരൊറ്റ ഫ്രീ സ്പേസേ ഉള്ളൂ, ഫ്രീ സർഫസേ ഉള്ളൂ. ഇനി ഒരു എന്താ പറയാ, ഒരു ബബിൾ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ എയർ ആണ് അല്ലെ? ആൻഡ് അതിന്റെ ഈ ഒരു ലെയർ ഉണ്ടല്ലോ, അത് ലിക്വിഡാണ്. ഓക്കെ, അത് ലിക്വിഡ് ആണ്. ആൻഡ് പുറത്തെ എയർ ആണ്. സോ ദാറ്റ് മീൻസ് ഒരു 2 ഫ്രീ സ്പേസസ് വരുന്നുണ്ട്. ആരുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയാ ബബിളിന്റെ കാര്യത്തിലാണെങ്കിൽ. എടാ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേടാ. ഓക്കെ, യെസ്, ഫൈൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡ്രോപ്പും ലിക്വിഡും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ള എന്താണ്? എക്സസ് പ്രഷർ ആണ് അല്ലെ? സോ ഇതാണ് നമ്മുടെ ഒരു എന്താ പറയാ, ഒരു എയർ, ഒരു ഡ്രോപ്പ് അല്ലെങ്കിൽ ഒരു എയർ ബബിൾ. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇൻസൈഡ് പ്രഷർ, ഇതാണ് ഔട്ട്സൈഡ് പ്രഷർ. ഓക്കെ അല്ലെ? ആൻഡ് ഓഫ് കോഴ്സ് ഇൻസൈഡ് പ്രഷർ എന്തായിരിക്കും? കൂടുതലാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേടാ, ഇവിടെ നമുക്കറിയാം വൺസ് ഈ ഒരു പ്രഷർ, അതായത് ഇൻസൈഡ് പ്രഷർ കൂടുതലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? അത് എക്സ്പാൻഡ് ചെയ്യും അല്ലെ? ഒരു ഡെൽറ്റ, ഇതിന്റെ വോളിയം ഇപ്പൊ വി ആണെന്നുണ്ടെങ്കിൽ ഒരു ഡെൽറ്റ വി വോളിയം ഇൻക്രീസ് ഇതിന് വരും അല്ലെ? ത്രൂ ഔട്ട് ആയിട്ട് ഒരു ഡെൽറ്റ വി ഇൻക്രീസ് വരും. ഓക്കെ അല്ലടാ? ക്ലിയർ അല്ലെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ ഒരു സർഫസ് ഏരിയയിൽ ഇൻക്രീസ് വന്നു. അത് അത്രത്തോളം വോളിയം അതിന് ഇൻക്രീസ് ആവും വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് എക്സ്പാൻഡിങ്. ഓക്കെ, അതായത് പ്രഷർ ഇൻസൈഡ് കൂടുതലാണ്, പുറത്ത് കുറവാണെന്നുണ്ടെങ്കിൽ ഇൻസൈഡ് ഉള്ള പ്രഷർ കാരണം എന്തായിരിക്കും? ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വർക്ക് ഡൺ എഴുതുവാണ്. ദാറ്റ് ഇസ് ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ അല്ലെ? സോ ഹിയർ ഇറ്റ് വിൽ ബി ഫോഴ്സ് ഇൻടു ഈ ഒരു റേഡിയസ്, അതായത് ഈ ഒരു ചെറിയ റേഡിയസ്, അതായത് ഇൻക്രിമെന്റ് വന്ന അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്തതിന്റെ ഭാഗമായിട്ടുണ്ടായ എന്താ പറയുക ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ ഡെൽറ്റ ആർ ആയിട്ട് എടുത്തു. ഇനി ഫോഴ്സിന് എനിക്ക് എങ്ങനെ എഴുതാം? പി ഇൻടു ഡെൽറ്റ എ അല്ലെ, സോറി, ഡെൽറ്റ പി ഇൻടു ഏരിയ എന്ന് എനിക്ക് എഴുതാൻ പറ്റും അല്ലേടാ? സോ ദാറ്റ് ഇൻടു ഡെൽറ്റ ആർ. ഓക്കേടാ, ഓക്കെ അൻഷിക. ആൻഡ് ക്രിയേറ്റീവ് വേൾഡ് സുജൻ എല്ലാം ഞാൻ കാണുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആണ്. പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, യെസ്.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ പി ഇൻറ്റു എ ഇൻറ്റു ഡെൽറ്റ ആർ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ പി ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ ഏരിയ വരുന്നത്? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 4 പൈ ഇൻറ്റു ആർ പ്ലസ് ഡെൽറ്റ ആർ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി സോറി ഇവിടെ ഏരിയയിലും സോറി നമ്മൾ ഇവിടെ തെറ്റിപ്പോയി. ഞാൻ എന്തോ ഒരു ഫ്ലോയിലാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യം നമുക്ക് കിട്ടിയില്ലേ? ഇനി നമുക്ക് ഓൾറെഡി നമ്മൾ വർക്ക് ഡണ്ണും അതേപോലെ തന്നെ നമ്മൾ സർഫസ് ടെൻഷനും കൂടെ ഒരു ഇക്വേഷൻ പറഞ്ഞല്ലോ. യെസ്, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു സർഫസ് എനർജി ഇൻറ്റു ഏരിയ അല്ലെ? സർഫസ് എനർജി ഇൻറ്റു ഏരിയ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ? ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? യെസ്, വർക്ക് ഡൺ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ അല്ലെ, എസ് ഇൻറ്റു ഡെൽറ്റ എ എന്നുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. സെയിം ഇക്വേഷൻ തന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുവാണ് കേട്ടോ. സെയിം ഇക്വേഷൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുവാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ടു എസ് ഇൻറ്റു ഇവിടെ നോക്കിക്കാൻ 4 പൈ ഇൻറ്റു ആർ പ്ലസ് ഡെൽറ്റ ആർ. ഓക്കെ, ഇതിന്റെ റേഡിയസ് ഇപ്പോഴത്തെ റേഡിയസ് ആർ ആണ്. ഓൾ സ്ക്വയർ മൈനസ് 4 പൈ അതായത് ഒറിജിനൽ ഓക്കെ ആദ്യം ഉണ്ടായിരുന്നത്. ക്ലിയർ അല്ലടാ? സോ ഇതിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടി 4 പൈ ആർ സോറി 4 പൈ ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് 2r delta r plus delta r square minus 4 pi r square. ഓക്കെ അല്ലേ? സോ ഞാൻ ദാ ഇവിടെ ഞാൻ എടുക്കുവാണ് s into 4 pi r square plus 4 pi that means 8 pi r delta r plus 4 pi delta r square minus 4 pi r square. സോ നോക്കിക്കേടാ, ഇതും ക്യാൻസൽ ആയി പോയില്ലേ? ഇതും ക്യാൻസൽ ആയി പോയില്ലേ? യെസ്, ആൻഡ് ഓൾസോ നമുക്ക് ഡെൽറ്റ ആർ സ്ക്വയർ ഉള്ള ടേം നമുക്ക് ക്യാൻസൽ ചെയ്യാം. കാരണം എന്താണ്? ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു എക്സ്പാൻഷൻ സംഭവിക്കുന്നുള്ളൂ. സോ തീർച്ചയായിട്ടും എന്താണ് അവിടെ ചെറിയൊരു ചെറിയൊരു വാല്യൂ ആയിരിക്കും നമുക്ക് ഡെൽറ്റ ആർ സ്ക്വയറിന്റെ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ അൻഷിക, ഓക്കെ കേട്ടോ. യെസ്, ആൻഡ് തീർച്ചയായിട്ടും ഈ ക്ലാസ്സസ് ഇനിയും കാണാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. കാരണം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ മാക്സിമം PYQs ആഡ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ഈ ഒരു ക്വസ്റ്റൻ അടക്കം ഈ ഒരു ഡെറിവേഷൻ അടക്കം ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കാം കേട്ടോ. സോ നമുക്ക് കിട്ടി വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? എസ് ഇൻറ്റു 8 പൈ ഇൻറ്റു ആർ ഇൻറ്റു ഡെൽറ്റ ആർ എന്ന് കിട്ടി അല്ലെ? ഇത്രയും ഒരു ടേം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ക്യാൻസൽ ആയി പോയി. അപ്പൊ നമുക്ക് വർക്ക് ഡണ്ണിന് തന്നെ രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഒന്നാമത്തെ ഇക്വേഷൻ ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? യെസ് പറയണം കേട്ടോ. ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിലും പ്ലീസ് ലെറ്റ് മീ നോ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ രണ്ട് ഇക്വേഷനും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? ഡെൽറ്റ പി ഇൻറ്റു എ ഇൻറ്റു ഡെൽറ്റ ആർ വിച്ച് ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു 8 പൈ ആർ ഡെൽറ്റ ആർ. ക്ലിയർ അല്ലേ? 8 പൈ ഡെൽറ്റ ആർ എന്ന് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കേടാ, ഇവിടെ ഉള്ള ടേംസ് ഡെൽറ്റ ആറും പോയി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുവാണ് ഡെൽറ്റ പി എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു എസ് ഇൻറ്റു നമുക്ക് പറയാൻ പറ്റും. അതായത് ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഏരിയക്ക് 4 പൈ ആർ സ്ക്വയർ എന്ന് കൊടുക്കാം. ഓക്കെ, 4 പൈ ആർ. ക്ലിയർ? 4 പൈ ആർ സ്ക്വയർ. ഓക്കെ അല്ലടാ? സോ നമുക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും ഇവിടത്തെ പൈയും പോയി, ഇവിടത്തെ പൈയും പോയി, ഇവിടത്തെ ആർ സ്ക്വയർ പോയി, ഇവിടത്തെ ആറും പോയി, ആൻഡ് ഇവിടെ 4 പോയി, ഇവിടെ 2 പോയി. ദാറ്റ് മീൻസ് ഇവിടെ 2s ഉണ്ട്, ഇവിടെ നിന്ന് ഒരു ആറും വരും. സോ നമുക്ക് കിട്ടി ചേഞ്ച് ഇൻ പ്രഷർ വിച്ച് ഇസ് ഈക്വൽ ടു 2s by r. ഓക്കെ അല്ലേ? ഇനി ഒരു ബബിളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഡ്രോപ്പ് ആണ് അല്ലെ? ബബിളിനെ സംബന്ധിച്ചിടത്തോളം അവിടെ രണ്ട് ഫ്രീ സർഫസ് വരുന്നുണ്ട്. സോ ദിസ് ചേഞ്ച് വിൽ ബി ഡെൽറ്റ പി എന്ന് പറയുന്നത് എന്തായിരിക്കും? 4s by r ആയിരിക്കും. ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ ബബിളിന്റെ അല്ലെങ്കിൽ ആ ഡ്രോപ്പിന്റെ റേഡിയസ് ആണ് വരുന്നത്. ഈ ഡെറിവേഷനിൽ എവിടെയെങ്കിലും സംശയം ഉണ്ടോ? ഫസ്റ്റ് ഈ ഒരു ഇക്വേഷനിൽ എത്താം. ഓക്കെ, ദാറ്റ് ഈസ് ഫ്രം വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. സെക്കൻഡ് വൺ ഇസ് നമ്മൾ ഈ ഒരു സർഫസ് ടെൻഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ഡൺ. ഇതിൽ നിന്ന് നമ്മൾ എന്താ പറയുക ഇങ്ങനെ വന്നിട്ട് അവസാനം നമുക്ക് കിട്ടി എന്താണ്? യെസ്, ഈ ഒരു സംഭവം കിട്ടി. സോ ഈ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ എ കൊടുത്തെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? 4 പൈ ആർ സ്ക്വയർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആവശ്യമില്ലാത്തതിനും ആവശ്യമുള്ളതിനൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തത് അങ്ങനെ തന്നെ വെച്ചു. ആൻഡ് ഫൈനലി നമുക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ്. എവിടെയെങ്കിലും സംശയം ഉണ്ടോ? എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടോ? Okay, clear ആണോടാ? അതുപോലെ ആരെങ്കിലും പുതുതായിട്ട് വരുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഓരോരോ ലെക്ചേഴ്സ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് തരുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ അത് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ എക്സസ് പ്രഷർ ഇൻ സോപ്പ് ബബിൾ ഇപ്പൊ ഡ്രോപ്പിന്റെ പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു എക്സസ് പ്രഷർ നമ്മൾ ഇതിൽ വരുന്നത് എന്തായിരിക്കും? ഡെൽറ്റ വി വിച്ച് ഈക്വൽ ടു 4s by r. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് 2 ഫ്രീ സർഫസ് വരുന്നുണ്ട്.
അടുത്തത്, what is the pressure inside a drop of mercury of radius 3 millimeter at room temperature? Surface tension of mercury at the temperature 20 degrees Celsius is 4.65 into 10 to the power minus 1 Newton per meter. The atmospheric pressure is 1.01 into 10 to the power 5 ആണ് ട്ടോ. 10 to the power 5 Pascal. Also give the excess pressure inside the drop. Again, equation direct substitute ചെയ്താൽ മതി കേട്ടോ. പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല. സോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് നമ്മൾ ചോദിച്ചത് ഡെൽറ്റ പി ആണ്. ഡെൽറ്റ പി വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? 2s/r ആണ് അല്ലെ? 2s/r ആണ്. സോ r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? നമ്മുടെ റേഡിയസ് ഓഫ് ദാറ്റ് ഡ്രോപ്പ് അല്ലെങ്കിൽ ആ ഒരു ബബിളിന്റെ ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ? സോ ഇവിടെ നമ്മൾ നോക്കി ഇത് ഡ്രോപ്പ് ആണ്. സോ നമ്മൾ ബബിൾ ആവുമ്പോൾ നമ്മൾ 4s/r ആണ് വരിക കേട്ടോ. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പി ഇൻസൈഡ് മൈനസ് പി ഒ വിച്ച് ഇസ് ഈക്വൽ ടു 2s/r. പി ഐ വിൽ ബി ഈക്വൽ ടു പി 1 അല്ലെങ്കിൽ പി ഇൻസൈഡ് 2sr by pu. ഓക്കെ അല്ലേ? 2ന്റെ വാല്യൂ അറിയാം, എസിന്റെ വാല്യൂ അറിയാം അല്ലെ? ആറിന്റെ വാല്യൂ നമുക്കറിയോ? റേഡിയസ് തന്നിട്ടുണ്ട്, ആറിന്റെ വാല്യൂ അറിയാം. ഇനി അടുത്തത് പി ഒ അറ്റ്മോസ്ഫറിക് പ്രഷറിന്റെ വാല്യൂ നമുക്കത് തന്നില്ലല്ലോ, നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ക്ലിയർ അല്ലേ? യെസ്. അടുത്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ഒരു ഡെറിവേഷൻ വരുന്നത്, കാപ്പിലറി റൈസിന്റെ ഡെറിവേഷൻ വരുന്നത്. സോ മക്കളെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോ ഞാൻ ഈ ഒരു ഡെറിവേഷൻ ഇപ്പം ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് ഇതൊരു വൺ ഷോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു ഡെറിവേഷൻ കിട്ടും കേട്ടോ. ഇനി ആർക്കെങ്കിലും ആ വൺ ഷോട്ട് കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുതരാം. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്ലൂയിഡ്സിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് സെപ്പറേറ്റ് നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. നിങ്ങൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ തിയറംസിന്റെ അല്ലെങ്കിൽ എല്ലാ ലോസിന്റെയും കംപ്ലീറ്റ് ഡെറിവേഷൻ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അടുത്തത് ഇതൊക്കെയും സ്കാപ്പുലറി റൈസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ കാപ്പിലറി റൈസ് ആരെങ്കിലും പഠിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇരിക്കുകയാണ്. ഇല്ലെങ്കിൽ നമ്മുടെ വൺ ഷോട്ട് കണ്ടാൽ മതി, ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഡ്യൂ ടു കാപ്പിലറി ആക്ഷൻ വാട്ടർ വിൽ റൈസ് ഇൻസൈഡ് ദി ഗ്ലാസ് ട്യൂബ്. ദ ആംഗിൾ ഓഫ് കോൺടാക്ട് ഇൻ ദിസ് കേസ് ഡെഫിനറ്റ്ലി എന്താണ്? അക്യൂട്ട് ആണ് അല്ലെ? വാട്ടർ അല്ലേ? ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ റൈസ് ഓഫ് ലിക്വിഡ് ഇൻ ദി ട്യൂബ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ റിലേഷൻ ഇമ്പോർട്ടന്റ് ആണ്. വാട്ടർ റൈസസ് ടു ഡിഫറെന്റ് ഹൈറ്റ്സ് ഇൻ ഗ്ലാസ് ട്യൂബ് ഓഫ് ഡിഫറെന്റ് റേഡിയ ഗിവ് റീസൺ. ഓക്കെ, അതായത് നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഓൾറെഡി നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിച്ചായിരുന്നു. അതായത് നമ്മുടെ എച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടാൻ പോകുന്നത്, അതായത് കാപ്പിലറി റൈസിന്റെ ഇക്വേഷൻ കിട്ടാൻ പോകുന്നത് ഇൻ ടേംസ് ഓഫ് ദ റേഡിയസ് ഓഫ് ദി ടെസ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് ദി കാപ്പിലറി ട്യൂബ് നമുക്ക് കിട്ടി 2s cos θ ഡിവൈഡഡ് ബൈ r rho g. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഇൻവേഴ്സ് റിലേഷൻ എച്ച് ഇസ് ഈക്വൽ ടു 1/r ആണ് റിലേഷൻ വരുന്നത്. ഓക്കെ, എച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു 1/r. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റേഡിയസ് കൂടിയിട്ടുണ്ടെങ്കിൽ എച്ച് കുറയും, ഹൈറ്റ് കുറയും. ക്ലിയർ ആയോടാ? യെസ്. അപ്പൊ ഇനി അടുത്ത് നമ്മൾ ഗ്രാവിറ്റേഷൻ ആണ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. സോ മക്കളെ ഞാൻ ഒരു 5 മിനിറ്റ് ഞാൻ ബ്രേക്ക് എടുക്കുവാണ്. സോ നമുക്ക് എന്തായാലും 5 മിനിറ്റ് അല്ല, ഞാൻ 5 മിനിറ്റ് 8:43 ഞാൻ തിരിച്ചു വരും. ഓക്കെ അല്ലെ? 8:43 PM ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. സോ മക്കളെ ഇതുവരെയുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ബാക്കിലോട്ട് പോയിട്ട് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് വായിച്ചു മനസ്സിലാക്കിയിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, കൃത്യമായിട്ട് ഞാൻ ആൻസർ പറയാം. ഓക്കെ അല്ലടാ? സോ അത് കഴിഞ്ഞ് നമുക്ക് ഗ്രാവിറ്റേഷൻ തുടങ്ങണം. അത് കഴിഞ്ഞ് നമുക്ക് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ നമുക്ക് ചെയ്യാനുണ്ട്, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ചെയ്യാനുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇന്നത്തെ ദിവസം ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അറ്റ്ലീസ്റ്റ് ഗ്രാവിറ്റേഷനും തെർമൽ പ്രോപ്പർട്ടീസ് എങ്കിലും ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ പോകണം. ഓക്കെ അല്ലടാ? യെസ്. സോ നമുക്ക് 8:43 കാണാം കേട്ടോ.
യെസ്, എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ലാന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്തായാലും നിൽക്കാനും പറ്റുന്നില്ല. ആക്ച്വലി നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോഴേക്ക് എനിക്ക് കണ്ണൊന്നും തുറന്നു കിട്ടുന്നില്ലായിരുന്നു. സോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കുറച്ച് ബിസ്ക്കറ്റ്സും കാര്യങ്ങളൊക്കെ വേഗം വേഗം പെറുക്കി തിന്നിട്ട് ഞാൻ അഗെയിൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ വേടാ, ഇനിയും ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഇത്രയും നേരം നിങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ ഒരു സെഷന്റെ ഒരു ലാസ്റ്റ് ഫ്യൂ ഭാഗങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഭയങ്കര ടള്ളായിരുന്നു. പക്ഷേ ഗ്രാവിറ്റേഷനിൽ നമ്മൾ അങ്ങ് എന്താ പറയുക, നമ്മുടെ ഒരു പവർ അങ്ങ് കാണിക്കാൻ പോവാണ്. സോ എടാ, ഞാൻ ഭയങ്കര സ്പീഡിലായിരിക്കും കണ്ടന്റ് പറയാം. മാക്സിമം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് അടുത്തൊരു ചാപ്റ്ററെങ്കിലും നമുക്ക് പഠിക്കാനായിട്ട് പറ്റണം. സോ പെട്ടെന്നായിരിക്കും. മോട്ടീവ് മെഡിക്കോ ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് പോകാൻ പോവാണ് കേട്ടോ. അതുപോലെ റിഹാൻ ഇൻസ്റ്റൊക്കെ നമുക്ക് പിന്നെ തപ്പാം. നമുക്ക് ഇപ്പൊ പഠിക്കാം, ക്രിസ്മസ് എക്സാം അല്ലേ. സോ കെപ്ലർസ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ, ദ ഫസ്റ്റ് വൺ ഇസ് എലിപ്റ്റിക്കൽ ഓർബിറ്റ്. എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് എന്ത് ചെയ്യുന്നത്, സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നത്. അതിൽ ഏതെങ്കിലും ഒരു, അതായത് എലിപ്റ്റിക്കൽ എന്ന് പറയുമ്പോൾ അതിന് രണ്ട് ഫോസയുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഫോസയിലായിരിക്കും ആരിയിരിക്കുന്നത്, നമ്മുടെ സൺ ഇരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് സെക്കൻഡ് ലോ. സെക്കൻഡ് ലോ എന്താ പറയുന്നത്, ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഏരിയ സ്വീപ്പ് ചെയ്ത് പോകുന്നു. ആൻഡ് വി ക്യാൻ സേ ദാറ്റ് A1 by T1 which is equal to a constant A by T, അല്ലെങ്കിൽ ഏരിയൽ വെലോസിറ്റി. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഏരിയൽ വെലോസിറ്റി ഇസ് എ കോൺസ്റ്റന്റ് എന്നാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഒരു ഡെൽറ്റ ടി ടൈം ഇന്റർവെല്ലിൽ എടുക്കുന്ന എന്താ പറയാ ഏരിയ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അടുത്തത് ഇവിടെ നമ്മൾ എന്താ പറയാ ഈ ഒരു വാല്യൂ കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നതാണ്. സോ ഇതങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, എന്നിരുന്നാൽ പോലും നമ്മൾ ആസ് എ പ്രിക്കോഷൻ നമ്മൾ പഠിച്ചിരിക്കണം അല്ലെ. എന്താ പറയാ എല്ലാ കോർണറിലും നമ്മൾ നമ്മുടെ കണ്ണെത്തിയിട്ടുണ്ടായിരിക്കണം. സോ സിമ്പിൾ ആണ്. ഏരിയൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുകയാണ്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രയാങ്കിളുടെ ഏരിയ ആണ്. ആ ട്രയാങ്കിളുടെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹാഫ് ബി എച്ച് അല്ലെ, ഹാഫ് ബി എച്ച് ആണ്. ഹാഫ് ബി എച്ച് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, that is r. h എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, this one pp dash അല്ലേ. so this will be like v into delta t അല്ലേ, v into delta t which is equal to എന്താണ്, ഈ ഒരു ഡിസ്റ്റൻസ് pp dash. സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് ദെൻ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഇക്വേഷനെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. ആൻഡ് ഫൈനലി വി ഗോട്ട് ഇറ്റ് ആസ് മൊമെന്റം. ഓക്കെ, ആർ ക്രോസ് പി ഡിവൈഡഡ് ബൈ എം എന്ന് കിട്ടും. ആൻഡ് ആർ ക്രോസ് പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ആംഗുലർ മൊമെന്റം അല്ലടാ. സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് 2ഉം എമ്മും കോൺസ്റ്റന്റ് ആണ്. ഇനി നമുക്ക് ആംഗുലർ മൊമെന്റത്തിന്റെ കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. ടോർക്ക് 0 ആണെന്നുണ്ടെങ്കിൽ dl by dt 0 അല്ലേ, ദാറ്റ് മീൻസ് L കോൺസ്റ്റന്റ് അല്ലേ. ടോർക്ക് 0 ആണെന്ന് എങ്ങനെയാണ് മനസ്സിലായത്, ടോർക്ക് 0 ആണെന്ന് എങ്ങനെയാണ് മനസ്സിലായത്, വേഗം പറയാം എങ്ങനെ ടോർക്ക് 0 ആണെന്ന് മനസ്സിലായത്. യെസ്, അവിടെ ആംഗുലർ ആക്സിലറേഷൻ ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് എന്തായി പോയാനായിരുന്നു, ഇതിന്റെ സ്പീഡ് കൂടി വന്നേനായിരുന്നു. അത് സംഭവിക്കാത്തടത്തോളം അതോടെ എന്തില്ല. യെസ്, ഇനി തേർഡ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി സ്ക്വയർ, അതായത് ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എടുക്കുന്ന സമയമാണ് ടി. അതിന്റെ സ്ക്വയർ ഇസ് പ്രൊപ്പോർഷണൽ ടു ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റലിന്റെ സെമി മേജർ ആക്സിസിന്റെ ലെങ്ത്, ദാറ്റ് ഈസ് എ. ഓക്കെ, അതിന്റെ ക്യൂബിന് പ്രൊപ്പോർഷണൽ ആണ്. ഇനി അടുത്ത കാര്യം എന്താണ്, ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇംപ്രൂവ്മെന്റ് ചോദിച്ചിട്ടുള്ളതാണ് 2019 കെപ്ലർസ് ലോ ഓഫ് പീരീഡ്സ് പ്രൂവ് ചെയ്യാനായിട്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് പ്രൂവ് അല്ല, എഴുതാനായിട്ട്, സ്റ്റേറ്റ് ചെയ്യാനായിട്ട്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് സാറ്റേൺ ഇയർ നമുക്ക് തന്നിട്ടുണ്ട് 29.5 ടൈംസ് ദാൻ ദാറ്റ് ഓഫ് എർത്ത് ഇയർ. ഓക്കെ, എർത്ത് ഇയർ. ഓക്കെ അല്ലേ. ഹൗ ഫാർ ഇസ് ദ സാറ്റേൺ ഫ്രം ദ സൺ ഇഫ് ദ എർത്ത് ഇസ് 1.5 into 10 to the power 9 കിലോമീറ്റർ. എടാ, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വളരെ സിമ്പിൾ അല്ലേ. അതായത് നമുക്കറിയാം ടി സ്ക്വയർ ബൈ എ ക്യൂബ് വിച്ച് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. സോ ഞാനിവിടെ ടി എസ് ബൈ എ എസ് which is equal to TE cube divided by AE cube. നമുക്ക് വേണ്ടത് AS cube ആണ്. സോ AS ക്യൂബിനെ മാത്രം ഞാൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും TS cube divided by TE cube, സ്ക്വയർ ടിക്ക് സ്ക്വയർ ആണ് ഇൻറ്റു AE cube. സോ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ TS by TE എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് 29.5 ടൈംസ് അല്ലെ. 29.5 ടൈംസ് ഇങ്ങനെ വന്നത്. യെസ്, ഈ സാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എർത്തിന്റെ 29.5 ടൈംസ് ആണ്. സോ ദിസ് റേഷ്യോ വിൽ ബി 29.5. സോ 29.5 സ്ക്വയർ ഇൻറ്റു AE എന്ന് പറയുന്നത് എർത്തിന്റെ റേഡിയസ് അല്ല, എർത്തും എന്താ പറയുക ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.5 into 10 to the power 9 കിലോമീറ്റർ. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെ കിട്ടുവാടാ, AS ക്യൂബ് കിട്ടും. അതിന്റെ ക്യൂബിക് റൂട്ട് എടുത്താൽ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ കെപ്ലർസ് ലോ ഓഫ് ഓർബിറ്റ്സ് ആൻഡ് ലോ ഓഫ് പീരീഡ്സ്. അഗൈൻ അറിയാം ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, അതായത് നമ്മുടെ എല്ലാ യൂണിവേഴ്സിലുള്ള എല്ലാ പാർട്ടിക്കിൾസും തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടായിരിക്കും. ആ അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, യെസ്, വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. രണ്ട് മാസസ് ഇരിക്കുന്നു, സെന്റർ ടു സെന്റർ ആണ് അട്രാക്ഷൻ ഉണ്ടാവുന്നത്. ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഇസ് r. ഓക്കെ, ആൻഡ് ഇതിന്റെ മാസാണ് m1 m2. ആൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് പ്രൊപ്പോർഷണൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ദാറ്റ് ഇസ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. Okay, next one is properties of gravitational force ആണ്. Acts along the line joining the mass അല്ലേ. Yes, acts along the line joining the mass. Always attractive in nature.
Next one is action reaction pair ആയിരിക്കും, and also we can write it as F12 which is equal to minus F21. Okay, equal and opposite. ഇത് കൊടുക്കുന്ന ഫോഴ്സിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആര് വരുന്നത്, അപ്പുറത്തുനിന്നുള്ള M2 മാസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫോഴ്സ്. നെക്സ്റ്റ് വൺ, ആൻഡ് ഇറ്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് മീഡിയം. ഇത് ഏത് മീഡിയത്തിലാണെന്നുണ്ടെങ്കിലും എന്തില്ല, ഇതിന്റെ വാല്യൂ ഒന്നും മാറത്തില്ല. അതായത് എഫ് ജി എന്താണോ ഇൻ എയർ, എഫ് ജി എന്താണോ വാട്ടർ, ഇത് രണ്ടും സെയിം ആയിരിക്കും. ഇനി ഏത് മീഡിയം ആണെന്നുണ്ടെങ്കിലും എഫ് ജിയിൽ മാറ്റം ഉണ്ടാവില്ല. ആൻഡ് ഇറ്റ് ഇസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്തില്ല. ആൻഡ് ഒബേസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ, ആൻഡ് ഇറ്റ് ഇസ് സെൻട്രൽ ഫോഴ്സ്, സെന്റർ ടു സെന്റർ അട്രാക്ഷൻ ആണ്. നെക്സ്റ്റ് വൺ ഇസ് വെക്ടർ ഫോം ആണ് പറയുന്നത്. സോ ഇവിടെ നമുക്കറിയാം M1 due to M1 അല്ലെ, സോറി, the force on M2 due to M1 ആണ് ഇത്, and force on M1 due to M2 ആണ് ഇത്. And that will be equal to minus G M1 M2 divided by R square. എന്തുകൊണ്ടാണ് മൈനസ് ഇടുന്നത്, is exactly opposite direction ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. And this obeys Newton's third law of motion. നെക്സ്റ്റ് വൺ സൂപ്പർപോസിഷൻ. അതായത് ഒരു പോയിന്റിലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന എത്ര എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ചുറ്റുമുള്ള എല്ലാ പോയിന്റ് മാസസും എന്ത് ചെയ്യും, ഇതേപോലെ തന്നെ എന്ത് ചെയ്യും, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സിബിറ്റ് ചെയ്യും അല്ലെ. ഈ ഒരു മാസിന്റെ അടുത്ത് ഇരിക്കുന്ന ഈ മാസം എന്ത് ചെയ്യും, ഇവർ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും, ഇവർ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും, ഇവർ തമ്മിൽ ഉണ്ടായിരിക്കും. സോ ഇൻഡിവിജ്വലി ഇവരുടെ എല്ലാത്തിന്റെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സുകളുടെ സം ആയിരിക്കും എവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് സൂപ്പർപോസിഷൻ ഓഫ് പ്രിൻസിപ്പിൾ. ഇനി യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് വാല്യൂ പഠിക്കുക കേട്ടോ. ആൻഡ് ജി എന്ന് പറയുന്നതിനെ നമ്മൾ ഇതിന് സോർട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും, ജി ഇസ് ഈക്വൽ ടു എഫ്, അതായത് 1 M1 M2 യൂണിറ്റ് മാസ് ആണ്. ആൻഡ് ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നതും ഒരു യൂണിറ്റ് ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ജി ഇസ് ഈക്വൽ ടു എഫ്. അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാനും പറ്റും. നെക്സ്റ്റ് വൺ, 3 objects with a mass of 40 kg each are placed in a straight line 50 centimeter apart. What does the net gravitational force at the center object do to the other? Okay, സോ ഇവിടെ നമ്മൾ പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് ഇരിക്കുന്നത്. ഇവിടെ എ ഇരുന്നു, ഇവിടെ ബി ഇരുന്നു, ഇവിടെ സി ഇരുന്നു. ആദ്യം നമ്മൾ എയും ബിയും തമ്മിലുള്ളത് കണ്ടുപിടിച്ചു, ബിയും സിയും തമ്മിലുള്ളത് കണ്ടുപിടിച്ചു. ആൻഡ് ഡെഫിനറ്റ്ലി ഇതിന്റെ നെറ്റ് ആയിരിക്കും, നെറ്റ് ഫോഴ്സ് ആയിരിക്കും എവിടെ ആക്ട് ചെയ്യുന്നത്, ഇവിടെ ആക്ട് ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യം F1 അതായത് എ ടു ബി നമ്മൾ കണ്ടുപിടിച്ചു. ദാറ്റ് ഇസ് ജി ഇൻടു M1 M2, രണ്ടിന്റെ മാസ് എന്താണ് 40 kg 40 kg, സോ 40 സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ അത് നമുക്ക് തന്നിട്ടുണ്ട് 50 സെന്റിമീറ്റർ ആണ്. സോ 50 ഇൻടു 50 അല്ലെങ്കിൽ 50 സ്ക്വയർ. ഇനി അടുത്തത് ഇവർ തമ്മിലുള്ള നോക്കണ്ടേ, അഗൈൻ 40 ഇൻടു 40 അല്ലേ സ്ക്വയർ വരുന്നത്, ഡിവൈഡഡ് ബൈ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ, അഗൈൻ 50 ആണ്. സോ നമ്മൾ നോക്കി കഴിയുമ്പോൾ F1 ഉം F2 ഉം സെയിം ആണെന്ന് മനസ്സിലായി. രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇതിങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ നെറ്റ് ഫോഴ്സ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന എത്രയായിരിക്കും, 0 ആയിരിക്കും. എടാ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റേറ്റ് ചെയ്യാനും മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനും നമുക്കറിയാം, വെക്ടർ ഫോം അടക്കം നമുക്കറിയാം. ഇനി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺസ് നമ്മുടെ ഒരു ബോഡിയുടെ വെയിറ്റ് mg ആണ് അല്ലെ, mg ആണ്. ആൻഡ് ആ mg എന്ന് പറയുന്നത് എന്താണ്, യെസ് അവിടുത്തെ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് അല്ലെ. ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഈ mg എന്ന് പറയുന്നത്. സോ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, mg is equal to gmm by r square. m ക്യാൻസൽ ആയി. ദാറ്റ് മീൻസ് g എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, യെസ് ആ ഒരു ഒബ്ജക്റ്റിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ക്ലിയർ അല്ലടാ, ഒബ്ജക്റ്റിന്റെ മാസിനെ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനു മാത്രമാണ്, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആൻഡ് ദെൻ എർത്തിന്റെ അല്ലെങ്കിൽ ഏതാണോ പ്ലാനറ്റ് അതിന്റെ മാസ് ആൻഡ് അതിന്റെ റേഡിയസിന്റെ സ്ക്വയർ. ഇത്രയും മാത്രമാണ് അതിൽ വരുന്നത്. എടാ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്തത് വാരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ് ആണ് പറയാൻ പോകുന്നത്. സോ എടാ നമ്മളിപ്പോ ഇവിടെ ജി പറഞ്ഞല്ലോ, ഇവിടെ നമ്മൾ ജി പറഞ്ഞല്ലോ, ജി ഇസ് ഈക്വൽ ടു gm by r സ്ക്വയർ. ഇത് അറ്റ് ദി സർഫസ് ആണ്. ഓക്കെ, അറ്റ് ദി സർഫസ് ആണ്. ഓക്കെ അല്ലെ. ഇവിടെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എർത്തിന്റെ സെന്ററിൽ നിന്നും എത്ര ഡിസ്റ്റൻസ്. സോ ആർ ആണ്, ക്യാപിറ്റൽ ആർ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് എന്താ, എർത്തിന്റെ സർഫസിലോട്ട് സെന്ററിൽ നിന്നുമുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ആർ. ഓക്കെ, ഇനി ഇവർ തമ്മിൽ ഒരു ആർ പ്ലസ് ഇവിടെ നിന്ന് ഒരു h ഹൈറ്റ് അങ്ങോട്ട് അകലെയാണ് നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ജി ആണ് നമുക്ക് അറിയേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ ചെയ്യും. അതേപോലെ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അറിയേണ്ടത്, ദാറ്റ് മീൻസ് ഇവിടെ നിന്നും എർത്തിന്റെ സർഫസിൽ നിന്നും ഇത്രയും ഡിസ്റ്റൻസ് ഡെപ്ത് ഉള്ളിലോട്ട് പോയിട്ടാണ് എനിക്കൊരു പോയിന്റ്. അവിടെ ആണെങ്കിൽ എന്ത് ചെയ്യും. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്, ജി ഇസ് ഈക്വൽ ടു gm by r സ്ക്വയർ. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നമുക്ക് അറ്റ് ദി സർഫസ് ഓക്കെ എടുക്കാം. ഇനി ജി ഇസ് ഈക്വൽ ടു gm by r സ്ക്വയർ. ദിസ് r is actually r plus h. This we can use when ഹൈറ്റിലാണെന്നുണ്ടെങ്കിൽ. അതേസമയം ഇനി ഡെപ്തിലാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, യെസ് ഡെപ്തിലാവുമ്പം നമ്മൾ ഈ മാസ് ഉണ്ടല്ലോ, ക്യാപിറ്റൽ എമ്മിനെ നമ്മളൊന്ന് മാറ്റി എഴുതും ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി. അതെങ്ങനെയാടാ, മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് പറഞ്ഞാൽ എന്താ, 4/3 pi r ക്യൂബ്. സോ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ദാറ്റ് ഇസ് ജി ഇസ് ഈക്വൽ ടു g ഇൻറ്റു 4/3 pi r ക്യൂബ് ഇൻറ്റു റോ ഡിവൈഡഡ് ബൈ r സ്ക്വയർ. സോ r സ്ക്വയറും ഇതും പോയി, നമുക്ക് കിട്ടുന്നു g ഇൻറ്റു 4/3 pi r into rho എന്ന് കിട്ടുന്നു.
സോ ഡെപ്തിലുള്ള പോയിന്റ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ജിന്റെ വാല്യൂ എന്താ എടുക്കുക, ഇതാണ്. ഇതും അറ്റ് ദി സർഫസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ ഡെപ്തിലോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, ആർ മൈനസ് ടി ഇടും. അതേസമയം ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആറിന് നമ്മൾ ആർ പ്ലസ് എച്ച് ഇട്ട് കൊടുക്കും. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ തുടങ്ങുന്നത് ജി ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ അറ്റ് ദി സർഫസ്. ഇനി ജി ഡാഷ് ആണ്, അറ്റ് ഹൈറ്റ് എച്ച് ആണ് വേണ്ടത് അല്ലെ, ഇവിടുത്തെ ഒരു പോയിന്റ് ആണ് വേണ്ടത്. സോ ഇത് ഇവിടെ നിന്നും ആർ പ്ലസ് എച്ച് അകലെയാണ്. ഓക്കെ അല്ലടാ. സോ ജി എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ ആറിനെ കൊണ്ട് എച്ചിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ചെയ്യും, ഹോൾ സ്ക്വയർ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ജി എം എടുത്തു, ഡിവൈഡഡ് ബൈ ആർ സ്ക്വയറിന് പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ ഉണ്ടാവുക, ഇവിടെ 1 ഉണ്ടാവും, മൈനസ് എച്ച് ബൈ ആർ ആയിരിക്കും. ഓക്കെ, നോ ഇഷ്യൂസ് റിഹാൻ, നിനക്ക് ഒരാൾക്ക് വേണ്ടി ഞാൻ ക്ലാസ് എടുക്കും. ഓക്കെ അല്ലടാ, ഇങ്ങനെ കിട്ടി. അപ്പൊ ജി എം ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ എന്താണ്, അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു അല്ലെ, ദാറ്റ് ഇസ് ജി ഇൻറ്റു, ഓക്കെ ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, ജി ഇൻറ്റു 1 മൈനസ് എച്ച് ബൈ ആർ ഓൾ റൈസ് ടു -2 എന്ന് വരും. സോ നമ്മളൊരു ബൈനോമിയൽ എക്സ്പാൻഷൻ എടുക്കുവാണ്. 1 പ്ലസ് എക്സ് ഓൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 1 പ്ലസ് ഇ എൻ എക്സ്. ഇതൊരു അപ്രോക്സിമേഷൻ ആണ്. സോ 1 പ്ലസ് എൻ എക്സ്, ഇവിടെ 1ന്റെ സ്ഥാനത്ത് 1 തന്നെ അല്ലെ, 1 തന്നെ, ഈ ഒരു വാല്യൂ ആണ് കേട്ടോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി പ്ലസ് എൻ ആണ്. ഓക്കെ, എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ -2 ആണ്. സോ ഞാൻ -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ്, എച്ച് ബൈ ആർ ആണ്. സോ എച്ച് ബൈ ആർ. ഓക്കെ അല്ലേ. സോ ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്ത് ജി ഡാഷിനെ ഞാൻ എങ്ങനെ എഴുതി, ജി ഇൻറ്റു 1 മൈനസ് 2 എച്ച് ബൈ ആർ എന്ന് എഴുതി. ഓക്കെ അല്ലേ, ഇതാണ് ഹൈറ്റ് അനുസരിച്ചിട്ട് വരുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. അല്ലെങ്കിൽ ഡെപ്തിനുള്ളത് ചോദിക്കും. സോ എങ്ങനെ ഡെപ്തിന്റെ പറയാ, നമുക്കറിയാം ജി സി ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യാന്ന് പറഞ്ഞു. നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ജി സി ഈക്വൽ ടു, അതായത് ഡെപ്തിലോട്ട് പോകുമ്പോൾ നമ്മൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റിയുടെ ടേംസിലാണ് പറയാ, മാസിന് പകരം. സോ നമുക്ക് പറയാൻ പറ്റും എന്താണ്, 4/3 പൈ ഇൻറ്റു ആർ ഇൻറ്റു റോ ഇൻറ്റു ജി. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെപ്തിലുള്ളത് നമുക്ക് അറിയണമെങ്കിൽ ജി ഡാഷ് വിൽ ബി ഈക്വൽ ടു 4/3 പൈ ഇൻറ്റു ആർ മൈനസ് ഡി ഇൻറ്റു റോ ഇൻറ്റു ജി. ഓക്കെ അല്ലടാ, ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനൊന്ന് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. 4/3 പൈ ഇൻറ്റു ആർ ഇൻറ്റു റോ ഇൻറ്റു ജി മൈനസ് 4/3 പൈ ഇൻറ്റു ഡി റോ ജി. ഓക്കെ അല്ലേ? ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, 4/3 പൈ, ഈ കംപ്ലീറ്റ് ടേം ഉണ്ടല്ലോ അതിനെ ഞാൻ പുറത്തേക്ക് എടുത്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി, ഇവിടെ എനിക്ക് 1 കിട്ടി അല്ലെ, ഇതിന്റെ സ്ഥാനത്ത് എനിക്ക് 1 കിട്ടി. മൈനസ് ഇവിടെ ആണെന്നുണ്ടെങ്കിലോ, ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു ഡി ഉണ്ട്, പക്ഷെ ഇവിടെ ആർ ഇല്ല. സോ ഓൾറെഡി നമ്മൾ ആറിനടക്കം പുറത്തേക്ക് എടുത്തത്. ഓക്കെ ഇല്ല, ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ച് ഞാൻ സെറ്റ് ആയിടാം. ഡി ബൈ ആർ. ഓക്കെ അല്ലേ? ആൻഡ് ദിസ് ഇസ് ആക്ച്വലി എന്താ, ഇവിടെ നമ്മൾ പറഞ്ഞ സെയിം സാധനം അല്ലെ, ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. ക്ലിയർ അല്ലേ? സോ ഡെപ്ത് അനുസരിച്ചിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. അടുത്തത് എന്താണ്, വാരിയേഷൻ ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു ആർ ആണ്. സോ ഡെപ്തിലാണെന്നുണ്ടെങ്കിൽ, ഓക്കെ ഡെപ്തിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻ നമുക്കറിയാം, ഒരു ലീനിയർ റിലേഷൻ ആണ് അല്ലെ, ലീനിയർ റിലേഷൻ ആണ്. സോ അക്കോർഡിംഗ് ടു ദാറ്റ് നമുക്ക് പറയാൻ പറ്റും, അതായത് ജി ഇസ് ഈക്വൽ ടു ജി ഇസ് പ്രൊപ്പോർഷണൽ ടു ആർ ആണ്. സോ അതുകൊണ്ട് നമ്മുടെ ലീനിയർ റിലേഷൻ ആണ്. ആൻഡ് ജിയുടെ മാക്സിമം വാല്യൂ വരുന്നത് when it is at r is equal to capital R, അതായത് സർഫസ് ഓഫ് ദി എർത്ത്. യെസ്. ഹായ് ശ്രാവൺ, കുറെ കാലമായല്ലോ, ടീംസിനും കാണുന്നില്ലല്ലോ. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജി ഡാഷ് ഇസ് ഈക്വൽ ടു 1/r സ്ക്വയർ, സോറി പ്രൊപ്പോർഷണൽ ടു 1/r സ്ക്വയർ എപ്പോഴാണെന്നുണ്ടെങ്കിൽ ഔട്ട് സൈഡ് ആണെങ്കിൽ കേട്ടോ. ഇനി അടുത്തത്, the acceleration due to gravity is maximum on the surface of earth. Write the relation between acceleration due to gravity and gravitational constant. Okay, so simple ആണ്. again relation എന്താണ്, g is equal to gm by r square അല്ലെ, r square. what is the value of g at the center? സെന്ററിലാണെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. സോ സെന്ററിൽ എത്രയാണ് വരിക? ഓക്കെ, നോ ഇഷ്യൂസ്. ഈ ഒരു ലെക്ചർ നമുക്ക് എപ്പോഴാണെങ്കിലും കിട്ടുമല്ലോ. സോ തീർച്ചയായിട്ടും നിങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും കണ്ടാലും മതി, പക്ഷെ പഠിക്കണം കേട്ടോ, അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയും എഫേർട്സ് എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ക്ലാസ് എടുത്തിരുന്നതല്ലേ. സോ തീർച്ചയായിട്ടും എൻ്റെ മക്കൾ അത് പഠിക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ, അത്രേ എനിക്കേ ഉള്ളൂ. സോ തീർച്ചയായിട്ടും പഠിച്ചുകൊണ്ടേ ഇരിക്കുക. നമുക്ക് ഇത്തവണത്തെ ക്രിസ്മസ് എക്സാം വേദാന്തു മലയാളത്തിൻ്റെ ഒപ്പം ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും. അതാണ് എൻ്റെ ഡ്രീം. എൻ്റെ ഡ്രീമിനൊപ്പം നിങ്ങൾ കൂടെ ചേരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, യെസ്. ഇനി നമ്മുടെ ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, അത് നമ്മൾ വരച്ചു. നമ്മൾ ഓൾറെഡി യൂസ്ഡ് ആണ് അതായിട്ട് അല്ലേ, നമ്മൾ ഓൾറെഡി പഠിച്ചു. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് വിത്ത് ഡെപ്ത്, അത് നമ്മൾ പ്രോപ്പർ ഇക്വേഷനിൽ നമുക്കറിയാം. ആൻഡ് ഓൾസോ യൂസിങ് ഇക്വേഷൻ, ഇതും നമുക്കറിയാം. ഇതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഈ ക്വസ്റ്റൻസ് ഞാൻ കാണിക്കുന്നതിന്റെ കാരണം എന്താണെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് ഡിഫറൻസ് സോർട്ട് ഓഫ് എക്സാം കേരള ബോർഡ്സിൽ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റിന് ക്രിസ്മസിനൊക്കെ ഇതേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അവയർനെസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. തോന്നി ശ്രാവൺ, നിന്നെയും കാണുന്നില്ലല്ലോ, അവർ വന്നാലല്ലേ നീ വരത്തുള്ളൂ. ഓക്കെ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു.
Derive an expression for variation of G. ഇത് improvement 2019 ചോദിച്ചിട്ടുള്ളതാണ്. Again, same സംഭവം തന്നെ 2021 improvement ചോദിച്ചിട്ടുണ്ട്. And again, acceleration due to gravity depends on mass, radius of the planet. Write the equation for acceleration due to gravity in terms of mass and radius of the planet. Okay, that is gm by r square. അത് കുഴപ്പമില്ല. A body weighs ഒരു പ്രോബ്ലം ആണ് കേട്ടോ. ആ പ്രോബ്ലം നമുക്കൊന്ന് ചെയ്താലോടാ. A ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 63 ന്യൂട്ടൺ ആണ്. ഓക്കെ, ബോഡിയുടെ വെയിറ്റ് എത്രയാണ്? 63 ന്യൂട്ടൺ ആണ്. ഓക്കെ അല്ലേ? ആൻഡ് വാട്ട് ഈസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ഇറ്റ് ഡ്യൂ ടു എർത്ത് അറ്റ് ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ഓഫ് ഇറ്റ്സ് റേഡിയസ്. ഓക്കെ, സോ നമുക്കറിയാം ജി ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജി ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ നമുക്ക് പറയാം നമ്മൾ ആ ബൈനോമിയൽ എക്സ്പാൻഷൻ, അതൊരു അപ്രോക്സിമേഷൻ ഞാൻ പറഞ്ഞല്ലോ, അത് പ്രോബ്ലം എടുക്കുമ്പോൾ നമ്മൾ ആ അപ്രോക്സിമേഷന്റെ സാധനം അല്ല കേട്ടോ എടുക്കുക, അതിന് മുമ്പുള്ള സാധനമാണ് എടുക്കുക. സോ ദാറ്റ് മീൻസ് 1 പ്ലസ് h by r all raised to -2. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജി ഡാഷ് നമ്മൾ പറയുമ്പം ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 പ്ലസ് h എന്ന് പറയുന്നത് എന്തായിട്ടാണ് നമ്മൾ എടുത്തത്? h എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ടാണ് എടുത്തത്? യെസ്, r by 2 അല്ലേ? ഇവിടെ കൃത്യമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. എർത്ത് എന്ന് പറയുന്ന ഇതിന്റെ ഹൈറ്റ് എത്ര എടുക്കുന്നത്? ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദി റേഡിയസ്. സോ r ഇൻറ്റു -2. സോ വി വിൽ ഗെറ്റ് ജി ഡാഷ് ആസ് 4g by 9. വീക്ക് ക്വിസ് ഇല്ല ശ്രാവൺ, കുറച്ച് ദിവസത്തേക്ക് ഇനി വീക്ക് ക്വിസ് ഇല്ല കേട്ടോ. ഇനി നമ്മുടെ ക്രിസ്മസ് എക്സാം ആണ് നമ്മുടെ ഫോക്കസ്. സോ തീർച്ചയായിട്ടും നമ്മൾ ഇനി ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആയിരിക്കും. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഓക്കെ, സോ നമുക്ക് കിട്ടി. ആൻഡ് ദെൻ നമുക്ക് അറിയാലോടാ വെയിറ്റ്. ആ സമയത്ത് വെയിറ്റ് എന്ന് പറയാം നമുക്ക് എങ്ങനെ പറയാം? എം ജി ഡാഷ് പറയാം. സോ ഇവിടെ നമുക്ക് അറിയാലോടാ ഓൾറെഡി നമുക്ക് 4/9 ജി ഡാഷിന് പകരം നമുക്ക് എന്താ പറയാം? 4/9 ജി ഇൻറ്റു എം എന്നിടാം അല്ലേ? സോ ദിസ് വിൽ ബി ദ ആൻസർ. സോ ഇവിടെ നമുക്ക് ഈ എം ജിയുടെ വാല്യൂ 63 ന്യൂട്ടൺ ആണെന്ന് അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വാല്യൂ കിട്ടുന്നു. നെക്സ്റ്റ് വൺ, again acceleration due to gravity decreases. Derive an expression for the acceleration due to gravity at a height h above the surface of the earth where h is much less than r. Okay, അതായത് r നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ h ന്റെ വാല്യൂ വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെടുക്കും? h is equal to 0 എടുക്കും. h is approximately equal to 0 എടുക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിലേഷൻ എങ്ങനെയാ വരിക? യെസ്, നമ്മുടെ acceleration due to gravity യിൽ gm by r plus h അല്ലേ? ഓക്കെ, r plus h അല്ലേ? h ന് 0 ഇട്ട് കൊടുക്കും. That's it. At what height above the earth's surface the value of g is the same as that in mine 80 kilometer deep. അതായത് മൈൻ അല്ലേ? ദാറ്റ് മീൻസ് ഇവിടെ 80 കിലോമീറ്റർ താഴെയാണ് ഇരിക്കുന്നത്. ഇതാണ് എർത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് വിചാരിക്കും. സോ ദിസ് ഇസ് ക്യാപിറ്റൽ ആർ. ഓക്കെ അല്ലടാ? സോ ദിസ് ഡിസ്റ്റൻസ് വിൽ ബി, ഇത് ഡെപ്ത് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ദിസ് ഡിസ്റ്റൻസ് വിൽ ബി r - 80 വരും അല്ലെ? ഇതാണ് r - 80. അതായത് എർത്തിന്റെ സെന്ററിൽ നിന്നും r - 80 ഇതില് മീൻസ് 80 കിലോമീറ്റർ ഇതിലായിരിക്കും അതിന്റെ പൊസിഷൻ. അതായത് നമ്മൾ ഇപ്പൊ കണ്ടുപിടിക്കേണ്ട ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ഡിസ്റ്റൻസ് വരുന്നത്. ഓക്കെ അല്ലേ? ആൻഡ് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ ഇക്വേഷനിൽ ഈ ഒരു വാല്യൂ, അതായത് r - d നമ്മൾ എന്ത് ചെയ്യുക? r - 80 ഇട്ട് കൊടുത്തിട്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇനി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, അതായത് ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു പോയിന്റ് മാസിനെ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലോട്ട് കൊണ്ടുവരാനായിട്ട് ആവശ്യമായിട്ടുള്ള വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആകുന്നത്. ആൻഡ് യെസ്, ഇഫ് സപ്പോസ് നമ്മൾ എടുക്കുന്നത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ തന്നെ ഇവിടെ നിന്നും ഇവിടേക്കാണ് എടുക്കുന്നത്. സോ ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്താണോ ദാറ്റ് മൈനസ് ദിസ്. ആൻഡ് ഇൻഫിനിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? ഇൻഫിനിറ്റിയിലാണ് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിട്ടുള്ളത്. പൊട്ടൻഷ്യൽ എനർജി മാക്സിമം അറ്റ് ഇൻഫിനിറ്റി. ആ വാല്യൂ എന്താണ്? 0 ആണ്. ആൻഡ് മാക്സിമം 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ അതിനെക്കാട്ടിലും കുറവായിരിക്കും വൺസ് ഇറ്റ് ഈസ് റീച്ചിങ് ടു എർത്ത്. എർത്തിന്റെ ഫീൽഡിലോട്ട് വരും തോറും, എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ കൂടുന്നതോറും ഇങ്ങോട്ടേക്ക് വരും തോറും എന്താണ്? പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് പൊട്ടൻഷ്യൽ എനർജി ഓൾവേസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതിന്റെ മാക്സിമം വാല്യൂ എന്താണ്? ദാറ്റ് ഈസ് 0. യെസ്, ഇതാണ് നമ്മൾ പറഞ്ഞ നമുക്ക് എടുക്കുന്ന വർക്ക് ഡൺ അല്ലെ? ചേഞ്ച് ഇൻ വർക്ക് ഡൺ ആണ്. ഇവിടെ നിന്ന് ഇവിടേക്ക് എടുക്കേണ്ട വർക്ക് ഡണ്ണിന്റെ ചേഞ്ച് ആണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. Okay, here is the equation minus gm1 m2 divided by r. Potential energy always negative ആയിരിക്കും പറഞ്ഞല്ലോ, കാരണം മാക്സിമം വാല്യൂ വരുന്നത് 0 ആണ്. ഇനി എസ്കേപ്പ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾ നിൽക്കുകയാണ് അല്ലെ? സർഫസിൽ നമ്മൾ നിൽക്കുകയാണ്. നമുക്കൊരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ നമ്മൾ ഇവിടുന്ന് പോകാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എർത്തിന്റെ ഫീൽഡിൽ നിന്നും, അതായത് ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. ആ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള മിനിമം വെലോസിറ്റിനെ പറയുന്ന പേരാണ് എസ്കേപ്പ് സ്പീഡ്. അതിന്റെ വാല്യൂ വന്നിട്ട് √2gm/r. ഇതിന്റെ ഡെറിവേഷനും ചെറിയ മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എന്റെ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി, അതാണ് ടോട്ടൽ എനർജി. ദാറ്റ് ഇസ് ഓൾവേസ് കൺസർവ്ഡ് ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു എപ്പോഴാണ്? ഫൈനൽ വരുന്നത്. സോ നമുക്കറിയാം ദാറ്റ് വിൽ ബി ഓൾമോസ്റ്റ് 0 അല്ലെ? കാരണം എന്താണ്? mv², ഹാഫ് mv² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പിലെ വെലോസിറ്റിന്റെ വാല്യൂ എന്താ? 0. സോ ദാറ്റ് ഇസ് ഓൾമോസ്റ്റ് 0. ആൻഡ് ദിസ് വാല്യൂ, അതായത് ഗ്രാവിറ്റേഷൻ ഫീൽഡ് കഴിഞ്ഞിട്ട് പോകുവാണെന്നുണ്ടെങ്കിൽ ഇതട്ട് ഇൻഫിനിറ്റിയാ. ദാറ്റ് മീൻസ് ഇൻഫിനിറ്റിയിലെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 0 അല്ലെ? ഇത് കൈനറ്റിക് എനർജി മിനിമം വാല്യൂവും ഇത് മാക്സിമം വാല്യൂ വരിക. പക്ഷെ ഇതിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്.
ക്ലിയർ അല്ലടാ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹാഫ് എം വി സ്ക്വയർ പ്ലസ് 0 വരും. ഹാഫ് എം വി സ്ക്വയർ എന്തുകൊണ്ടാണ് 0 ആണ്? യെസ്, അറ്റ് ദ ടോപ്പിൽ വെലോസിറ്റി 0 ആണ്. ഓക്കെ, സോ നമുക്ക് കിട്ടി ഹാഫ് എം യു സ്ക്വയർ. ഓക്കെ, ഹാഫ് എം യു സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു, ഈ മൈനസ് ടേം ഇപ്പുറത്തേക്ക് പോകും, മൈനസ് പോയിട്ട് ജി എം എം ബൈ ആർ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? യു കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഈസ് ദ ഓർബിറ്റൽ escape velocity. Okay, and that is equal to escape velocity which is equal to root of 2 gm by r. Clear allada? Yes, that is the equation. ഇനി എസ്കേപ്പ് സ്പീഡ് എന്താണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, അതായത് ഒരു ഹെവി ബോഡി വരുന്നു, ലൈറ്റർ ബോഡി വരുന്നു, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും എസ്കേപ്പ് സ്പീഡിന്? ഒരു വ്യത്യാസം ഉണ്ടാവില്ല. കാരണം എസ്കേപ്പ് സ്പീഡിന്റെ ഇക്വേഷൻ അനുസരിച്ചിട്ട് വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 gm by r ആണ്. ഇവിടെ ആ ബോഡിയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ വി ക്യാൻ ഇഗ്നോർ ദിസ്. ഓക്കെ, അതായത് ഹെവി ബോഡി ആയിക്കോട്ടെ ലൈറ്റർ ബോഡി ആയിക്കോട്ടെ സെയിം വെലോസിറ്റി, സെയിം എസ്കേപ്പ് വെലോസിറ്റി തന്നെയാണ് കൊടുക്കേണ്ടത്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ 11.2 km/s ആണ് എർത്തിൽ നിന്നും എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ക്രോസ് ചെയ്ത് പോകാനായിട്ട് ആവശ്യമായിട്ടുള്ള മിനിമം വെലോസിറ്റി. എന്ന് നേരത്തെ എപ്പോഴും നമ്മൾ 11.2 km/s വെലോസിറ്റി തന്നെ കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല. എത്രയാണ് നമുക്ക് കൊടുക്കേണ്ടത്? ഇൻ ബിറ്റ്വീൻ നമുക്ക് ഈ വെലോസിറ്റി കൂട്ടി കൊടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, അതായത് ആക്സിലറേഷൻ അവിടെ പോസിബിൾ ആണെങ്കിൽ ചെറിയ വെലോസിറ്റിയിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരൊറ്റ പ്രാവശ്യം നമുക്ക് വെലോസിറ്റി കൊടുക്കാൻ പറ്റുള്ളൂ ആ വെലോസിറ്റി എത്രയായിരിക്കണം? 11.2 km ആയിരിക്കണം ഫ്രം ദി സർഫസ് ഓഫ് എർത്ത്. അഗൈൻ ഡെറിവേഷൻ ആണ്, സോ ഞാനത് ഇഗ്നോർ ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഒരു കാര്യം കൂടി ഉണ്ടടാ, ഈ ഒരു സംഭവത്തിന് നമുക്ക് എന്ത് ചെയ്യാം? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ടേംസിലോട്ടാക്കാം. കാരണം ജി എം ബൈ ആർ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ജി അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ജി എം വിച്ച് ഇസ് ഈക്വൽ ടു ജി ആർ സ്ക്വയർ അല്ലടാ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജി എമ്മിന് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തോട്ടെ. സോ റൂട്ട് ഓഫ് 2 ജി ആർ സ്ക്വയർ, ജി എമ്മിന് ജി ആർ സ്ക്വയർ കൊടുത്തു, ഡിവൈഡഡ് ബൈ ഓൾറെഡി അവിടെ ഒരു ആർ ഉണ്ട്. സോ ഇതും ക്യാൻസൽ ആയി എനിക്ക് കിട്ടി റൂട്ട് 2 ജി ആർ. അതാണ് കേട്ടോ ഇവിടെ കാണിച്ചിരിക്കുന്നത്. എസ്കേപ്പ് വെലോസിറ്റിനെ നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ടേംസിലും നമുക്ക് എന്താ പറയാ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത്, the minimum speed with which an object is projected such that the permanently escapes from gravitational field of earth is called escape speed. Obtain expression and orbital velocity escape speed തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓർബിറ്റൽ വെലോസിറ്റിയിലോട്ട് നമുക്ക് നേരെ വരാം. ഓക്കെ, ഓർബിറ്റൽ വെലോസിറ്റി സാറ്റലൈറ്റ് പറഞ്ഞാൽ നമുക്ക് നേരെ ഓർബിറ്റൽ വെലോസിറ്റിയിലോട്ട് വരാം കേട്ടോ. യെസ്, അഞ്ജൂസ് എവിടെയൊക്കെ ആയിരുന്നു? നിങ്ങൾക്ക് ഇതൊക്കെ എവിടെയാണ്? എക്സാം ടൈം ആയാലും ആരെയും കാണുന്നില്ലല്ലോ. സാറ്റലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എർത്തിന് ചുറ്റും അല്ലെങ്കിൽ പ്ലാനറ്റ്സിന് ചുറ്റും നമ്മൾ എന്താ പറയുക, ഒരു സാറ്റലൈറ്റിനെ കടത്തി വിടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, റിമോട്ട് സെൻസിങ്, നമുക്ക് അതുപോലെ തന്നെ വെതർ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുന്നത്. ആൻഡ് ഈ സാറ്റലൈറ്റിന് കൃത്യമായിട്ട് ഈ ഒരു ഓർബിറ്റിലൂടെ പാസ് ചെയ്യണമെങ്കിൽ അതിനൊരു മിനിമം വെലോസിറ്റി വേണം. ഓക്കെ, ആ വെലോസിറ്റി ആണെന്ന് പറയുന്നത് ഓർബിറ്റൽ വെലോസിറ്റി. അതിന്റെ വാല്യൂ വന്നിട്ട് റൂട്ട് ഓഫ് gm by r ആണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു വാല്യൂ വരുന്നത്? സിമ്പിൾ അല്ലടാ. ഈ ഒരു ഓർബിറ്റിൽ ഇത് കറങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണ്ടേ? ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇവിടെ കൊടുക്കുന്നത് ആരാണ്? യെസ്, നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സോ നമുക്ക് അത് ഇക്വേറ്റ് ചെയ്യാം. അതായത് സെൻട്രിപെറ്റൽ ഫോഴ്സ് വിച്ച് ഇസ് ഈക്വൽ ടു gmm by r സ്ക്വയർ. ഓക്കെ അല്ലേ? സോ ഇത് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് വേണ്ടത് ഇവിടുത്തെ v ആണ്. സോ ഇ എമ്മും പോയി, ഇവിടുത്തെ r സ്ക്വയറും പോയി. സോ v സ്ക്വയർ വിൽ ബി ഈക്വൽ ടു gm by r ആണ്. ആൻഡ് v is equal to root of gm by r ആണ്. ഓക്കെ, ഇനി എസ്കേപ്പ് സ്പീഡ് നമുക്കറിയാലോ, റൂട്ട് ഓഫ് 2 gm by r ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എന്താണ്? എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് 2 ഇൻറ്റു VO ആണ്. VO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓർബിറ്റൽ വെലോസിറ്റി ആണ്. ഓക്കെ ആതിര, ഓക്കെ യെസ്. ഞാൻ ഭയങ്കര എന്താ പറയുക 2x സ്പീഡിലാണ് ഞാൻ പോകുന്നത്. കാരണം ഒരുപാട് നമുക്ക് ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്. അറ്റ്ലീസ്റ്റ് എനിക്ക് തെർമൽ പ്രോപ്പർട്ടീസ് ഒന്ന് തുടങ്ങിയെങ്കിലും വെക്കാനുള്ള നല്ല ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, യെസ്. എടാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ? ഓക്കെ, യെസ്. ആൻഡ് ഓർബിറ്റൽ സ്പീഡിന്റെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് എർത്തിന് ചുറ്റും കറങ്ങുന്ന ഒരു സാറ്റലൈറ്റിന്റെ ഓർബിറ്റൽ സ്പീഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വിച്ച് ഇസ് അറൌണ്ട് ഈക്വൽ ടു 7.9 km/s ആയിരിക്കും. ആൻഡ് ഒരു കംപ്ലീറ്റ് റെവല്യൂഷന് വേണ്ടിയിട്ട് ഈ ഒരു വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, കംപ്ലീറ്റ് റെവല്യൂഷന് വേണ്ടിയിട്ട് ഈ വെലോസിറ്റിയിൽ കേട്ടോ, ഈ ഓർബിറ്റൽ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് റെവല്യൂഷന് വേണ്ടി എടുക്കുന്ന സമയമാണ് 84.6 minutes. ക്ലിയർ അല്ലടാ? യെസ്. ആൻഡ് ദിസ് ഇസ് വെരി ക്ലോസ് ടു എർത്ത്. അതായത് ഓൾമോസ്റ്റ് എർത്തിന്റെ സർഫസിലൂടെ കറങ്ങുന്നത് കേട്ടോ, എർത്തിന്റെ സർഫസിലൂടെ. അത് ഒരിക്കലും എന്താ പറയുക പ്രാക്ടിക്കലി പോസിബിൾ അല്ല. എർത്തിന്റെ സർഫസിലൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല? സാറ്റലൈറ്റ് കറങ്ങാൻ പറ്റില്ല. ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് അകലേ പറ്റത്തുള്ളൂ. ബട്ട് നമ്മളൊരു സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എർത്തിന്റെ സർഫസിലൂടെ അല്ലെങ്കിൽ എർത്തിനോട് സർഫസിനോട് തൊട്ടടുത്ത് കൂടെ പോകുന്ന സാറ്റലൈറ്റിന് എന്തായിരിക്കും വെലോസിറ്റി വരുന്നത്? 7.9 km/s ആയിരിക്കും. ആൻഡ് ആ ഒരു വെലോസിറ്റി കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 84.6 minutes ആയിരിക്കും. ഓക്കെ, വീക്ക് ക്വിസ് ഇല്ല അഞ്ജൂസ്. വീക്ക് ക്വിസ് ഇനി കുറച്ച് ദിവസത്തേക്കില്ല. നമുക്ക് ഇനി എക്സാം കഴിഞ്ഞിട്ട് വീക്ക് ക്വിസ് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഹായ് രമണി. നോ എന്താണ് ഇവിടെ തെറ്റ്? എന്തെങ്കിലും ഞാൻ പറഞ്ഞു? എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഇത് പറയട്ടോ.
അടുത്ത റിലേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, that is V is equal to √2 into VO. Satellites are bodies revolve around a planet. Derive an expression for the orbital velocity, already done. Modify the equation of satellite is close to the surface. Again, എന്താണ്? Yes, നമ്മൾ പറഞ്ഞു √(gm/r). r എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു r plus h ആണ്. So ഈ h ന്റെ വാല്യൂ 0 ആണെങ്കിൽ this will be capital R. ക്ലിയർ അല്ലടാ? എടാ വന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആൻഡ് 2018 ചോദിച്ചിട്ടുള്ള ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് കാണിക്കുന്നത് അത്രയും പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. Escape velocity 11.2 kilometer ആണ്, കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫൈൻഡ് ദ ഓർബിറ്റൽ വെലോസിറ്റി. സിമ്പിൾ. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് എസ്കേപ്പ് വെലോസിറ്റി എങ്കിൽ എസ്കേപ്പ് വെലോസിറ്റിയും അതുപോലെ തന്നെ ഓർബിറ്റൽ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? സോ VE/√2 ചെയ്തിട്ടുണ്ടെങ്കിൽ VO കിട്ടും. ദാറ്റ് മീൻസ് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ √2 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഓർബിറ്റൽ വെലോസിറ്റി കിട്ടും. നെക്സ്റ്റ് വൺ ഇസ് എനർജി ഓഫ് എൻ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ്. അതായത് നമ്മുടെ ഈ ഓർബിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന് എന്താ പറയുക, ഈ സാറ്റലൈറ്റിന്റെ എനർജി ഉണ്ട്. ആ എനർജിയുടെ ഇക്വേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ആൻഡ് എനർജിയുടെ ഈ ഇക്വേഷന്റെ നമുക്ക് എന്താ പറയുക, ഇത് നമുക്ക് പഠിക്കാനില്ല, ലൈക്ക് എന്താണ് അതിനെ പറയാ, ഡെറിവേഷൻ പഠിക്കാനില്ല. സോ യെസ്, അഫ്കോഴ്സ് നമ്മൾ പെട്ടെന്ന് തന്നെ അത് പറയാൻ പോവാണ്. എന്താടാ? യെസ്, അതായത് കൈനറ്റിക് എനർജി. ഓക്കെ, ഇത് മൂവ് ചെയ്യുന്ന ഇതിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു GMM/2 into R plus H. ആൻഡ് ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് -GMM എന്താണ് R plus H, GMM divided by R plus H. ഇനി അതേപോലെ തന്നെ ഇതിന്റെ ടോട്ടൽ എനർജി, ഇതിന്റെ രണ്ടിന്റെ സം എന്ന് പറയുന്നത് -GMM/R plus H. ആൻഡ് ഈ ഒരു റിലേഷൻ പഠിക്കുക കേട്ടോ. അതായത് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആണ്. പക്ഷെ നമുക്കറിയാം ടോട്ടൽ എനർജിയും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. സോ ഇതിന്റെ മാഗ്നിറ്റ്യൂഡുകൾ സെയിം ആണ്. ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോർ പൊട്ടൻഷ്യൽ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിലോ, യെസ്, പൊട്ടൻഷ്യൽ എനർജിയുടെ ഹാഫ് ആണ് എന്തെന്ന് പറയുന്നത് ഈ ടോട്ടൽ എനർജിയും കൈനറ്റിക് എനർജിയും. ക്ലിയർ അല്ലടാ? യെസ്. അപ്പൊ അഗൈൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ, ഇഫ് ദ സീറോ പൊട്ടൻഷ്യൽ എനർജി ഇസ് അറ്റ് ഇൻഫിനിറ്റി, ഇൻഫിനിറ്റിയിലാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. സോ ദ ടോട്ടൽ എനർജി വിൽ ബി എന്തായിരിക്കും? കൈനറ്റിക് എനർജി അല്ലേ? ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? കൈനറ്റിക് എനർജി ആയിരിക്കും. നെഗറ്റീവ് ഓഫ് കൈനറ്റിക് എനർജി. ടോട്ടൽ എനർജി നമുക്ക് ഓൾറെഡി അറിയാം മൈനസ് കൈനറ്റിക് എനർജി ആണ്. ആൻഡ് അറ്റ് ഇൻഫിനിറ്റിയിലാണെന്നുണ്ടെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ എനർജി ബാധിക്കുന്നില്ല. കാരണം എന്താണ്? ഇൻഫിനിറ്റിയിൽ 0 ആണ്. ഓക്കെ, സോ നമ്മൾ അഗൈൻ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിലോട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഇതുവരെയും തെർമൽ പ്രോപ്പർട്ടീസ് ഈ ഒരു വർഷം നമ്മൾ ഫസ്റ്റ് ടൈം ആണ് എടുക്കുന്നത്. സോ യെസ്, വീക്ക്നെസ് വേണമോ പ്രൊട്ടക്ട്? വീക്ക്നെസ്സിന് നിങ്ങൾ ഒരുപാട് മീൻസ് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്നവരല്ലാതെ വേറൊരു മനുഷ്യൻ പോലും വരുന്നില്ല. അതായത് നിങ്ങൾ വേറൊരിലോട്ടും എത്തിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ചിന്താവിഷയം. സോ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്താ? ഒരുപാട് പേര് വരണം, അത് ഭയങ്കര ഉഷാറാവണം എന്നൊക്കെ വിചാരിച്ചിട്ടല്ലേ നമ്മൾ വർക്ക് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു യാതൊരു വിധത്തിലുള്ള ഒരു ഇമോഷനും അക്കാര്യത്തിലില്ല. സോ ഡെഫിനറ്റ്ലി ഞങ്ങളുടേതായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം. നമ്മളൊരു ടൈം എഫേർട്ട് എടുത്തിട്ട് അത് കുറച്ച് മിനിമം സ്റ്റുഡൻസിലോട്ട് എത്തുന്നുള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും അതൊരു എന്റർടൈൻമെന്റ് മാത്രമായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നു. അത് നിങ്ങൾ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ആ ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ പലരും കറക്റ്റ് ആയിട്ട് ആൻസർ പറയുന്നില്ല. അപ്പം ദാറ്റ് മീൻസ് ആ ക്വിസ് നടത്തുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ കുറെ എന്താ പറയുക, നമ്മുടെ ഫൈറ്റ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് സോൺ ആണോ എന്നുള്ളൊരു സംശയം. ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വീണ്ടും ഇടുന്ന സമയത്ത് നമുക്ക് നല്ല മാർക്ക് കിട്ടേണ്ടതല്ലേ. അത് കിട്ടുന്നില്ല മീൻസ് എന്താണ് അർത്ഥം? അങ്ങനെ കുറെ അനാലിസിസിലാണ് ഞങ്ങൾ. അതാണ് മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനെ കൊണ്ടുപോകണം, മാക്സിമം ഫ്രണ്ട്സിനെ കൊണ്ടുപോകാം. കാരണം നമ്മളിപ്പോൾ ഇത്രയും നേരമായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന ലൈവാണ്. സോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ടയർഡാണ്, അത്രയും ടയർഡാണ്. എന്നാൽ പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കണം. കുറെ ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും നിങ്ങളെ പഠിച്ചു തീരില്ലേ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ തെർമൽ പ്രോപ്പർട്ടീസിലോട്ട് വേഗം പോവാണ്. അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ എങ്കിലും നമുക്ക് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ടെമ്പറേച്ചർ എന്താണ്, ഹീറ്റ് എന്താണ്? ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, ഞാനിപ്പോ എന്റെ കയ്യിലിരിക്കുന്ന ഒരു സാധനം, ഓക്കെ, ഇതൊരു ഗ്ലാസ്സിൽ വെള്ളമാണെന്ന് വിചാരിക്കും, ഇതിന് ചൂടുണ്ട്. അപ്പൊ ഞാൻ പറയും ഓക്കെ, ഇത് ഇച്ചിരി ചൂടുണ്ട് കേട്ടോ, അല്ലെ ഇത് ഇച്ചിരി തണുത്തിട്ടാണ് കേട്ടോ എന്ന് പറയാനായിട്ട് പറ്റുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ടെമ്പറേച്ചറിന്റെ അല്ലെങ്കിൽ എന്താ പറയാ ഹോട്ട് ആണോ കൂൾ ആണോ എന്ന് പറയുന്നതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ആൻഡ് ആ ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് വരുന്നത് കെൽവിൻ ആണ്. ആൻഡ് ഓൾസോ അതേ SI യൂണിറ്റ് ആണ്. വേറെ യൂണിറ്റ്സ് ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റ് ഒക്കെ. ഇനി ഹീറ്റ് എന്താണ്? ഹീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ ദർ ഇസ് ടെമ്പറേച്ചർ ഡിഫറൻസ്. ഓക്കെ, എന്റെ കയ്യിലിരിക്കുന്ന ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു എനർജി ട്രാൻസ്ഫർ നടക്കും. ഓക്കെ അല്ലെ? ഇവിടെ ഒരു എനർജി ട്രാൻസ്ഫർ നടക്കും. ആ എനർജി ട്രാൻസ്ഫർ ആണ് ഹീറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് എൻ എനർജി. സോ ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ജൂൾ ആയിരിക്കും. ഓക്കെ, ഇതിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്.
മനസ്സിലായോ? സോ അതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. സോ ഇവർക്ക് രണ്ടുപേർക്കും ഓക്കെ, ഇവന് കൂടുതൽ ചൂടും ഇവന് കുറവ് ചൂടുമാണ്. സോ എന്ത് ചെയ്യും, ഇവർ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് രണ്ടിന്റെയും ടെമ്പറേച്ചർ സെയിം ആവുന്നവർ, അല്ലെങ്കിൽ വേണ്ട, ഇവനാണ് എന്റെ കയ്യിൽ ഇരിക്കുന്ന ചൂടുവെള്ളം. ഓക്കെ, ഇവനും സറൗണ്ടിങ്സും ഉണ്ട് അല്ലേ, അപ്പൊ ഇവര് തമ്മിലൊരു ടെമ്പറേച്ചർ ഡിഫറൻസ് ആയി. അപ്പൊ ഇനി എന്തായും, ഈ സറൗണ്ടിങ്സിന്റെ ടെമ്പറേച്ചറുമായിട്ട് ഇവൻ മാച്ച് ആവുന്നവരെ, അതായത് ഇത് 30°C ആണെങ്കിൽ ഇതും 30°C വരുന്ന വരെയും എന്ത് ചെയ്യും, ഹീറ്റ് ട്രാൻസ്ഫർ നടന്നുകൊണ്ടേയിരിക്കും. ക്ലിയർ അല്ലടാ? യെസ്. ഇനി അടുത്തത്, ഈ ടെമ്പറേച്ചറിന് നമുക്ക് ഇപ്പം ഡിഗ്രി സെൽഷ്യസിൽ തന്നതാണെങ്കിൽ എങ്ങനെ ഫാരൻഹീറ്റിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് തരുന്നത് കെൽവിനിലാണ്, എങ്ങനെ ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റാം. ഈ രണ്ട് ഇക്വേഷൻസ് പഠിച്ചു വെക്കുക, 1 മാർക്കിനെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹ്യൂമൻ ബോഡിയുടെ ടെമ്പറേച്ചർ എത്രയാണ് വരുന്നത്? 98.6 ഫാരൻഹീറ്റ്. വാട്ട് ഇസ് ദ കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ ഷോൺ ഇൻ സെൽഷ്യസ് ഡിഗ്രി? നോക്കിയേടാ, ഇവിടെ നോക്കിയാൽ ഇവിടുത്തെ എന്താ പറയാ ഫാരൻഹീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 98.6 അല്ലെ. 6 minus 32 divided by 180 which is equal to 180 into 100 which is equal to temperature in degree Celsius. Okay, simple ആയിട്ട് എന്താ പറയാ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ടെമ്പറേച്ചർ ഓക്കെ, the answer is 37 degree കേട്ടോ. ഇനി ബോയിൽസ് ലോ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഓക്കെ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ പ്രഷർ is proportional to inversely proportional to the volume. ഓക്കെ അല്ലേ? കോൺസ്റ്റന്റ് പ്രഷർ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാം, പി വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് വാല്യൂ. ഓക്കെ അല്ലേ? പി വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് വാല്യൂ. അടുത്തത് ചാൾസ് ലോ എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വി ഈസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, ദാറ്റ് മീൻസ് വി ബൈ ടി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് വാല്യൂ. ഇതൊന്നുമല്ല നമ്മുടെ മെയിൻ ടോപ്പിക്. മെയിൻ ടോപ്പിക് എവിടെയാണ്? ഐഡിയൽ ഗ്യാസ് ആണ്. ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, ചെറിയ ലോ ഡെൻസിറ്റി ഗ്യാസസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനും ഫോളോ ചെയ്യും, ഈ ഇക്വേഷനും ഫോളോ ചെയ്യും. അതായത് ഈ രണ്ട് ലോസും ഒബേ ചെയ്യും. ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും പി വി ഈസ് ഈക്വൽ ടു മ്യൂ ആർ ടി. ഓക്കെ, ഈ മ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ചിലപ്പം എൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക, എൻ ആർ ടി എന്ന് പഠിച്ചിട്ടുണ്ടാവും, തെറ്റൊന്നുമില്ല കേട്ടോ. എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഇൻ ദ സാമ്പിൾ ഗ്യാസ്. ആൻഡ് ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ഇസ് 8.31 ജൂൾ mole raised to -1, Kelvin raised to -1. This is actually universal gas constant. ക്ലിയർ അല്ലേ? എടാ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും ആണെങ്കിലും നിങ്ങൾക്ക് എക്സാമിന്റെ തലേദിവസം ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ് ഒക്കെ പിന്നെയും റെഫർ ചെയ്യാനായിട്ട് പറ്റും. അന്നേരം തപ്പാൻ നടക്കണ്ട, ലൈക്ഡ് വീഡിയോസിൽ ഉണ്ടായാൽ മതി. അടുത്തത് ഐഡിയൽ ഗ്യാസ് ലോ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? പ്രഷറും ടെമ്പറേച്ചറും തമ്മിൽ ഒരു ഗ്രാഫ് വരച്ചു. അതായത് നമുക്കറിയാം പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി എന്ന് പറഞ്ഞു അല്ലെ. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? വോളിയം കോൺസ്റ്റന്റ് ആക്കി വെച്ചു. ആൻഡ് ഇത് രണ്ടും എന്താണ്? കോൺസ്റ്റന്റ് ടേംസ് തന്നെയാണ്. സോ ഇവിടെ നമ്മൾ റോൾ ഉള്ള ആർക്ക് മാത്രമാണ് പ്രഷറിനും ടെമ്പറേച്ചറും. ഇവർ നമ്മളൊരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞപ്പം നമുക്ക് എന്ത് കിട്ടി? യെസ്, ഇങ്ങനെ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. അതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചപ്പോൾ ഇവിടെ ഇത് 0 ഡിഗ്രി ആണ്, ഇവിടെ 100 ഡിഗ്രി, 200 ഡിഗ്രി, 300 ഡിഗ്രി, ഇവിടെ -100, 200 അങ്ങനെ പോകും. ആൻഡ് ഈ ഒരു വാല്യൂ നമുക്ക് കിട്ടി, ദാറ്റ് ഇസ് -273.15 ഡിഗ്രി. And this is actually absolute zero temperature in Kelvin. Okay അല്ലേ? That is absolute zero temperature. Clear അല്ലടാ? Yes. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, the volume temperature graph of a certain amount of perfect gas at 2 pressure P1 and P2 ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഏതിനാണ് which pressure is larger എന്നാണ് നമ്മുടെ ചോദിച്ചിട്ടുള്ളത്. which pressure is larger എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചത് P is equal to nRT. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ എന്ത് ചെയ്യാണ്? V by T കൊണ്ടുവരാണ് അല്ലെ. വിയും ടിയും തമ്മിലുള്ള ഗ്രാഫ് ആണ് അല്ലെ. അപ്പം V by T എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തിന്റെ സ്ലോപ്പ്? അത് സ്ലോപ്പ് ആണ് അല്ലെ. അതായത് ഇപ്പൊ ഫസ്റ്റ് കേസിൽ ചെയ്യുവാണെങ്കിൽ V1 by T1 ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? P1 ആ ഒരു പ്രഷറും ഇതാക്കിയിട്ടുള്ള ഇതിന്റെ സ്ലോപ്പ് കിട്ടും. ആൻഡ് എനിക്ക് V2 by T2 ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? അല്ലെങ്കിൽ എനിക്ക് അതിന്റെ ഗ്രാഫ് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? അതിന്റെ സ്ലോപ്പ് കിട്ടും, which is equal to nR by P. ഓക്കെ, nR എന്ന് പറയുന്നത് സെയിം ആണ് ആൻഡ് P1 P2 ആണ് ഡിഫറെന്റ് ആയിട്ടുള്ളത്. സോ യു വിൽ ഗെറ്റ് P2 is less than P1. അടുത്തതാണ് തെർമൽ എക്സ്പാൻഷൻ. 3 ടൈപ്പ് എക്സ്പാൻഷൻ ആണുള്ളത്, ലീനിയർ, ഏരിയ ആൻഡ് വോളിയം എക്സ്പാൻഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലീനിയർ എക്സ്പാൻഷൻ, അതായത് നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ലെങ്ത് വൈസ് എന്താ പറയാ ഇത് എക്സ്പാൻഡ് ചെയ്യുവാണ്, ലെങ്ത് വൈസ് എക്സ്പാൻഡ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത്, അല്ലെങ്കിൽ നമുക്ക് പറയാം സ്ട്രെയിൻ. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത്. എടാ നിങ്ങൾ എന്താ പറയാ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ലൈക്ക് ചെയ്യാൻ മറക്കേ ചെയ്യരുത്. സോ ഡെൽറ്റ എൽ ബൈ എൽ വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി. ഓക്കെ അല്ലേ? ആൻഡ് ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ദാറ്റ് ഇസ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഓക്കെ അല്ലേ? കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ആൻഡ് ഇതിൽ നിന്ന് നമ്മൾ സോർട്ട് ചെയ്യുവാണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി നെക്സ്റ്റ് വൺ ഇസ് ലീനിയർ എക്സ്പാൻഷൻ. ആൽഫ എൽ is known as the coefficient of linear expansion and it is a characteristics of the material of the rod. And definitely alpha L ന്റെ വാല്യൂ വളരെ കൂടുതലാണ് ആർക്ക്? മെറ്റൽസിന്. ദാറ്റ് മീൻസ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷന്റെ വാല്യൂ വളരെ കൂടുതലാണ്.
ഓക്കെ, അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം കോപ്പറും ഗ്ലാസും. ഓക്കെ, കോപ്പർ ഒരു മെറ്റൽ ആണ് അല്ലെ. അപ്പം കോപ്പർ മെറ്റൽ ആയതുകൊണ്ട് തന്നെ അതിന് എന്താ പറയാ ഗ്ലാസിനെക്കാട്ടിലും 5 ടൈംസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് ആൽഫ എൽ അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഇനി ഏരിയ എക്സ്പാൻഷൻ സെയിം വേ, അതായത് ഇപ്പൊ എന്താ ഇതാണ് നമ്മുടെ ഒരു സ്ക്വയർ ആയിരുന്നു എന്ന് വിചാരിക്കും. സോ ഇവിടെ നമ്മൾ ചൂടാക്കുമ്പോൾ ഇതിന്റെ ഏരിയ വ്യത്യാസം വരും അല്ലെ. അപ്പം ഒരു ഡെൽറ്റ എ ഏരിയ എന്താവും കൂടും. ഓക്കെ, അത് എന്താണെന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആണ്. സോ അവിടെ നമുക്കൊരു കോൺസ്റ്റന്റ് വന്നു, ദാറ്റ് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്, സോറി കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ. നെക്സ്റ്റ് വൺ ഇസ് വോളിയം എക്സ്പാൻഷൻ. അതെന്താ, അത് അഗെയിൻ ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ത്രൂ ഔട്ട് ദി വോളിയം എക്സ്പാൻഡ് ചെയ്യുന്നു. ആൻഡ് അവിടെ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. നെക്സ്റ്റ് വൺ റിലേഷൻ ബിറ്റ്വീൻ ആൽഫ എൽ ആൻഡ് ആൽഫ എ. എന്താണ് ആൽഫ എൽ? ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു എൽ ഇൻറ്റു ഡെൽറ്റ എ, സോറി ഡെൽറ്റ ടി. ഓക്കെ, ഇനി ആൽഫ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, സോറി ആൽഫ എ അല്ലേ ഫസ്റ്റത്തത്, ആൽഫ എ. സോ ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി ഇൻറ്റു ഡെൽറ്റ ടി. ക്ലിയർ അല്ലേ? സോ ഇത് രണ്ടും തമ്മിലൊരു റിലേഷൻ ഉണ്ടെന്നാ പറയുന്നത്. നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, സോറി ഡെൽറ്റ ഏരിയ അല്ലടാ, ഏരിയ അല്ലേ, ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു ഡെൽറ്റ ടി. ക്ലിയർ അല്ലടാ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏരിയന്റെ ഞാൻ നോക്കുവാണ്, ഇതാണ് എന്റെ ഞാൻ പറഞ്ഞ ഒരു സ്ക്വയർ ആണ്, ഇതിന്റെ എല്ലാ സൈഡും എന്തായിരിക്കും എൽ ആയിരിക്കും. വൺസ് ഇത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈക്വൽ ആയിട്ട് എല്ലാ സൈഡിലും എൽ പ്ലസ് ഡെൽറ്റ എൽ, എൽ പ്ലസ് ഡെൽറ്റ എൽ ഇങ്ങനെ ഒരു ഇൻക്രിമെന്റ് വരും അല്ലടാ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ഇവിടെ നമുക്ക് ആദ്യം ഡെൽറ്റ എ എൽ കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് A1, ഇതാണ് A2, എക്സ്പാൻഡ് ചെയ്തതിന് ശേഷമുള്ളതാണ് A2. സോ അങ്ങനെയാണെങ്കിൽ A2 മൈനസ് A1 അല്ലേ നമ്മുടെ ഡെൽറ്റ എ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഞാൻ ആദ്യം അത് കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. സോ A2 എന്ന് പറയുന്നത് എന്തായിരിക്കും, എൽ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ സ്ക്വയർ അല്ലെ, സ്ക്വയർ ആണ്. സോ സൈഡിന്റെ സ്ക്വയർ ആയിരിക്കും എന്തെന്ന് പറയുന്നത് സ്ക്വയർ ഇൻഡ് ഏരിയ എന്ന് പറയുന്നത്, മൈനസ് A1 എന്ന് പറയുന്നത് എന്താണ്, A1 എന്ന് പറയുന്നത് ദാറ്റ് ഇസ് നത്തിങ് ബട്ട് എൽ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ. ഇത് ഞാൻ എക്സ്പാൻഡ് ചെയ്തു, എൽ സ്ക്വയർ പ്ലസ് 2 ഡെൽറ്റ എൽ ഇൻറ്റു എൽ പ്ലസ് ഡെൽറ്റ എൽ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ. സോ എൽ സ്ക്വയർ ഇത് പോയി, ആൻഡ് ഡെൽറ്റ എൽ സ്ക്വയറിനെ ഞാൻ ഒഴിവാക്കി. സോ എനിക്ക് എന്ത് കിട്ടി, ഡെൽറ്റ എ എന്ന് പറയുന്നതിന് എനിക്ക് ആകെ ഒരൊറ്റ എക്സ്പാൻഷനെ കിട്ടിയുള്ളൂ, 2 ഡെൽറ്റ എൽ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഏരിയ എന്താണ്, എൽ സ്ക്വയർ ആണ്, ഡെൽറ്റ ടി. സോ ഇവിടുത്തെ സ്ക്വയറും ഇവിടുത്തെ എല്ലും പോയി, അപ്പൊ എനിക്ക് കിട്ടി 2 ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി. സോ ദിസ് ഇസ് ആക്ച്വലി എന്താണ് ആൽഫ എൽ. സോ ദിസ് ഇസ് 2 ആൽഫ എൽ. ഓക്കെ, 2 ആൽഫ എൽ. അപ്പം ആൽഫ എല്ലും ആൽഫ എയും തമ്മിലുള്ള ബന്ധം എന്താണ്, ആൽഫ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആൽഫ എൽ ആണ്. ഇതേപോലെ തന്നെ ഇതേ സെയിം പ്രോസസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൽഫ വി ഇന്റെയും കണ്ടുപിടിക്കാൻ പറ്റും. ആൽഫ എൽ അഗെയിൻ ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഡെൽറ്റ ടി. ആൽഫ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി ഡെൽറ്റ ടി. എന്താ ചെയ്യേണ്ടത്, ഒരു ക്യൂബ് ആണ് അല്ലെ, ഒരു ക്യൂബ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ വോളിയം ത്രൂ ഔട്ട് ആയിട്ട് എന്താണ് കൂടുന്നു. സോ എന്താണ്, യെസ് എൽ പ്ലസ് ഡെൽറ്റ എൽ ആയിരിക്കും എക്സ്പാൻഷന് ശേഷമുള്ളത്. ഓക്കെ, എക്സ്പാൻഷന് മുമ്പാണെങ്കിൽ എൽ ക്യൂബ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ചേഞ്ച് ഇൻ വോളിയം കണ്ടുപിടിക്കാം. ചേഞ്ച് ഇൻ വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എൽ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ ക്യൂബ് മൈനസ് എൽ ക്യൂബ്. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, യെസ് ഈ ഡെൽറ്റ എൽ സ്ക്വയർ വരും, അതുപോലെ ഡെൽറ്റ എൽ ക്യൂബും വരും. ആ എല്ലാ ഇതുകളും ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും 3 ഇൻറ്റു ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഡെൽറ്റ എൽ എന്ന് കിട്ടും. ദിസ് മീൻസ് എന്താണ് 3 ആൽഫ എൽ. സോ ആൽഫ വിനെ നമുക്ക് എങ്ങനെ പറയാം, 3 ആൽഫ എൽ ആയിട്ട് പറയാം. ക്ലിയർ ആയോടാ? യെസ്. അടുത്തത് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. അതായത് വാട്ടറിന് മാത്രം ഒരു ചെറിയ പ്രത്യേകത ഉണ്ട്. യൂഷ്വലി ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ടെങ്കിൽ എന്താ വേണ്ട, വോളിയം കൂടുതലേ വേണ്ട, വോളിയം എക്സ്പാൻഡ് ചെയ്യല്ലേ വേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് വാട്ടർ എന്ന് വിചാരിക്കും, ഇത് 0 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടാം, 1 ഡിഗ്രി ആയി, 2 ഡിഗ്രി ആയി, 3 ഡിഗ്രി ആയി, 4 ഡിഗ്രി ആയി. അപ്പൊ ടെമ്പറേച്ചർ കൂടുവല്ലേ ചെയ്തത്. അപ്പൊ എന്താ വേണ്ടത്, വോളിയം കൂടല്ലേ വേണ്ടത്. പക്ഷെ ഇവിടെ വോളിയം കുറയും. ഓക്കെ, ബട്ട് ആഫ്റ്റർ 4th ഡിഗ്രി, അതായത് നമ്മൾ 4 ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം, ഓക്കെ 4 ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വോളിയം ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഈ 0 to 4 ഡിഗ്രിയിൽ ഇതിനൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ഇതിനെ എന്താ പറയുക ടെമ്പറേച്ചറിന് കുറയ്ക്കുക. ഇവിടെ നമ്മളൊരു എന്താ പറയുക ഒരു 7 ഡിഗ്രി ആയിരുന്നു, പിന്നെ നമ്മൾ 6 ഡിഗ്രി ആക്കി, 5 ഡിഗ്രി ആക്കി, 4 ഡിഗ്രി ആക്കി. ഇവിടെ വരെയും കുഴപ്പമില്ല. ഇതിന് ശേഷം ഇവിടെ വരെയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഇവിടെ വരെ യൂഷ്വലി ടെമ്പറേച്ചർ കുറയ്ക്കുവാണ്. സോ വോളിയം കുറയണം അല്ലെ, വോളിയം കുറയണം അല്ലടാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 4 ഡിഗ്രിക്ക് ശേഷം എന്തായിരിക്കും, പിന്നെയും ടെമ്പറേച്ചർ കുറയാം, 3 ഡിഗ്രി 2 ഡിഗ്രി അല്ലെ, ടെമ്പറേച്ചർ കുറച്ചുകൊണ്ടിരിക്കും, പക്ഷെ വോളിയം ഇവിടെ കൂടും. സോ അതാണ് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. യെസ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് എന്താ പറയുക വോളിയം എക്സ്പാൻഷൻ എന്ന് പറയുന്നത് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ് നമ്മൾ ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഡെറിവേഷൻ ആണ്. ആ ചെറിയൊരു ഡെറിവേഷൻ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. സോ നമുക്കറിയാലോ വോളിയം എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ എന്താണ് വി ഇൻറ്റു
ഡെൽറ്റ ടി അല്ലെ. ഇതാണ് നമ്മുടെ വോളിയം എക്സ്പാൻഷൻ എന്ന് പറയുന്നത് അല്ലടാ. ഇനി ഞാൻ പറയട്ടെ, പി വി സി ഈക്വൽ ടു എൻ ആർ ടി അല്ലെങ്കിൽ മ്യൂ ആർ ടി. മ്യൂ ആണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ മ്യൂ. ഈ ഒരു ഇക്വേഷൻ നമുക്കറിയാലോ. നമുക്കറിയാം ഇവിടെ കോൺസ്റ്റന്റ് പ്രഷറാണ് അല്ലെ, കോൺസ്റ്റന്റ് പ്രഷറാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ വി ചേഞ്ച്, വോളിയം ഡെഫിനറ്റ്ലി ചേഞ്ച് ആവും. മ്യൂനും ആറിനും മാറ്റമില്ല, ഇവിടെ ഡെൽറ്റ ടി. ഇനി എനിക്ക് എന്താ വേണ്ടെന്ന് അറിയാവോ, എനിക്ക് ഈ ഒരു ടേമിനെ ഇതിൽ നിന്ന് കൊണ്ടുവരണം. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രയത്നങ്ങളാണ്. ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഓക്കെ, ആൻഡ് ഓൾസോ ഫസ്റ്റ് ഇത് നമുക്ക് എഴുതാം, മ്യൂ ആർ ഡിവൈഡഡ് ബൈ പി. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഹോൾ ഇക്വേഷനെ ഞാൻ വി വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. സോ ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി ഇൻറ്റു ഡെൽറ്റ ടി വിച്ച് ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ പി വി. ഓക്കെ, പി വി ഇസ് ഈക്വൽ ടു എന്താണ്, മ്യൂ ആർ ടി അല്ലേ, അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ് കേട്ടോ. സോ ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി ഡെൽറ്റ ടി വിച്ച് ഇസ് ഈക്വൽ ടു മ്യൂ ആർ ഡിവൈഡഡ് ബൈ മ്യൂ ആർ ടി. മ്യൂ ആറും ക്യാൻസൽ ആയി 1 by t, and this is actually this one അല്ലേ, ആൽഫ വി വിച്ച് ഇസ് ഈക്വൽ ടു 1 by t. ക്ലിയർ ആണോടാ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാവോ? ചോദിച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു തരും, ഒരു സംശയം വേണ്ട, പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, സോ ആൽഫ വി വിച്ച് ഇസ് ഈക്വൽ ടു 1 by t എന്ന് വന്നു. ഇതാണ് റിലേഷൻ. ഇനി തെർമൽ സ്ട്രെസ് എന്താണ്? ഇഫ് ദ തെർമൽ എക്സ്പാൻഷൻ ഓഫ് എ റോഡ് ഇസ് പ്രിവെന്റഡ് ബൈ ഫിക്സിംഗ് ഇറ്റ്സ് എൻഡ്സ് റിജിഡ്ലി ആൻഡ് ദ റോഡ് അക്വേഴ്സ് എ ഒന്നുമില്ല. അതായത് നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുകയാണ്, ഒരു റോഡ് ഉണ്ട്, ആ റോഡിന് അത് എന്തായാലും ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലെ. ഈ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിനെന്താ പ്രത്യേകത? ഇവിടെ നമ്മൾ ഒരു റിജിഡ് സപ്പോർട്ടിൽ ഇതിനെ ടൈറ്റ് ആക്കി വെച്ചിരിക്കുക. ദാറ്റ് മീൻസ് എന്താണ്? യെസ്, ഇവൻ അനങ്ങാൻ പറ്റില്ല. ഓക്കെ, അപ്പം എന്താണ് ഇതിന്റെ ഒറിജിനൽ ഇതിലോട്ട് വരാനായിട്ട് ഒരു സ്ട്രെസ് ഉണ്ടായിരിക്കും. ആ സ്ട്രെസ് ആണ് തെർമൽ സ്ട്രെസ്. ഓക്കെ അല്ലേ? യെസ്. അടുത്താണ് ഹീറ്റ് കപ്പാസിറ്റി. എന്താണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്? ഒന്നുമില്ല, ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഹീറ്റിന്റെ എമൗണ്ട്. ഓക്കെ, എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ഇൻക്രീസ്. ഓക്കെ പ്രോട്ടക്, അത് ഓൾമോസ്റ്റ് ആണ് ഞാൻ ഫിനിഷ് ചെയ്യാനായി, മീൻസ് എന്റെ കയ്യിൽ നിന്നൊക്കെ ഞാൻ പോയി തുടങ്ങി. ഓക്കെ, അപ്പോൾ ഹീറ്റ് അതായത് 1 യൂണിറ്റ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് നമുക്ക് എങ്ങനെ പറയാം? സോറി, ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എന്ന് പറയാം. ഓക്കെ അല്ലേ? ആൻഡ് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ മാസ്, ടെമ്പറേച്ചർ, നേച്ചർ ഓഫ് ദി സബ്സ്റ്റൻസ്. ഓക്കെ അല്ലേടാ? മാസ്, ടെമ്പറേച്ചർ, നേച്ചർ ഓഫ് ദി സബ്സ്റ്റൻസ്. ഇനി ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. അടുത്ത സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പൊ ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് അറിയാം? 1 യൂണിറ്റ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റിന്റെ എമൗണ്ട്. ഇവിടെ കുറച്ചും കൂടെ സ്പെസിഫിക് ആക്കുക. എന്താണ്? യെസ്, ഈ 1 ഡിഗ്രി ടെമ്പറേച്ചർ, 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണം. എവിടെ? 1 യൂണിറ്റ് മാസിൽ. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെന്നല്ലേ അതിനെ ഞാൻ സ്മോൾ ലെറ്റർ എസ് എന്ന് റെപ്രസെന്റ് ചെയ്തു. ദാറ്റ് ഇസ് എസ് ബൈ എം, അതായത് ഹീറ്റ് കപ്പാസിറ്റി ബൈ എം. സോ 1 by m ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ക്ലിയർ ആയില്ലടാ? യെസ്. അടുത്തത് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സോ ഇവിടെ നമ്മൾ എന്താ പറയുക, 1 യൂണിറ്റ് മാസ് എന്നല്ല, 1 മോൾ സബ്സ്റ്റൻസ്. ഓക്കെ, 1 മോൾ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി അല്ലെങ്കിൽ 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യണം. സോ ഫോർ ദാറ്റ് വി വിൽ ഗെറ്റ് വാട്ട്? യെസ്, സി ഈസ് ഈക്വൽ ടു എന്താണ്? എസ് ബൈ മ്യൂ, അല്ലെങ്കിൽ നമുക്ക് പറയാം 1 by മ്യൂ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ക്ലിയർ അല്ലടാ? ഓൾ സെറ്റ് അല്ലടാ? യെസ്. ഇനി അടുത്തത്, വിച്ച് അമംഗ് ദി ഫോളോയിങ് പ്രോസസ് ദ ഹൈയസ്റ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? ഏതിനാണ്? വാട്ടറിനാണ് ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇനി അടുത്തതാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂഷ്വലി നമ്മൾ നോർമലി പറയുന്നത് 3 എണ്ണമാണ്. അതിൽ കൂടുതൽ സ്റ്റേറ്റുകളുണ്ട്. ബട്ട് ഈവൻ ദോ നമ്മൾ ഇതിൽ 3 എണ്ണം മാത്രമേ പറയുന്നുള്ളൂ. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഓക്കെ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അല്ലെങ്കിൽ നമുക്കിത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താൽ മതിയോ? നമുക്ക് നമ്മുടെ നെക്സ്റ്റ് എന്താ പറയാ, നമ്മുടെ വെനസ്ഡേ. ഓക്കെ, വെനസ്ഡേ നമ്മുടെ ലൈവ് ഉണ്ട്. സോ ആ ലൈവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബിക്കോസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് 4 hours. ഞാനും നിങ്ങളും കംപ്ലീറ്റ്ലി ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കംപ്ലീറ്റ്ലി ഡൗൺ ആയിരിക്കുന്നു. സോ എടാ നമുക്ക് വെനസ്ഡേ ഡിസ്കസ് ചെയ്താൽ പോരെ? പ്രോട്ടക്ട് ഐ ഹോപ്പ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. പ്രോട്ടക്ട് നീ പറഞ്ഞാൽ ഞാൻ ഇപ്പൊ നിർത്തും, കാരണം എനിക്ക് വയ്യാണ്ടായി തുടങ്ങിയടാ. നീ ഇരിക്കുവാണെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കാം, നോ ഇഷ്യൂസ്. ഓക്കെ ആണോ? ഇപ്പോഴേ വേണമെന്നാടാ, പറ്റൂല എടാ. ഇറ്റ്സ് ഓൾമോസ്റ്റ് 9:45. ഓക്കെ, നിനക്ക് വേണമെങ്കിൽ ഞാനതൊന്ന് ഫിനിഷ് ചെയ്യാമെങ്കിൽ ഫൈൻ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ ഓഫ് ദി സിസ്റ്റം. എന്താ പറയാ, ഒരു സിസ്റ്റത്തില് നമുക്കറിയാം ഇപ്പം ജസ്റ്റ് നമ്മൾ വാട്ടർ അല്ലെങ്കിൽ നമ്മുടെ ഐസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് അല്ലെ, അത് സോളിഡ് ആണ് അല്ലെ. ഐസിനെ നമ്മൾ എന്ത് ചെയ്തു? യെസ്, വാട്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്തു അല്ലെ. അവിടെ നിന്ന് പിന്നെ നമ്മൾ അതിനെ ഗ്യാസ് ആക്കി അല്ലെ, വേപ്പറൈസ് ചെയ്തു. പ്രോട്ടക്ട് ദിസ് ഇസ് ടു മച്ച് കേട്ടോ. ഞാൻ ഇനി നിന്നെ കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ ഐസ് വാട്ടർ ആവുന്നു, ഗ്യാസ് ആവുന്നു.
അപ്പം ഇവിടെ എന്താണ് ഉണ്ടാകുന്നത്? സോളിഡ് ഫേസിൽ നിന്നും ലിക്വിഡ് ഫേസിലോട്ട് മാറുന്നു ആൻഡ് ദെൻ അത് ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറും. സോ ഇവിടെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുന്നുണ്ട്. ക്ലിയർ അല്ലടാ? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സോളിഡിൽ നിന്നും ലിക്വിഡിൽ നിന്നും ഗ്യാസ്. ഓക്കെ, യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് റെപ്രസെന്റീവ് ആണ്. സോളിഡിൽ നിന്നും ലിക്വിഡ് ആകുന്നതിനെയാണ് നമ്മൾ മെൽറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? മെൽറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ലിക്വിഡിൽ നിന്നും ഗ്യാസിലോട്ട് പോകുന്നതിനെയാണ് നമ്മൾ പറയുന്നത്, ലിക്വിഡ് ടു ഗ്യാസ് പോകുന്നതിനെയാണ് നമ്മൾ, ആ പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്താണ്? ലിക്വിഡ് ടു സോളിഡ്. ഓക്കെ, ലിക്വിഡ് ടു സോളിഡ്. ആ ലിക്വിഡ് ടു സോളിഡിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്യൂഷൻ. എന്താണ്? ഫ്യൂഷൻ. ഇനി അതേപോലെ തന്നെ ഗ്യാസ് ടു ലിക്വിഡ് ഉണ്ട്, അതാണ് കണ്ടൻസേഷൻ. ഇനി അതൊന്നും അല്ല, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം, ഗ്യാസ് ലിക്വിഡ് ആകാതെ നേരെ സോളിഡിലോട്ട് പോകുന്നു, ദാറ്റ് ഇസ് സബ്ലിമേഷൻ. ഓക്കെ അല്ലേ? ദാറ്റ് ഇസ് സബ്ലിമേഷൻ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇനി മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡ് ലിക്വിഡ് ആകുന്ന ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ പറയുന്നത് എന്താണ്? മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സോളിഡ് ആൻഡ് ദ ലിക്വിഡ് സ്റ്റേറ്റ് ഓഫ് ദി സബ്സ്റ്റൻസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ഈച്ച് അതർ ഇസ് കോൾഡ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. ആൻഡ് ഓൾസോ ഈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടല്ലോ, അത് എന്തിനനുസരിച്ച് ഡിക്രീസ് ചെയ്യും? പ്രഷറിനനുസരിച്ചിട്ട് ഡിക്രീസ് ചെയ്യും. ക്ലിയർ അല്ലടാ? യെസ്. നെക്സ്റ്റ് വൺ ഇസ് റെഗുലേഷൻ. റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ പ്രഷർ വരുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ മെൽറ്റിംഗ് പോയിന്റ് ഡിക്രീസ് ആവും, അതായത് പെട്ടെന്ന് അത് മെൽറ്റ് ആവും. ആൻഡ് എന്ത് ചെയ്യും? അതിങ്ങനെ ഉള്ളിലോട്ട് പോകും. ആൻഡ് അഗൈൻ അടുത്ത സ്ഥലത്ത് എത്തുമ്പോഴത്തേനും അടുത്തത് അവിടെ പ്രഷർ വരും. ആൻഡ് അപ്പത്തേനും ഇവിടെ എന്തായി? ഇവിടെ നോർമൽ മെൽറ്റിംഗ് പോയിന്റിലോട്ട് എത്തി. സോ ഇത് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് മുറിക്കാതെ തന്നെ എന്ത് ചെയ്യും? അതിന് മുകളിൽ വെച്ച് ഈ ത്രെഡ് ഉണ്ടല്ലോ, നമ്മളൊരു പ്രഷർ കൊടുക്കുകയാണെങ്കിൽ, അതായത് നമ്മളിപ്പം വെയിറ്റ് കൊടുത്തിട്ട് അവിടെ ഒരു പ്രഷർ കൊടുക്കുകയാണ് അല്ലേ? സോ ആ ഒരു സംഭവം ഗ്ലാസ് മുറിയാതെ തന്നെ എന്ത് ചെയ്യും? ഉള്ളിലൂടെ അത് പാസ് ചെയ്ത് വരും. ഓക്കെ, യെസ്. So then next one is boiling point. Boiling point എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the temperature at which the liquid and vapor states of the substance coexist is called its boiling point. ഓക്കെ, അതായത് ലിക്വിഡിൽ നിന്നും ഇത് വേപ്പർ സ്റ്റേജിലോട്ട് പോകുന്നു, അതിനെ നമ്മൾ പറയുന്ന പേരാണ്, ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ നമ്മൾ പറയുന്ന പേരാണ് ബോയിലിംഗ് പോയിന്റ്. ഓക്കെ അല്ലേ? ആൻഡ് ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യും? പ്രഷറിനനുസരിച്ചിട്ട് കൂടും. ഓക്കെ അല്ലേ? പ്രഷറിനനുസരിച്ചിട്ട് കൂടും. നെക്സ്റ്റ് അല്ലേ? ഓക്കെ അല്ലേ? അതേപോലെ തന്നെ പ്രഷർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ബോയിലിംഗ് പോയിന്റ് കുറയും. അടുത്തത് കുക്കിംഗ്, അതായത് ഹിൽ സ്റ്റേഷൻസിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ പ്രശ്നം? അവിടെ പ്രഷർ കുറവാണ്. ദാറ്റ് മീൻസ് അവിടുത്തെ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. ബോയിലിംഗ് പോയിന്റ് കുറവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് ടൈം പ്രോപ്പർ ആയിട്ട് കിട്ടത്തില്ല. കുക്കിംഗ് ടൈം പ്രോപ്പർ ആയിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? യെസ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ഒരു സംവിധാനം വേണമല്ലേ? ആ സംവിധാനമാണ് നമ്മുടെ പ്രഷർ കുക്കർ. ഓക്കെ, പ്രഷർ കുക്കർ അവിടെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ബോയിലിംഗ് പോയിന്റ് കുറവായതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് ഫുഡ് കുക്ക് ആവാനായിട്ടുള്ള സമയം കിട്ടത്തില്ല. സോ ദാറ്റ്സ് വൈ. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഇനി എടാ ലേറ്റന്റ് ഹീറ്റ് ഞാൻ ഇനി അടുത്തതേ എടുക്കുന്നുള്ളടാ. ഓക്കെ, ഓൾമോസ്റ്റ് ഐ എം ഡൺ. ഇനി ഒരു ചെറിയ പോർഷൻസേ ഉള്ളൂ, നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. പ്രോട്ടക് ഓക്കെ, അഫ്കോഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ ഇനി റെസ്റ്റ് എടുക്കാൻ പോവുകയാണ്, ഞാൻ മടുത്തു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സോ സ്റ്റേ ട്യൂൺഡ് ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.